ഹോക്കിങ്ങിന്റെ ഗവേഷണം നടക്കുന്നത് ആകാശലോകത്തെ പറ്റിയാണ്. ആകാശലോകത്തെ പറ്റി സ്റ്റീഫൻ ഹോക്കിങ് ഗവേഷണം നടത്തിയിട്ട് ലോകത്തോട് പറയുകയാണ്. ദ ലാസ്റ്റ് ഡെത്ത് എന്ന് പറയുന്ന ഒരു പുസ്തകം സ്റ്റീഫൻ ഹോക്കിങ്ങിനുണ്ട്. സഹോദരങ്ങളെ സ്റ്റീഫൻ ഹോക്കിങ് ലോകത്തോട് വിളിച്ചു പറയുകയാണ്, ലോകമേ ഇന്നല്ലെങ്കിൽ നാളെ ആകാശത്ത് ഹീലിയം കത്തിക്കപ്പെടുന്ന സൂര്യനുണ്ടല്ലോ, കോടാനുകോടി കിലോമീറ്ററുകൾക്കകലെ സ്ഥിതി ചെയ്യുന്ന സൂര്യനുണ്ടല്ലോ, ആ സൂര്യൻ നിമിഷങ്ങൾ കൊണ്ട് കത്തി താഴെ വീണ് ഈ പ്രപഞ്ചവും ഭൂമിയും ലോകവുമെല്ലാം നശിച്ച് നാമാവശേഷമായി പോകുന്നതാണ് എന്ന് പറയുകയാണ് സ്റ്റീഫൻ ഹോക്കിങ്. ആ സ്റ്റീഫൻ ഹോക്കിങ്ങിന്റെ നിരീക്ഷണങ്ങൾ പോലും ആകാശത്തെ കേന്ദ്രീകരിച്ചാണ്. പോരാ, ഈ അടുത്ത സമയത്ത് ഇന്ത്യ രാജ്യത്ത് മരണപ്പെട്ടുപോയ അബുൽ ഫക്കീർ ജൈനുലാബ്ദീൻ അബ്ദുൽ കലാം. സഹോദരങ്ങളെ, അബ്ദുൽ കലാം എന്ന് പറഞ്ഞാൽ ആരാണ്? മിസൈൽ മാൻ ഓഫ് ഇന്ത്യ. ഇന്ത്യ രാജ്യത്തിന്റെ അഗ്നി മിസൈൽ മനുഷ്യനെന്ന് വാഴ്ത്തപ്പെട്ടയാളാണ്. മോഹൻദാസ് കരംചന്ദ് ഗാന്ധിക്ക് ശേഷം ഇന്ത്യ കണ്ട ഏറ്റവും വലിയ മനുഷ്യനാണ്, ലോകം കണ്ട ഏറ്റവും വലിയ മനുഷ്യനാണ്. കാരണം നിങ്ങൾക്കറിയുമോ, അമേരിക്കക്കാരൻ ലോകത്ത് മുഴുവനും പിടിച്ചടക്കാനും ലോകത്ത് മുഴുവനും അരുതായ്മകൾ നടത്താനും ലോകത്ത് മുഴുവനും എന്ത് പ്രമാണിത്തരവും കാണിക്കാനും ആന്തസ്സോടെ ഇറങ്ങി പുറപ്പെടുന്ന ലോക പോലീസുകാരനാണ് അമേരിക്ക. ഒരാൾ മരണപ്പെട്ടപ്പോൾ മാത്രമാണ് അമേരിക്കയുടെ വൈറ്റ് ഹൗസിന്റെ മുകളിൽ കെട്ടിയിരുന്ന പതാക അവർ താഴ്ത്തി കെട്ടിയത്. മോഹൻദാസ് കരംചന്ദ് ഗാന്ധി മരിച്ചപ്പോൾ അമേരിക്കയുടെ പതാക താന്നിരുന്നില്ല. ഇന്ദിരാഗാന്ധി മരിച്ചപ്പോൾ അമേരിക്കയുടെ പതാക താന്നിരുന്നില്ല. രാജീവ് ഗാന്ധി മരിച്ചപ്പോൾ അമേരിക്കയുടെ വൈറ്റ് ഹൗസിന്റെ മുകളിൽ പതിപ്പിച്ചിരുന്ന പതാക താന്നിരുന്നില്ല. അബുൽ ഫക്കീർ ജൈനുലാബ്ദീൻ അബ്ദുൽ കലാം മരണപ്പെട്ടപ്പോൾ അമേരിക്കക്കാരൻ പോലും അവന്റെ വൈറ്റ് ഹൗസിൽ കെട്ടിയിരുന്ന അമേരിക്കയുടെ പതാക അതാ മിസൈൽ മനുഷ്യനായ ഇന്ത്യക്കാരനായ മുസ്ലിം ശാസ്ത്രത്തിന് വേണ്ടി താഴ്ത്തി കെട്ടിപ്പോയി. സഹോദരങ്ങളെ, ഞാനിത് പറയുന്നത് എന്തിനാണ്? ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ ഗവേഷണ പര്യവേക്ഷണങ്ങൾ നടത്തുന്ന ആകാശ ഗവേഷണങ്ങളുടെ സ്ഥിരാകേന്ദ്രമാണ് നാസ എന്ന് പറഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും വലിയ ശാസ്ത്രീയമായ കണ്ടുപിടുത്തങ്ങൾ ലോകത്തോട്, അതും ആകാശ ലോകത്തെ സംബന്ധിച്ച് പര്യവേക്ഷണം നടത്തി സ്റ്റേറ്റ്മെന്റ് ഇറക്കുന്ന ഒരു വലിയ അമേരിക്കയുടെ നേതൃത്വത്തിലുള്ള ഒരു ശാസ്ത്രീയ സംഘത്തിന്റെ പേരാണ് നാസ. ആ നാസ അടക്കമുള്ള അമേരിക്കക്കാരൻ സഹോദരങ്ങളെ ആദരസൂചകമായി അബുൽ ഫക്കീർ ജൈനുലാബ്ദീൻ അബ്ദുൽ കലാമിന്റെ മരണത്തോടനുബന്ധിച്ച് അവരുടെ വൈറ്റ് ഹൗസിലെ പതാക താഴ്ത്തി കെട്ടിയെങ്കിൽ ലോകത്ത് ഇത്രമേൽ അംഗീകാരമുള്ള APJ അബ്ദുൽ കലാം അയാൾ ജനിച്ചത് തമിഴ്നാട്ടിലെ രാമനാഥപുരത്താണ്. രാമനാഥപുരത്ത് അബ്ദുൽ കലാം ജനിക്കണമെന്ന് തീരുമാനിച്ചത് അബ്ദുൽ കലാമല്ല. അതാ ഷില്ലോങ് എന്ന് പറയുന്ന സ്ഥലത്തൊരു സെമിനാറിൽ വെച്ചാണ് ആയിരക്കണക്കിന് വിദ്യാർത്ഥികളും ജനങ്ങളും തടിച്ചുകൂടിയ വലിയ സെമിനാറിൽ വെച്ച് സംസാരം നടത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് അബ്ദുൽ കലാം ലോകത്തോട് വിട പറഞ്ഞു പോകുന്നത്. ഷില്ലോങ്ങിൽ തന്റെ സെമിനാർ പൂർത്തിയാക്കുകയില്ല എന്ന് അബ്ദുൽ കലാം ചിന്തിച്ചിട്ടില്ല. അബ്ദുൽ കലാമിന്റെ കാൽക്കുലേഷനിൽ തന്റെ സെമിനാറിനിടയിൽ വെച്ച് ഹൃദയാഘാതം വന്ന് മരണപ്പെടുമെന്ന ഒരു വിചാരം അബ്ദുൽ കലാമിന്റെ മനസ്സിലില്ല. സഹോദര, ഞാനിത് പറയുന്നത് എന്തിനാണ്? ഇന്ത്യ ബഹുമാനിച്ച, ലോകമാദരിച്ച, ശാസ്ത്രലോകത്തിന്റെ ഏറ്റവും വലിയ സ്വേച്ഛാധിപതികളായി വാഴ്ത്തപ്പെടുന്ന നാസയുടെ അമേരിക്കക്കാരൻ ആദരിച്ച സർ APJ അബ്ദുൽ കലാം പോലും അദ്ദേഹം ഷിലോങ്ങിൽ തന്റെ സെമിനാർ പൂർത്തിയാക്കാതെ ലോകത്തോട് വിട പറഞ്ഞു പോകുന്നതിന് തൊട്ട് മുമ്പ് ഞാൻ മരിക്കാൻ പോകുകയാണ്, ഇന്നേ ദിവസമില്ലെങ്കിൽ നാളത്തെ ദിവസം ഞാൻ ലോകത്തോട് വിട പറയാൻ പോകുകയാണ് എന്ന വിചാരം അദ്ദേഹത്തിന്റെ മനസ്സിൽ വന്നിരുന്നില്ല. കാരണം അങ്ങനെ ഒരു വിചാരമെങ്ങാനും അയാളുടെ ഹൃദയത്തിൽ ഒരുപാട്
ഒരുപാട് സ്വാധീനം ചെലുത്തിയിരുന്നെങ്കിൽ ഇന്ന് ലോകം മറ്റൊരു വലിയ പരീക്ഷണത്തിലാണ്. ശാസ്ത്രലോകം മറ്റൊരു വലിയ പരീക്ഷണത്തിലാണ്. ആ പരീക്ഷണത്തിന്റെ പേരെന്താണ്? ഹിഗ്സ് ബോസോൺ തിയറി എന്ന് പറഞ്ഞാൽ ആത്മാവിനെ കണ്ടുപിടിക്കാനുള്ള ശ്രമത്തിലാണ്. ഇവിടെ ഇരിക്കുന്ന ആളുകൾക്ക് എല്ലാവർക്കും ആത്മാവുണ്ട്. പക്ഷേ ആത്മാവ് എവിടെയാണ് ഇരിക്കുന്നതെന്ന് പറഞ്ഞു തരാൻ ഇവിടെ ഇരിക്കുന്ന ഏതെങ്കിലും ഒരു സാധാരണക്കാരനോ എന്റെ ശബ്ദം കേൾക്കുന്ന ഏതെങ്കിലും ഒരാളിനോ സാധ്യമാണോ? സഹോദരന്മാരെ, നിങ്ങൾ ഐസക് ന്യൂട്ടനെ അറിയില്ലയോ? ഗ്രാവിറ്റി ഫോഴ്സ് കണ്ടുപിടിച്ച സാക്ഷാൽ ഐസക് ന്യൂട്ടൻ ഭൂമി അതിന്റെ സ്വയം അച്ചുതണ്ടിലേക്ക് സകല വസ്തുക്കളെയും ആകർഷിക്കുന്നു എന്ന സിദ്ധാന്തം ലോകത്തിന് സമ്മാനിച്ച സാക്ഷാൽ ഐസക് ന്യൂട്ടൻ അയാളോട് ചോദിച്ചു നോക്കൂ, ആത്മാവിനെ പറ്റി എന്തെങ്കിലും ഒന്ന് പറയാമോ സാർ? ആത്മാവിനെ പറ്റി, ആത്മാവിനെ സംബന്ധിച്ച് എന്തെങ്കിലും ഒന്ന് പറഞ്ഞു തരാമോ സാർ എന്ന് സാക്ഷാൽ സർ ഐസക് ന്യൂട്ടനോട് ചോദിച്ചാൽ അദ്ദേഹത്തിന് പറയാൻ ഉത്തരമില്ല. സഹോദരങ്ങളെ, 99 കണ്ടുപിടുത്തങ്ങൾ നടത്തി ശാസ്ത്രലോകത്തെ അത്ഭുതപ്പെടുത്തിയ ആളാണ് എഡിസൺ എന്ന് പറയുന്ന മനുഷ്യൻ. ഈ പ്രകാശിക്കുന്ന ലൈറ്റ് കണ്ടുപിടിച്ചതാരാണ്? എഡിസണാണ്. അങ്ങനെ ശാസ്ത്രലോകത്ത് വലിയ വിപ്ലവാത്മകമായ പരിവർത്തനങ്ങൾക്ക് സാക്ഷാത്കാരം സൃഷ്ടിച്ച സാക്ഷാൽ എഡിസൺ എന്ന് പറയുന്ന സയന്റിസ്റ്റിനോട് ചോദിച്ചു നോക്കുക, സർ എഡിസൺ, നിങ്ങൾക്ക് ആത്മാവിനെ പറ്റി എന്തെങ്കിലും ഒന്ന് പറയാനുണ്ടോ? ഞാൻ നേരത്തെ പറഞ്ഞയാളാണ്. ആരാണ്? സ്റ്റീഫൻ ഹോക്കിംഗ്. അയാളെന്ന് ലോകത്ത് ജീവിച്ചിരിക്കുന്ന ഏറ്റവും വലിയ ബുദ്ധിമാനായ മനുഷ്യനാണ്. അയാളോട് നിങ്ങളൊന്ന് ചോദിക്കുമോ, സർ സ്റ്റീഫൻ ഹോക്കിംഗ്, നിങ്ങൾക്ക് ആത്മാവിനെ പറ്റി എന്തെങ്കിലും ഒന്ന് പറഞ്ഞു തരാൻ കഴിയുമോ? സഹോദരങ്ങളെ, ലോകത്ത് കമ്പ്യൂട്ടർ കണ്ടുപിടിച്ച ചാൾസ് ബാബേജിനോ, അതാ ബംഗളൂരിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്ന് ഭൂമിയിൽ നിന്ന് 22 കോടി കിലോമീറ്റർ അകലെ സ്ഥിതി ചെയ്യുന്ന ചൊവ്വായി ലക്ഷ്യമാക്കി മംഗൾയാൻ എന്ന പേരുള്ള മാർസ് ഓർബിറ്റൽ മിഷനെ പറഞ്ഞേച്ച അതാ APJ അബ്ദുൽ കലാം അടക്കമുള്ള ഇന്ത്യ രാജ്യത്തെ പ്രബലന്മാരായ സയന്റിസ്റ്റുകളോട്, ശാസ്ത്രജ്ഞന്മാരോട് നിങ്ങൾ ചോദിച്ചു നോക്കൂ, ആത്മാവിനെ പറ്റി നിങ്ങൾക്ക് എന്തെങ്കിലും പറയാൻ അറിയുമോ? ലോകത്തൊരു പ്രധാനമന്ത്രിക്കും അറിയില്ല, ലോകത്തൊരു ശാസ്ത്രജ്ഞനും പറയാൻ അറിയില്ല, ലോകത്തൊരു ഡോക്ടറിനും പറയാൻ പറ്റൂല. കാരണം ആത്മാവ് അല്ലാഹുവിൽ നിന്നുള്ളതാണ്. അത് സർക്കാരിന്റെ അധികാര പരിധിയിൽപ്പെട്ട സ്ഥലമാണ്. അവിടെ സൃഷ്ടികൾക്ക് ചിന്തിക്കാൻ പോലും വകുപ്പില്ല. എടോ, ആലോചിച്ചു നോക്കൂ, 21 വയസ്സുകാരനായ ചെറുപ്പക്കാരാ, എന്റെ മജ്‌ലിസിൽ വന്ന ബഹുമാനപ്പെട്ട ഉപ്പ, നമുക്ക് ചിന്തിക്കാൻ ബ്രെയിൻ ഉണ്ടാക്കി തന്നതാരാണ്? അല്ലാഹുവാണ്. ആ ബ്രെയിനിനെ സംവിധാനിച്ച പടച്ചവന്റെ അധികാര പരിധിയിൽപ്പെട്ടതാണ് ആത്മാവെന്ന് പറയുന്ന അമേയമായ മാറ്റർ. ആ മാറ്റർ ഡിസ്കസ് ചെയ്യാനെന്ന് ലോകത്തിനറിയില്ല, ശാസ്ത്രജ്ഞന്മാർക്കറിയില്ല. ലോകം എന്തൊക്കെ കണ്ടുപിടുത്തങ്ങൾക്ക് വേണ്ടി നെട്ടോട്ടമോടുകയാണ്. സഹോദരങ്ങളെ, നേരത്തെ ഞാൻ നിങ്ങളോട് സൂചിപ്പിച്ചില്ലയോ, ഹിഗ്സ് ബോസോൺ തിയറീസുകൾക്ക് വേണ്ടി ലോകം അന്വേഷണം നടത്തുകയാണ് എന്ന് പറഞ്ഞാൽ, ഈ ആത്മാവെന്ന് പറഞ്ഞാൽ എന്താണ്? ആ ആത്മാവിനെ വല്ല വിശദീകരണവും ഡെഫിനിഷൻ തരാൻ ആർക്കും അറിയില്ല. അത് അള്ളാഹുവിന്റെ അധികാര പരിധിയിൽപ്പെട്ട വിഷയമാണ്. ആ വിഷയത്തെ അധികരിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. ഇവിടെ ഇരിക്കുന്ന എല്ലാ ജനങ്ങൾക്കും ആത്മാവുണ്ട്.
ഈ സംസാരിക്കുന്ന എനിക്ക് ആത്മാവുണ്ട്, പക്ഷേ ആത്മാവ് എവിടെയാണെന്ന് എനിക്കറിയില്ല. സഹോദരങ്ങളെ, നമുക്കാർക്കും അത് പറയാൻ അറിയില്ല. ഒരു ദിവസം നമ്മൾ മരണപ്പെടുക എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളോട് ചേർന്നിരുന്ന ആത്മാവ് അത് നമ്മളാകുന്ന ഈ ശരീരം വിട്ടിട്ട് നമ്മുടെ ശരീരത്തോട് യാത്ര പറഞ്ഞ് മറ്റൊരു ലോകത്തേക്ക് ആത്മാവ് സഞ്ചരിക്കുകയാണ്. അപ്പോഴാണ് ഒരു മനുഷ്യൻ മരണപ്പെടുന്നത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത് വഇന്നമാ തുവഫൗന ഉജൂറകും യൗമൽ ഖിയാമ ഫമൻ സുഹ്സിഹ അനിൽ നാർ വഉദ്ഖിലൽ ജന്നത ഫഖദ് ഫാസ് വമൽ ഹയാത്തുദ് ദുനിയാ ഇല്ലാ മതാഉൽ ഗുറൂർ. വിശുദ്ധ ഖുർആൻ ആൽ ഇംറാൻ സൂറത്തിന്റെ 185-ാമത്തെ ആയത്താണിത്. സഹോദരങ്ങളെ, അല്ലാഹു പറയുകയാണ്, എല്ലാ ശരീരങ്ങളിൽ നിന്നും ആത്മാവ് യാത്രയാകുന്നതാണ്. എല്ലാ ശരീരങ്ങളെ വിട്ടിട്ടും ആത്മാവ് നിന്റെ ലോകത്തേക്ക് സഞ്ചരിക്കുന്നതാണ്. അതാ പുനരുദ്ധാരണത്തിന്റെ ദിവസം വരാനുണ്ട്. ആ പുനരുദ്ധാരണത്തിന്റെ ദിവസത്തിൽ അവനവൻ ചെയ്തു കൂട്ടിയ നന്മകൾക്ക് പൂർണ്ണമായും അവനവന് പ്രതിഫലം നൽകപ്പെടുന്നതാണ്. അവനവൻ ചെയ്തു കൂട്ടിയ നന്മകൾക്ക് പൂർണ്ണമായും പുനരുദ്ധാരണത്തിന്റെ ദിവസത്തിൽ അവനവന് പ്രതിഫലം നൽകപ്പെടുന്നതാണ്. അന്ന് നരകത്തിന്റെ ഭീകരമായ അഗ്നിയിൽ നിന്ന് രക്ഷപ്പെടുന്നവരാരോ, സ്വർഗത്തിന്റെ മനോഹരമായ പറുദീസകളിലേക്ക് കടന്നു ചെല്ലുന്നവരാരോ, അവരാണ് വിജയം വരിച്ച ആളുകൾ. നരകത്തിന്റെ ഭീകരമായ അഗ്നിജ്വാലകളിൽ നിന്ന് രക്ഷ പ്രാപിക്കുകയും സ്വർഗത്തിന്റെ മനോഹരമായ പറുദീസകളിലേക്ക് പ്രവേശിക്കപ്പെടുകയും ചെയ്യുന്ന ആളുകളാണ് അല്ലാഹുവിന്റെ അടുക്കൽ വിജയം ചെയ്ത ആളുകൾ. നിങ്ങൾ കൊട്ടാരം പണിത് വെച്ചിരുന്നാലും ശരി, നിങ്ങൾ ഫ്ലാറ്റുകൾ പണിതുയർത്തി വെച്ച് താമസമാക്കിയാലും ശരി, നിങ്ങൾ കുടിലിന്റെ അകത്തളത്തിൽ കഴിഞ്ഞാലും ശരി, നിങ്ങൾ ഫ്ലൈറ്റിൽ ആകാശ ലോകത്തോടുകൂടി പാറി പറന്നാലും ശരി, നിങ്ങൾ ഭൂമിയെ വിട്ടിട്ട് ചൊവ്വായിലേക്ക് പര്യവേക്ഷണത്തിൽ പോയാലും ശരി, നിങ്ങൾ ഭീകരമായ കടലിന്റെ അഗാധമായ ഗർത്തത്തിലൂടെ നിങ്ങൾ വല്ല അന്തർവാഹിനിയിലും യാത്ര ചെയ്താലും ശരി, നിങ്ങൾ എവിടെയായിരുന്നാലും നിങ്ങളുടെ ആത്മാവിന് പോകേണ്ട നേരമായാൽ ആത്മാവ് നമ്മളാകുന്ന ശരീരത്തെ ഒഴിവാക്കിയിട്ട് ആത്മാവിന്റെ ലോകത്തേക്ക് പാറിപ്പറന്നു പോകുന്നതാണ്. ഐനമാ തകൂനൂ യുദ്രികുമുൽ മൗത്ത്. വിശുദ്ധ ഖുർആൻ പറയുകയാണ്, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. أينما تكونوا يدرككم الموت ولو كنتم في بروج مشيدة ولو كنتم في بروج مشيدة. എവിടെയായിരുന്നാലും ശരി, ഏതു ഭീകരമായ കോട്ടയുടെ അകത്തളത്തിൽ നമ്മൾ താമസിച്ചിരുന്നാലും ശരി, സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ വിളിയാളം വന്ന് നമ്മുടെ മാടി വിളിച്ചാൽ, ഏത് കോട്ടകൊത്തളങ്ങളുടെ അകത്തളത്തിൽ നമ്മൾ താമസിച്ചാലും ശരി, നമ്മുടെ ആത്മാവ് നമ്മളോട് യാത്ര ചോദിക്കും. നമ്മുടെ ആത്മാവ് നമ്മളോട് വിട പറയും. അങ്ങനെ വിട പറഞ്ഞു പോയാൽ പിന്നീട്
ഭാര്യയുള്ള ജീവിതം നമ്മുടെ വീട്ടിലല്ല, നമ്മുടെ ഫ്ലാറ്റിലല്ല, നമ്മുടെ കൊട്ടാരത്തിലല്ല, നമ്മൾ ഓടിച്ചു പോകുന്ന എട്ടിയോസ് കാറിലല്ല, മെർസിഡൻസ് ബെൻസിലല്ല, ഓടി കാറിലല്ല. പിന്നെ തുടങ്ങുന്നത് പിന്നെ ഭാര്യയ്ക്ക് നമ്മളെ വേണ്ട, പിന്നെ മക്കൾക്ക് നമ്മളെ വേണ്ട, പിന്നെ നാട്ടുകാർക്ക് നമുക്ക് വേണ്ട. നമ്മുടെ മക്കൾക്കോ കുടുംബക്കാർക്കോ നാട്ടുകാർക്കോ ഭാര്യയ്ക്കോ ആർക്കും പിന്നെ നമ്മളെ വേണ്ട. എല്ലാവരും ചോദിക്കും എപ്പോഴാ എടുക്കുക, എപ്പോഴാ എടുക്കുക, എപ്പോഴാ ജനാസ എടുക്കുക. ഭാര്യ ചോദിക്കുകയാണ്, മകൻ ചോദിക്കുകയാണ്, എന്റെ വാപ്പാടെ ജനാസ എടുക്കുന്നത് എപ്പോഴാണ്. അതായൽക്കാരൻ ചോദിക്കുകയാണ്, എന്റെ സഹോദരന്റെ ജനാസ എടുക്കുന്നത് എപ്പോഴാണ്. സഹോദരങ്ങളെ, അവിടെ കൊട്ടാരമില്ല. എല്ലാവരും ഇത് പറയുമ്പോൾ നമ്മളിൽ ചില ആളുകളെങ്കിലും ചിന്തിക്കും, എനിക്കിന്ന് 28 വയസ്സേ പ്രായമുള്ളൂ, എനിക്കിന്ന് 18 വയസ്സേ ആയിട്ടുള്ളൂ, പിന്നെങ്ങനെയാണ് ഞാൻ എത്രയും പെട്ടെന്ന് മരിക്കുമെന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കുക. 4 ദിവസം മുമ്പ് ഞങ്ങളുടെ തിരുവനന്തപുരത്തിനടുത്ത് പാലോട് എന്ന് പറയുന്ന സ്ഥലത്തൊരു സഹോദരൻ എന്നെ വിളിച്ചിരുന്നു. അവൻ ഗൾഫിലാണ്, സൗദി അറേബ്യയിലാണ്. അവൻ വിളിച്ചിട്ട് പറഞ്ഞു, ഉസ്താദേ, എന്റെ അളിയന്റെ അനുജൻ അവനിപ്പോൾ 4 ദിവസം മുമ്പ് ഒരു പനി ബാധിച്ച് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയതാണ്. 30 വയസ്സ് 29 വയസ്സ് മാത്രം പ്രായമുള്ള ചെറുപ്പക്കാരനാണ്. അവൻ ടിപ്പർ ഓടിക്കുന്ന ഡ്രൈവറാണ്. വലിയ ടിപ്പർ ലോറി ഓടിക്കുന്ന ഡ്രൈവറായ എന്റെ അളിയന്റെ അനുജന് 4 ദിവസം മുമ്പ് ഒരു പനി വന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ഡോക്ടറെ കൺസൾട്ടിങ് നടത്തിയിട്ട് പറഞ്ഞു, RCCയിലേക്ക് എത്രയും പെട്ടെന്ന് കൊണ്ടുപോകണം പറഞ്ഞു. RCCയിൽ കൊണ്ടുപോയി അവന്റെ ബോഡി ചെക്കപ്പ് ചെയ്ത് നോക്കിയപ്പോൾ സഹോദരങ്ങളെ, അവന്റെ ശരീരത്തിന്റെ അകത്തളത്തിൽ കുടലെന്ന് പറയുന്നൊരു സാധനമില്ല. അവന്റെ വൻകുടലും അവന്റെ ചെറുകുടലും പൂർണ്ണമായി ക്യാൻസർ രോഗം പിടിപെട്ട് നശിച്ചു പോയിരിക്കുകയാണ്. ഡോക്ടർമാര് പറഞ്ഞു, രക്ഷപ്പെടുത്താൻ ഇനിയൊരു മാർഗവുമില്ല. ഇപ്പോഴും ആ സഹോദരൻ വെന്റിലേറ്ററിൽ കഴിയുകയാണ്. നാളെയാണോ മരിക്കുക, ഇപ്പോഴാണോ മരിക്കുക, അടുത്ത സെക്കൻഡിലാണോ മരിക്കുക? അവന്റെ ഭാര്യ പ്രസവിച്ചിട്ട് ഇന്നേക്ക് 2 ആഴ്ചയാകാൻ പോകുകയാണ്. ചെറിയ കുഞ്ഞിനെ ഇന്നുവരെ അവൻ കണ്ടിട്ടില്ല. ആ ഭാര്യയ്ക്ക് 22 വയസ്സ് മാത്രമേ പ്രായമുള്ളൂ. ഇത്തരം ഡിസാസ്റ്ററുകൾ കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിന്റെ അകത്തളത്തിൽ ഒരു കുലുക്കുണ്ടാവില്ല. അതങ്ങ് പാലോടല്ലേ. ഞാൻ വിചാരിക്കുന്നു എന്റെ ശരീരത്തിൽ ഒരു കുഴപ്പവുമില്ല എന്നാണ്. നമ്മൾ ഓരോരുത്തരും വിചാരിക്കുന്നത് അങ്ങനെയാണ്. കണ്ണൂർ ജില്ലയിലെ കൂത്തുപറമ്പിലടുത്തൊരു സഹോദരനെ കണ്ടപ്പോൾ അവൻ പറഞ്ഞു, ഞാൻ ഗൾഫിൽ നിന്ന് വന്നിട്ട് 3 ദിവസമേ ആയിട്ടുള്ളൂ. നല്ലൊരു ചെറുപ്പക്കാരൻ. ഉസ്താദേ, എനിക്ക് ക്യാൻസറാണ്, എനിക്ക് ചിരിക്കാൻ കഴിയുന്നില്ല, എനിക്ക് ചിരിക്കാൻ കഴിയുന്നില്ല. സഹോദരങ്ങളെ, എന്റെ ചെറുപ്പക്കാരെ, 18 വയസ്സുള്ള കുഞ്ഞനുജ, എത്ര വഴുത് കേട്ടാലും ചില ആളുകൾ പറയും നന്നാകുന്നില്ല. എത്ര വഴുത് കേട്ടിട്ടും ഈ ചെവിയിലൂടെ കേട്ടിട്ട് മറു ചെവിയിലൂടെ തന്നെ പാസ്സായി പോകുകയാണ്. എന്നാൽ വഴുത് കേൾക്കാതെ തന്നെ നന്നാകുന്ന ഒരു പരിപാടിയുണ്ട്. അത് അല്ലാഹുവിൽ നിന്നുള്ള പണിഷ്മെന്റിന്റെ പരിപാടിയാണ്. നിനക്ക് നാളെ ക്യാൻസറാണെന്നറിഞ്ഞാൽ 18 വയസ്സുകാരനായ പൊന്നുമോനെ, പിന്നെ നീ സിനിമ കാണൂല, സീരിയൽ കാണൂല, തോന്നിവാസങ്ങളിലേക്ക് പോകൂല. നിന്റെ ജീവിതത്തിൽ വല്ലാത്തൊരു മാറ്റമാണ് ഉണ്ടാകുക. കൂത്തുപറമ്പിൽ എനിക്ക് ക്യാൻസറാണെന്ന് പറഞ്ഞ ചെറുപ്പക്കാരൻ എന്നോട് പറഞ്ഞു, ഉസ്താദേ, ഒരു കുഴപ്പവും എന്റെ ജീവിതത്തിൽ ഇല്ലാത്തയാളാണ്,
ഞാൻ ഭക്ഷണം ശ്രദ്ധിക്കുന്നയാളാണ്, സ്മോക്ക് ചെയ്യാറില്ല, കിക്കറടിക്കാറില്ല, മയക്കുമരുന്നോ ഹശീഷോ ഡ്രഗ്സോ ഉപയോഗിക്കാറില്ല. പിന്നെ എങ്ങനെ എനിക്ക് ക്യാൻസർ വന്നെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. പക്ഷേ എനിക്കത് വന്നതിന് ശേഷം ജീവിതത്തിൽ ഒരു ചിട്ടയുണ്ടായി. ബാങ്ക് വിളിച്ചാൽ കൃത്യസമയത്ത് ഞാൻ നിസ്കരിക്കുകയാണ്. 5 വഖത്തിലും എന്റെ റബ്ബിനോട് ഞാൻ ഈ ക്യാൻസറിനെ പറ്റി ആവലാതി പറയുകയാണ്. ഞാൻ മനസ്സിലാക്കുകയാണ്, ക്യാൻസർ എന്ന രോഗം പെട്ടെന്ന് പിടികിട്ടിയല്ലോ. പലപ്പോഴും പല ആളുകൾക്കത് പിടികിട്ടാറില്ല. ഡോക്ടർമാര് തലവേദനയ്ക്ക് എന്നും പറഞ്ഞ് കുറെ ചികിത്സിക്കുകയാണ്, പനിയെന്നും പറഞ്ഞ് ചികിത്സിക്കുകയാണ്. അതാ മറ്റൊരു സഹോദരൻ പറഞ്ഞത് അങ്ങനെയാണ്, കൂലിവേലയ്ക്ക് പോകുന്ന ചെറുപ്പക്കാരനാണ് എന്ന് പറഞ്ഞാലെന്നും മൺവെട്ടിയും എടുത്ത് കളയ്ക്കാനും കുത്താനും കിണറ് കുത്താനും അതുപോലെ പുരയിടം കളയ്ക്കാനും ഒക്കെ പോകുന്ന കൂലിപ്പണിക്ക് പോകുന്ന ഒരു ചെറുപ്പക്കാരൻ, അയാൾക്കൊരു കുഴപ്പവുമില്ല. രാത്രി സമയങ്ങളിൽ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒരു പനി വന്നിട്ട് 2-3 മണിക്കൂർ നിൽക്കും, പനിയെന്ന് പോകും. ഡോക്ടറെ പോയി കാണിച്ചു വല്ല പാരസെറ്റാമോളോ പെനഡോളോ കഴിക്കും. സുബ്ഹാനല്ലാഹ്, ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്ന് രോഗം മൂർച്ഛിച്ച് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ആരുടെ കാര്യമായി പറയുന്നത്? എല്ലാ ദിവസവും മൺവെട്ടിയെടുത്ത് പാടത്തും പറമ്പത്തും പുരയിടത്തിലും കിളയ്ക്കാൻ പോകുന്ന ആരോഗ്യ ദൃഢഗാത്രനായ ഒരു കിളയക്കാരനായ സഹോദരൻ, കൂലിപ്പണിക്കാരനായ ഒരു പാവപ്പെട്ട സഹോദരന്റെ കാര്യമാണ് ഞാൻ ഉണർത്തുന്നത്. സഹോദരങ്ങളെ, പെട്ടെന്ന് ഡോക്ടർ പറഞ്ഞു ഇയാൾക്ക് ബ്ലഡ് ക്യാൻസർ ആണ്. അതാ 2ാമത്തെ ദിവസം ഹോസ്പിറ്റലിൽ കിടന്ന് അദ്ദേഹം മരണപ്പെട്ടുപോയി. ഇങ്ങനെ ക്ഷണിക്കപ്പെടാത്തൊരു അതിഥിയായി നമ്മുടെ ചാരത്തേക്ക് മരണം വരും. അന്നേരത്തെ നിലവിളിച്ചിട്ട് കാര്യമില്ല ചെറുപ്പക്കാരാ. ഓ, ഞാൻ എന്ത് ചെയ്യാനാണ്? അതാ തൃശൂർ ജില്ലയിലെ ചങ്ങരംകുളം എന്ന് പറയുന്ന സ്ഥലമുണ്ട്. അവിടെ ഒരു ചെറുപ്പക്കാരന്റെ ജനാസ പള്ളിയിലേക്ക് ഇങ്ങനെ കൊണ്ടുവരികയാണ്. 21 വയസ്സ് മാത്രം പ്രായമുള്ള ചെറുപ്പക്കാരനാണ്. അവന്റെ ജനാസ പള്ളിയിൽ കൊണ്ടുവച്ചപ്പോൾ പള്ളിയിലെ ഉസ്താദ് പറഞ്ഞു, ഇവന്റെ ജനാസ ഞാൻ നിസ്കരിക്കുകയില്ല. അപ്പോൾ മുഅദ്ദിൻ സാഹിബിനെ വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങളെങ്കിലും ഒന്ന് ജനാസ നിസ്കരിച്ചേരെ. സഹോദരങ്ങളെ, അന്നേരത്തെ മുഅദ്ദിൻ സാഹിബ് പറയുകയാണ്, ഇല്ല, ഞാൻ ഈ ജനാസയുടെ മേൽ നിസ്കരിക്കുകയില്ല. 21 വയസ്സുകാരനായ ചെറുപ്പക്കാരനാണ്. സമ്പന്ന തറവാട്ടിൽ ജനിച്ചവനാണ്. അവന്റെ വാപ്പ കോടീശ്വരനാണ്. ചങ്ങരംകുളത്ത് അറിയപ്പെട്ട വലിയ ബിസിനസ്സുകാരനാണ്. ഞാൻ വിശദീകരിച്ചു പറയുന്നില്ല. സഹോദരങ്ങളെ, എന്താണ് സംഭവിച്ചതെന്നറിയുമോ? 21 വയസ്സുകാരനായ ചെറുപ്പക്കാരൻ അവൻ മദ്യപാനിയാണ്. കോളേജ് വിട്ടു വന്ന വഴിയിൽ അവന്റെ വലിയ ആഡംബര കാറിന്റെ കത്തളത്തിൽ അവനതാ വണ്ടി ഓടിച്ചുകൊണ്ടിരുന്നപ്പോൾ തന്നെ ഏതോ ബാറിൽ നിന്ന് മേടിച്ച വിദേശ മദ്യം അവൻ മൂക്കറ്റമെന്ന് കുടിക്കുകയാണ്. ലക്കില്ലാതെ ലെവലില്ലാതെ എതിരെ വന്ന സൂപ്പർ ഫാസ്റ്റുമായി മദ്യപിച്ച് ലക്ക് കെട്ട വാഹനമിടിച്ച് അവനതാ വാഹനത്തിന്റെ അകത്തളത്തിൽ റോഡിലേക്ക് തെറിച്ചു വീണ് പെടഞ്ഞ മദ്യപാനിയായിട്ട് മരണപ്പെടുകയാണ്. സഹോദരങ്ങളെ, അപ്പോഴും അവൻ കുടിച്ച മദ്യക്കുപ്പി അവരുടെ കാറിൽ പൊട്ടി കഷ്ണങ്ങളായി കിടക്കുകയാണ്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നപ്പോൾ മദ്യപാനിയായിട്ടാണ് മരണപ്പെട്ടത്. ഈ വിവരം അറിഞ്ഞിട്ടാണ് ഉസ്താദ് പറഞ്ഞത്, ഇവൻ മദ്യപാനിയായി ചത്തവനാണ്, മദ്യപാനിയായി മരിച്ചവനല്ല. ഇവന്റെ ജനാസ നിസ്കരിക്കാൻ എന്നെ കിട്ടില്ല. അപ്പോഴാ മുഅദ്ദിൻ സാഹിബും പറയുന്നത്, ഞാൻ ഇവന്റെ ജനാസ നിസ്കാരത്തിലില്ല. ചെറുപ്പക്കാരാ, എപ്പോഴാണ് പടച്ചവന്റെ ഖലാ വരുന്നതെന്നറിയില്ല. എപ്പോഴാണ് അല്ലാഹുവിന്റെ വിധി വരുന്നതെന്നറിയില്ല. മരിച്ചതും ജനിച്ച മർത്യരൊക്കെയും വിതർക്കമിന്നൊരുത്തരും പറഞ്ഞിടാത്ത സത്യമാണെങ്കിലും മരിച്ചതിന്റെ പിമ്പു മറ്റൊരന്തമത്തെ
ജീവിതം വരിച്ചിടേണ്ടതാണ് മർത്യനുള്ള മേന്മയോർവനി ചിരിച്ചിടേണ്ട വാസ്തവം ധരിച്ചിടേണ്ട ദോഷിയെ മുരച്ചുമാം ഹസിച്ചിടേണ്ട സംശയിച്ചിടേണ്ട നീ. ഇതൊക്കെ കേൾക്കുമ്പോ അത് അവിടെയല്ലേ, അത് മറ്റടുത്തല്ലേ, അത് ഇന്നടുത്തല്ലേ, ഞാനല്ലല്ലോ എന്ന് ഓരോരുത്തരും കണക്ക് കൂട്ടുകയാണ്. എന്റെ ഈ പ്രഭാഷണം ശ്രവിക്കുന്ന ആളുകളെ, നാളെ ആരാണ് ഈ കൂട്ടത്തിൽ നിന്ന് മരണപ്പെടുന്നതെന്ന് പറയാൻ ആർക്കും അറിയില്ല. എനിക്ക് പറയാൻ പറ്റൂല എന്റെ ആയുസ് നാളെയുണ്ടെന്ന്. ഒരുപക്ഷേ എന്റെ വയലിന്റെ മജ്‌ലിസിലിരിക്കുന്ന മുഅ്മിനീങ്ങളിൽ നാളെ മരണപ്പെടുന്ന ഒരാളുണ്ടാകാം. അല്ലാഹുവേ, ഞങ്ങൾക്ക് ആഫിയത്ത് നൽകണേ തമ്പുരാനെ, ദീർഘായുസ് നൽകണേ തമ്പുരാനെ. ഞങ്ങളെ പെട്ടെന്ന് മരിപ്പിച്ചിട്ട് ഞങ്ങളെ മക്കളെ യതീമുകളാക്കല്ലേ അല്ലാ. ഞങ്ങളുടെ ചെറുപ്പക്കാരികളായ ഭാര്യമാരെ വിധവകളാക്കല്ലേ അല്ലാ. നിന്റെ ഇഷ്ടദാസന്മാരായ ആളുകൾക്ക് മരണം പെട്ടെന്നുള്ള മരണം നല്ലതാ. ബന്ധങ്ങളും ബന്ധനങ്ങളും കടങ്ങളും കടമകളും കടപ്പാടുകളുമുള്ള ഞങ്ങൾക്ക് പെട്ടെന്നുള്ള മരണം റബ്ബേ അത് അപകടമാണ്. ഞങ്ങൾക്ക് നീ നിന്റെ ത്വഅത്തിലായി തൃപ്തിയിലായി ആഫിയത്തും ദീർഘായുസ്സും നൽകണേ തമ്പുരാനേ. എല്ലാവരും പോകേണ്ടവരാണ്. പടുക്കളെന്ന് പേരെടുത്ത പൂർവിക പ്രമാണികൾ കൊടുക്കമെന്നു സംഭവിച്ചു കേട്ടു കേൾവിയില്ലയോ. പടുക്കളെന്ന് പേരെടുത്ത പൂർവിക പ്രമാണികൾ കൊടുക്കമെന്നു സംഭവിച്ചു കേട്ടു കേൾവിയില്ലയോ. പഠിച്ച വിദ്യയൊന്നുമേ ഫലപ്പെടാതെ ദേഹിയെ വെടിഞ്ഞു പഞ്ചഭൂതമായി പിരിഞ്ഞു പോയി ജഡം ക്രമാൽ. നമ്മൾ ഒരു വിദ്യയും പഠിച്ചിട്ട് കാര്യമില്ല, ഏത് നിലയിലെത്തിയിട്ടും കാര്യമില്ല, ഏത് തസ്തികയിൽ നമ്മളായിട്ടും കാര്യമില്ല. മരിച്ചു പോകേണ്ടത് തന്നെയാണ്. ഒരു അമേരിക്കൻ പ്രസിഡന്റായിരുന്നു ജോൺ എഫ് കെന്നഡി. അയാൾ ലോകത്തോടൊരു സ്റ്റേറ്റ്മെന്റ് നടത്തി, ഞാൻ മരിക്കൂല എന്ന് പറഞ്ഞു. കാരണം അന്ന് ശാസ്ത്രലോകം യുവത്വ ഹോർമോണിന്റെ കണ്ടുപിടുത്തവുമായി ബന്ധപ്പെട്ട് വലിയ എക്സ്പെരിമെന്റുകളും ഒബ്സർവേഷൻസുകളും നടത്തിക്കൊണ്ടിരുന്ന സമയമാണ്. യുവത്വ ഹോർമോൺ എന്ന് പറഞ്ഞാൽ, യുവത്വ ഹോർമോൺ ഒരാളിൽ ഇഞ്ചക്ട് ചെയ്താൽ അയാൾ എന്നെന്നും യുവാവായി തന്നെ ഇരിക്കുന്ന പരിപാടിയാണ്. അങ്ങനെ യുവത്വ ഹോർമോണിന്റെ കണ്ടുപിടുത്തം നടന്നുകൊണ്ടിരുന്ന സമയത്ത് അന്ന് അമേരിക്കയുടെ പ്രസിഡന്റ് ആയിരുന്ന ജോൺ എഫ് കെന്നഡി പറഞ്ഞു, ഞാൻ മരിക്കൂല. സഹോദരങ്ങളെ, ഈ പ്രഭാഷണം നടത്തി 24 മണിക്കൂറുകൾ വിത്തിൻ 24 hours കഴിയുന്നതിന് മുമ്പേ അമേരിക്കക്കാരനായ ജോൺ എഫ് കെന്നഡി എന്ന പ്രസിഡന്റ് വെടിയേറ്റ് മരിക്കുകയാണ്. അത് ലോകത്ത് അമേരിക്കയുടെ പ്രസിഡന്റ് ആയാലും ശരി, ലോകത്തെ മന്ത്രിയായാലും MLA ആയാലും MP ആയാലും, വലൗ കുന്തും ഫീ ബുറൂജിൻ മുശയ്യദാ വലൗ കുന്തും ഫീ ബുറൂജിൻ മുശയ്യദാ. ഏത് കോട്ടവത്തളങ്ങളുടെ അമരക്കാരനായി അകത്തളങ്ങളിൽ വിചാരിച്ചിരുന്നാലും സമസ്തനായ സീസറും പ്രശസ്തനായ ഹോമറും സമത്വമറ്റ സോളമൻ തുടങ്ങിയുള്ള വിജ്ഞരും അമർന്നു പോയി കാലചക്ര വിപ്ലവത്തിനെങ്കിൽ നമുക്ക് പിന്നെ എന്തു ശങ്ക മാറ്റമൊന്നുമില്ലതേ. അഡോൾഫ് ഹിറ്റ്ലർ എവിടെ പോയി? ബെനിറ്റോ മുസോളിനി എവിടെ പോയി? നെപ്പോളിയൻ ബോണപ്പാർട്ട് എവിടെ പോയി? ലോകമടക്കി ഭരിച്ച ഫറോവമാരെവിടെ? ഞാനാണ് റബ്ബെന്ന് പ്രഖ്യാപിച്ച ഏറ്റവും വലിയ അഹങ്കാരിയും ധിക്കാരിയുമായിരുന്ന ഫറോവമാരെവിടെ പോയി? നമ്രൂദുമാരെവിടെ പോയി? അതാ സഹോദരങ്ങളെ, ഫാറൂഖ്മാരെവിടെ പോയി? ഒരുത്തനെയും കാണാനില്ല. അവന്മാർക്ക് സാമ്രാജ്യങ്ങൾ ഉണ്ടായിരുന്നു, സിംഹാസനങ്ങൾ ഉണ്ടായിരുന്നു, കൊട്ടാരമുണ്ടായിരുന്നു, വലിയ മിലിറ്ററി ഉണ്ടായിരുന്നു, പട്ടാളം ഉണ്ടായിരുന്നു.
അവരുടെ പട്ടാളത്തിന് അവരെ രക്ഷപ്പെടുത്താൻ പറ്റിയില്ല, അവരുടെ മിലിറ്ററികൾക്ക് അവരെ സേഫാക്കാൻ പറ്റിയില്ല, അവരുടെ കൊട്ടാരത്തിലോ അവരുടെ സൈനികാധിപത്യങ്ങൾക്കോ അവരുടെ സെറ്റപ്പുകൾക്കോ അവരെ രക്ഷപ്പെടുത്താൻ പറ്റിയില്ല. ഫറോവ മരിച്ചുപോയേ, ഖാറൂൻ ചത്തുപോയേ, നമ്രൂദ് കൊലചെയ്യപ്പെട്ടുപോയേ, സഹോദരങ്ങളെ ഹിറ്റ്ലർമാര് മരണപ്പെട്ടുപോയേ. ലോകത്ത് കടന്നു വന്ന മുഴുവൻ വമ്പന്മാരെയും അവരൊക്കെ എവിടെ പോയി? All human things are subject to decay and one factor someone's monitors must obey. അധികാരത്തിന്റെ ഗിരിശൃംഗങ്ങളിൽ ചക്രവർത്തിമാരായി വിരാജിച്ചിരുന്ന വമ്പന്മാരൊക്കെ എവിടെ പോയി? മണ്ണിലേക്ക് ആഴ്ന്നു പോയി. ഈ മണ്ണിനോട് ചോദിക്കേ, നമ്മളൊക്കെ അഹങ്കാരികൾ, ചില ചെറുപ്പക്കാരൊക്കെ നടക്കുന്ന കണ്ടാ തന്നെ സിസ്ബാക്കും പുഷ്ബാക്കും മസിൽ പവറും ഞാനാ ആനയാ ചേനയാന്നും പറഞ്ഞ് നടക്കുന്നതൊക്കെ കണ്ട ഭൂമി അവനോട് പറയുകയാണ്, മൗത്ത് തജ്ദീദ് നിലാഖ് ജിന്ദഗി കാ നാം ഹേ, ഖൗഫ് കെ പർദേ മേ ബേദാരി കാ യേ പ്രോഗ്രാം ഹേ. അഹങ്കരിക്കണ്ട, ധിക്കരിക്കണ്ട, ധിക്കാരിയായി നടക്കണ്ട. നിന്റെ മസിലും നിന്റെ പണവും നിന്റെ പത്വാസും എന്റെ മാരണത്തിലേക്ക് ചവിട്ടി പാഴ്ത്തപ്പെടും എന്നോരോ ഭൂമിയും ഓരോ നടന്നു പോകുന്ന മനുഷ്യനോടും വിളിച്ചു പറയുകയാണെന്ന് പഠിപ്പിച്ചു. സഹോദരങ്ങളെ, നമ്മൾ ആലോചിച്ചു നോക്ക്, ഒരുത്തന് കുറച്ച് പൈസ ഉണ്ടായാൽ പിന്നെ അവൻ ഭൂമിയിലും അല്ല ആകാശത്തും അല്ല. കുറച്ച് മസിൽ വന്നാ പിന്നെ ആരാടാ? ഞാനാടാ. അവൻ പിന്നെ എന്ത് തോന്നിവാസം കാണിക്കും. കുറച്ച് പൊളിറ്റിക്കൽ ലീഡറായി കുറച്ച് ഹാൻഡ് വന്നാൽ പിന്നെ അവന് സാധാരണക്കാരനെ വേണ്ട. ഏത് DGP ആയാലും, ഏത് IG ആയാലും, ഏത് മന്ത്രിയായാലും, ചീഫ് മിനിസ്റ്റർ ആയാലും, പ്രൈം മിനിസ്റ്റർ ആയാലും, യുണൈറ്റഡ് നാഷണൽ ഓർഗനൈസേഷന്റെ ബാൻ കി മൂൺ ആയാലും, അല്ലാഹുവിന്റെ വിളിക്കുത്തരം ചെയ്ത് ആത്മാവ് യാത്ര പറഞ്ഞു പോകുന്നൊരു ദിനം വരാറുണ്ട് സഹോദരന്മാരെ. എത്ര ആളുകൾ ഇതിനെപ്പറ്റി സീരിയസ് ആയിട്ട് ചിന്തിക്കുമെന്ന് എനിക്കറിയില്ല. എത്ര ആളുകൾ ശരീരത്തിൽ നിന്നും ആത്മാവ് വേർപെട്ടു പോകുന്ന ആ ക്രിയയ്ക്കാണ് മരണം എന്ന് പറയുന്നത്. മരണം അത് സംഭവിക്കുക തന്നെ ചെയ്യും, ഇന്നല്ലെങ്കിൽ നാളെ എല്ലാം. പിന്നെ നിങ്ങളെ ഒരുപാട് സ്നേഹിക്കുന്നു എന്ന് പറയുന്ന ഭാര്യ ഉണ്ടല്ലോ, ആ ഭാര്യ മറ്റൊരു ഭർത്താവിനെ തേടി പോകുകയാണ്. തഴവ ഉസ്താദ് പറഞ്ഞതുപോലെ, കെട്ടിപ്പിടിച്ചവൾ ചുംബനം തന്നില്ലേ, അവരണ്യമിത്തയിൽ പെട്ടതത്ഭുതമല്ലേ. നിങ്ങളുടെ നാട്ടിലെടുത്തതാ ഒരു ചെറുപ്പക്കാരൻ, അല്ലാഹുവേ അവന്റെ ഖബർ സ്വർഗമാക്കി കൊടുക്കണേ തമ്പുരാനെ. യഹ്യാ ഖാൻ എന്നാണ് അവന്റെ പേര്. നല്ല കോടീശ്വരനാണ്, പക്ഷേ പാവങ്ങളെ സഹായിക്കുന്നയാളാണ്, ആലിമീങ്ങളെ ബഹുമാനിക്കുന്നയാളാണ്, ദീനിന് വലിയ കൂറുള്ളയാളാണ്, നിസ്കാരമുള്ളയാളാണ്, കള്ളു കുടിക്കാത്തയാളാണ്. അവന്റെ കാർ ഇങ്ങനെ കഴുകി ക്ലീൻ ആക്കിയിട്ടിട്ട് കാർ പോർച്ചിൽ നിന്ന് വൈഫിനോട് പറഞ്ഞു, ജസ്റ്റ് ഒന്ന് റിവേഴ്സ് എടുത്തിടാൻ. ചെറിയ കുട്ടിയെ കയ്യിൽ പിടിച്ചിട്ട് അയാള് കാറിന്റെ മുന്നിൽ നിൽക്കുകയാണ്. സഹോദരങ്ങളെ, ഭാര്യ അവള് ഡ്രൈവിംഗ് പഠിച്ചുകൊണ്ടിരുന്നതേ ഉള്ളൂ, പഠിച്ചു പൂർത്തിയായിട്ടില്ലായിരുന്നു. വാഹനം കഴുകി ക്ലീനാക്കിയിട്ട് ചെറിയ കുഞ്ഞിനെ ഒക്കത്തെടുത്ത് വെച്ചിട്ട് ഭാര്യ വണ്ടി റിവേഴ്സ് ബാക്കിലേക്ക് ഇങ്ങനെ എടുക്കുന്നത് കാണാൻ വേണ്ടി ഇയാള് ഫ്രണ്ടിലങ്ങ് നിൽക്കുകയാണ്. അന്നേരം അവൻ അറിയുന്നില്ല, അസ്റായീൽ അലൈഹിസ്സലാത്തു വസ്സലാം തന്റെ ആത്മാവിനെ പിടിക്കാൻ തന്റെ ഭാര്യയുടെ കൂടെ ഉണ്ട്, തന്റെ കുഞ്ഞിന്റെ കൂടെ ഉണ്ട്, തന്നോടൊപ്പം ഇതാ ചേർന്നു വന്ന് നിന്നിട്ടുണ്ട്. അവൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. സഹോദരങ്ങളെ, സംഭവിച്ചതെന്താണെന്നറിയുമോ? ഭാര്യ വണ്ടി സ്റ്റാർട്ടാക്കിയിട്ട് റിവേഴ്സ് ഗിയർ അല്ല, ഫസ്റ്റ് ഗിയറാണ് ഇട്ടിട്ടവൾ ആക്സിലേറ്റർ കൊടുത്തു. അവള് സാധാരണ റിവേഴ്സ് ഗിയർ ഇട്ടിട്ട് ആക്സിലേറ്റർ കൊടുക്കേണ്ടതിന് പകരം ഫസ്റ്റ് ഗിയർ ഇട്ടിട്ട് ആക്സിലേറ്റർ കൊടുത്തപ്പോൾ
ആ പ്രിയപ്പെട്ട സഹോദരന്റെ നേരെ ശരീരത്തിലൂടെ ആ വാഹനം ഫാസ്റ്റായി പിടിച്ച് കയറിയിറങ്ങുകയാണ്. അവന്റെ കയ്യിൽ നിന്ന് ഇടിയുടെ ആഘാതത്തിൽ ചെറിയ കുഞ്ഞ് തെറിച്ചു ദൂരേക്ക് വീഴുകയാണ്. ആ കുഞ്ഞിന്റെ അജലിന്റെ സമയമെത്തിയില്ല. പക്ഷേ ആ ഭർത്താവിന്റെ അജലിന്റെ സമയമെത്തിപ്പോയി. അവള് ചെറുപ്പക്കാരിയായ പെണ്ണാണ്. ഒരു ചെറിയ കുഞ്ഞുമോള് മാത്രമാണുള്ളത്. അല്ലാഹുവേ, യഹ്യാഖാന്റെ ഖബർ നീ സ്വർഗ്ഗമാക്കണേ തമ്പുരാനെ. വലിയ കോടീശ്വരനായിരുന്നെങ്കിലും ദീനീ സ്നേഹിയായിരുന്നു. അല്ലാഹുവിനെ ഓർമ്മിച്ച് ജീവിച്ചിരുന്നയാളായിരുന്നു. ഒരിക്കലും ചിന്തിച്ചിട്ടില്ല. നിങ്ങൾ ആരെങ്കിലും പ്രതീക്ഷിക്കുന്നോ അങ്ങനെ ഒരു ഡിസാസ്റ്റർ, അങ്ങനെ ഒരു ആക്സിഡന്റ്, അങ്ങനെ ഒരു ദുരന്തം? ഇല്ല, നമ്മൾ ആരും. കാരണം അവള് ഫസ്റ്റ് ഗിയറാണ് ഇട്ടത്, റിവേഴ്സ് ഇടേണ്ടതിന് പകരം. അല്ലാഹു കാത്ത് രക്ഷിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, ഇതുപോലെ എത്രയെത്ര സംഭവങ്ങളാണ്, അത് പറഞ്ഞാൽ തീരില്ല. മനുഷ്യന്റെ ജീവിതത്തിൽ വെറുപ്പുള്ള രണ്ട് കാര്യങ്ങളാണ്. ഒന്നാമത്തെ കാര്യമേതാണ്? ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇത്നതാനി യക്റഹുമാ. രണ്ട് കാര്യങ്ങൾക്ക് മനുഷ്യന് വല്ലാത്ത വെറുപ്പാണ്. മനുഷ്യൻ രണ്ട് കാര്യങ്ങളോട് വല്ലാത്ത വെറുപ്പാണെന്ന് പറഞ്ഞു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒന്നേതാണ്? അൽ മൗത്ത്. അൽ മൗത്ത്, മരണം. അത് മനുഷ്യന് വല്ലാത്ത വെറുപ്പുള്ള സംഭവമാണ്, അത് ഇഷ്ടമല്ല. വൽ മൗതു ഖൈറും മിനൽ ഫിത്ന. എന്നാൽ നിനക്ക് നാശമുണ്ടാകുന്നതിനേക്കാൾ ഖൈറു മരണമാണെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്. ചിലപ്പോ നമ്മൾ ചില ആളുകളൊക്കെ പെട്ടെന്ന് മരണപ്പെട്ടു പോകുമ്പോ നമ്മൾ വിചാരിക്കും, അല്ലോ അവനങ്ങ് മരിച്ചുപോയല്ലോ എന്ന്. അല്ലാഹുവാണ് ഏറ്റവും വലിയവൻ. അല്ലാഹുവിനറിയുന്നത് പോലെ നമുക്കറിയില്ല. ഒരു പക്ഷേ ഇന്നവൻ മരണപ്പെട്ടത് മുസ്ലിമായിട്ടാണ്, ഇനി നാളെ അവൻ ഒരു പക്ഷേ ജീവിച്ചിരിക്കുന്നെങ്കിൽ മരിക്കുന്നത് മുഅ്മിനായിട്ടായിരിക്കില്ല. ഒരു പക്ഷേ സൂഉൽ ഖാത്തിമത്തായിരിക്കാം, അത് നമുക്കറിയില്ല. അതുകൊണ്ട് ഹബീബ് പറയുന്നു, വൽ മൗതു ഖൈറും മിനൽ ഫിത്ന. നാശമടയുന്നതിനേക്കാൾ നല്ലത് മരണം തന്നെയാണ്. പിന്നെ രണ്ടാമത് വെറുപ്പുള്ള കാര്യമേതാണ്? ധനം ചുരുങ്ങിപ്പോകുക എന്ന് പറഞ്ഞാൽ മനുഷ്യന് വല്ലാത്ത വെറുപ്പാണ്. ഒരേക്കർ വസ്തു വാങ്ങിയവൻ ചിന്തിക്കുന്നത് അടുത്ത 2 ഏക്കർ എങ്ങനെ വാങ്ങാമെന്നാണ്. ഒരു കട സ്റ്റാർട്ട് ചെയ്തവൻ ആലോചിക്കുന്നത് അടുത്ത 3 കട എങ്ങനെ ഓപ്പൺ ആക്കാമെന്നാണ്. സഹോദരങ്ങളെ, ഹബീബ് പറയുകയാണ്, പണം കുറച്ചേ ഉള്ളെങ്കിൽ നാളെ പടച്ചവന്റെ അടുക്കൽ വിചാരണ വളരെ കുറച്ചു മാത്രമേ ഉണ്ടാകൂ. അതുകൊണ്ട് പണം കുറവാകുക എന്നത് പറഞ്ഞാൽ അത് നമ്മൾ കുറവായിട്ട് കാണണ്ട, വെറുപ്പായിട്ട് കാണണ്ട. അല്ലാഹു നമ്മൾക്ക് നല്ല കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള തൗഫീഖ് നസീബാക്കി തരുമാറാകട്ടെ. സഹോദരങ്ങളെ, അതുകൊണ്ട് നമ്മൾ ഇന്നല്ലെങ്കിൽ നാളെ മരിക്കും. പക്ഷേ മരിക്കുമ്പോൾ നന്നായിട്ട് മരിക്കണം, നന്നായിട്ട് മരിക്കണം. ഇമാം ബുഖാരിയുടെ ഉസ്താദാണ്, ഇമാം നസായിയുടെ ഉസ്താദാണ്, ഇമാം തുർമുദിയുടെ ഉസ്താദാണ്, ഇമാം ഇബ്നു മാജയുടെ ഉസ്താദാണ്, ഇമാം മുസ്ലിം നൈസാബൂരി തങ്ങളുടെ ഉസ്താദാണ് റിബഈ ബിൻ ഹിറാസ് ബിൻ ജഹ്സ് അൽ അബസി റഹിമഹുല്ലാഹ്. ആരാണ്? സ്വഹാബിയുടെ മുഴുവൻ ഉലമാക്കളുടെയും ഉസ്താദാണ് റിബഈ ബിൻ ഹിറാസ്. ഇമാം നവവി റളിയല്ലാഹു അൻഹു അദാ സ്വഹീഹ് മുസ്ലിം എന്ന് പറയുന്ന വിശ്വവിഖ്യാതമായ ഹദീസ് ഗ്രന്ഥത്തിന് ഒരു ശറഹ് എഴുതിയിട്ടുണ്ട്, വ്യാഖ്യാനം എഴുതിയിട്ടുണ്ട്. അതിന്റെ പേര് ശറഹ് മുസ്ലിം എന്നാണ്. ആ ശറഹ് മുസ്ലിമിന്റെ ഇൻട്രൊഡക്ഷനിൽ, അതിന്റെ മുഖദ്ദിമയിൽ മഹാനായ ഇമാം നവവി റളിയല്ലാഹു അൻഹു കുറെ പ്രബലരായ
റിപ്പോർട്ടേഴ്സ് റാവിമാരെ പരാമർശിക്കുന്നുണ്ട്, മുഹദ്ദിസുകളെ പരാമർശിക്കുന്നുണ്ട്. അതിൽ പ്രധാനിയായി എണ്ണുന്ന മുഹദ്ദിസാണ്, റാവിയാണ് ഇമാം റബീഇ ഇബ്നു ഹിറാസ്. റബീഇ ഇബ്നു ഹിറാസ് നിങ്ങൾ ആരാണ് സഹോദരങ്ങളെ? എന്നെപ്പോലെ നിങ്ങളെപ്പോലെ ജീവിതത്തിൽ അവിടുന്ന് ചിരിച്ചിട്ടില്ല. ഇമാം നബവി റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തുകയാണ്, വറബീഇ താബിഇയ്യുൻ കബീറുൻ ജലീലുൻ ലം യക്ദിബ ഖത്ത് വഖലഫ അന്നഹു ലാ യദ്ഹകു ഹത്താ യഅലമു ഐന മസീറുഹു ഫമാ ലഹിഖ ഇല്ലാ ബഅദ മൗതിഹി. ഇമാം റബീഇ ഇബ്നു ഹിറാസ് നിങ്ങൾ ആരാണ്? ജീവിതത്തിൽ ചെറുപ്പക്കാരെ നിങ്ങൾ ചിരിക്കാൻ വേണ്ടി കോമഡി കാണുന്നവരാണ്, ചിരിക്കാൻ വേണ്ടി സിനിമ കാണുന്നവരാണ്, ചിരിക്കാൻ വേണ്ടി പെങ്ങളെ നിങ്ങൾ സീരിയൽ കാണുന്നവരാണ്. എന്നാൽ റബീഇ ഇബ്നു ഹിറാസ് നിങ്ങൾ എന്നെപ്പോലെ നിങ്ങളെപ്പോലെ പൊട്ടി പൊട്ടി കുലുങ്ങി കുലുങ്ങി ആർത്തട്ടഹസിച്ച് ചിരിച്ചവരല്ല. എന്നാൽ അവിടുന്ന് മരണപ്പെട്ടു പോയി. സുബ്ഹാനല്ലാഹ്. റബീഇ ഇബ്നു ഹിറാസ് തങ്ങളുടെ ജനാസ ചിരിച്ചു കിടക്കുകയാണ്. റബീഇ ഇബ്നു ഹിറാസ് തങ്ങളുടെ ജനാസ പാൽനിലാവ് പോലെ റോസാഫലങ്ങൾ വിടർന്ന പോലെ പാൽ പുഞ്ചിരി തൂങ്ങിക്കിടക്കുകയാണ്. ജനങ്ങൾക്ക് ജനാസ എടുക്കാൻ മനസ്സ് വരുന്നില്ല, ജനങ്ങൾക്ക് ജനാസ എടുക്കാൻ തോന്നുന്നില്ല. കാരണം പുഞ്ചിരി തൂങ്ങിയിട്ട് പ്രകാശമുള്ള മുഖവുമായി ഹിറാസിതങ്ങളങ്ങ് കടക്കുകയാണ്. സഹോദരങ്ങളെ, ലക്ഷക്കണക്കിന് ആളുകളാണ് ജനാസ കാണാൻ വന്നത്. അവർക്ക് ജനാസ എടുക്കാൻ മനസ്സ് വരുന്നില്ല. കാരണം എന്നെപ്പോലെ നിങ്ങളെപ്പോലെ ജീവിതത്തിൽ ആർത്തട്ടഹസിച്ചു പൊട്ടിച്ചിരിക്കാത്ത, പടച്ചവനെ പേടിച്ച് ജീവിച്ച റബീഇ ഇബ്നു ഹിറാസ് തങ്ങൾ അവിടുന്ന് മരണപ്പെട്ട് കിടന്നപ്പോൾ അവിടുത്തെ അണപ്പല്ലുകൾ കാണുന്ന രീതിയിൽ പുഞ്ചിരി തൂകി ഇങ്ങനെ കിടക്കുകയാണ്. പ്രകാശപൂരിതമായ മുഖകമലമാണ്. ജനങ്ങൾക്ക് കണ്ടിട്ടും കണ്ടിട്ടും കൊതി തീർന്നില്ല. ജനങ്ങൾക്ക് ജനാസ എടുക്കാൻ മനസ്സ് വരുന്നില്ല. അന്നേരത്തെ ജനാസ എടുക്കാനെങ്കിൽ ലേറ്റായപ്പോൾ ഒരശരീരി കേൾക്കുകയാണ്, ജനങ്ങളെ ജനങ്ങളെ തത്തിമോനേ തത്തിമോനേ ഇന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യംറുനി ഫീ ഖബ്രി. എന്ന പ്രവാചക പ്രവീണർ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്നെ ഖബറിൽ കാത്തിരിക്കുകയാണ്. അതുകൊണ്ട് വേഗം വേഗം എന്റെ ജനാസ എടുക്കുകയും എന്ന ശരീരി കേൾക്കുകയാണ്. കാരണം മുഴുവൻ 6 ഹദീസിന്റെ പണ്ഡിതന്മാർ പുന്നാര നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസിന് ഖിദ്മത്തെടുത്ത ഇമാം ബുഖാരി അടക്കം, ഇമാം മുസ്ലിം അടക്കം, ഇമാം തുർമുദി അടക്കം, ഇമാം ഇബ്നു മാജ അടക്കം, ഇമാം നസായി അടക്കമുള്ള 6ഓളം വരുന്ന ഹദീസ് പണ്ഡിതന്മാരുടെ മുഹദ്ദിസീങ്ങളുടെ ഉസ്താദാണ് റബീഇ ഇബ്നു ഹിറാസ് ഇബ്നു ജഹ്ശിൽ അബ്സി റഹിമഹുല്ലാഹ്. അങ്ങനെ മരിക്കുമ്പോൾ ചിരിച്ചിട്ട് മരിക്കാൻ കഴിയണം. ഒരു മുഅ്മിനായ മനുഷ്യന്റെ ഏറ്റവും വലിയ ആഗ്രഹം ഏതാണ്? മുതലാളിയാകാനല്ല, ബെൻസ് കാറിൽ പോകാനല്ല, ഗൾഫിൽ പോകാനല്ല. പിന്നെയോ സഹോദരങ്ങളെ, ഒരു മുഅ്മിനായ മനുഷ്യൻ അവന്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ പ്രാർത്ഥിക്കേണ്ടത്, ഒരു മുഅ്മിനായ മനുഷ്യൻ അവന്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കേണ്ടത്, ഒരു മുഅ്മിനായ മനുഷ്യൻ അവന്റെ ജീവിതത്തിൽ പടച്ചവന്റെ ദർബാറിലേക്ക് കരങ്ങളുയർത്തി കണ്ണീര് വാർത്ത് പൊട്ടി പൊട്ടി നിലവിളിച്ച് കരഞ്ഞുകൊണ്ട് പടച്ചവനോട് തേടേണ്ടത്, അല്ലാഹുമ്മ ജഅൽ ആഖിറ കലാമി ഇൻദൽ മൗതി ഖൗല ലാ ഇലാഹ ഇല്ലല്ലാഹ്. അല്ലാഹുമ്മ ജഅൽ ആഖിറ കലാമി ഖൗല ലാ ഇലാഹ ഇല്ലല്ലാഹ്. പടച്ചവനേ,
എന്റെ അവസാനത്തെ വാചകം ലാ ഇലാഹ ഇല്ലല്ലാഹ്. എനിക്ക് മരിക്കുമ്പോൾ കലിമ പറഞ്ഞു മരിക്കണം. എന്റെ ആഖിബത്ത് നന്നാകണം. ഞാൻ ഇങ്ങോട്ട് വരുന്ന വഴി കരുനാഗപ്പള്ളിക്കാരനായ അകത്തൂട് എന്ന് പറയുന്ന ഖത്തറിൽ വെച്ച് പരിചയപ്പെട്ട ഒരു സാധുവായ നല്ല സഹോദരൻ എന്റെ ഫോൺ വിളിച്ചു. അദ്ദേഹം കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ട് അവസാനം എന്നോട് പറയുകയാണ്, ഉസ്താദേ, ആഖിബത്ത് നന്നായി മരിക്കാൻ വേണ്ടി ദുആക്കണം. അതാണല്ലോ ഏറ്റവും വലുത്. ഒരു സാധാരണക്കാരനാണ് അദ്ദേഹം. അത് പറയുമ്പോൾ അദ്ദേഹത്തിന്റെ തൊണ്ട ഇടറുകയാണ്. സഹോദരങ്ങളെ, ഇത് പറയുമ്പോൾ എന്റെ തൊണ്ട ഇടറുന്നില്ല, എന്റെ മനസ്സിന് മാറ്റമില്ല. ഇത് കേൾക്കുന്ന നിങ്ങളുടെ കൽവുകളിൽ എന്ത് മാറ്റമുണ്ടെന്ന് എനിക്കറിയില്ല. ഒരു മുഅ്മിനായ മനുഷ്യൻ അവന്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ പേടിക്കുന്നത് എന്താണ്? നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഇമാം അഹ്മദ് ബിൻ ഹംബൽ സൈബാനി. ആരാണ് ഇമാം അഹ്മദ് ബിൻ ഹംബൽ സൈബാനി? ഹംബലി മദ്ഹബിന്റെ ഇമാമാണ് സഹോദരങ്ങളെ. ഹംബലി മദ്ഹബിന്റെ ഇമാമാണ് സഹോദരങ്ങളെ. ഹംബലി ഇമാം മരിക്കാൻ വേണ്ടി കിടക്കുകയാണ്. ബാഗ്ദാദിലാണ് സംഭവം നടക്കുന്നത്. ഹംബലി ഇമാമിന്റെ സക്കറാത്തിന്റെ സമയമാണ്. അവിടുത്തെ പ്രബലരായ പ്രമുഖരായ ശിഷ്യന്മാര് മുഴുവനും ഇങ്ങനെ തടിച്ചോട് നിൽക്കുകയാണ്. അവരൊരു ശിഷ്യൻ മരണപ്പെടാൻ കിടക്കുന്ന മഹാനായ ഇമാം അഹ്മദ് ബിൻ ഹംബൽ സൈബാനി തങ്ങളുടെ ചാരത്ത് വന്നിട്ട് പറയുകയാണ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്. മരണാസന്നനായ മനുഷ്യന്റെ ചാരത്തേക്ക് ഒരു മരണാസന്നനായ മനുഷ്യൻ അദ്ദേഹത്തിന്റെ ചാരത്ത്. ഇന്നൊക്കെ മക്കളെ അവസ്ഥ എന്താ? നമ്മുടെ പിള്ളേരെ അവസ്ഥ എന്താ? വിളിക്കുന്ന ഓരോ വാപ്പാമാര് കേൾക്കാൻ വേണ്ടി പറയാ, ഉമ്മാമാര് കേൾക്കാൻ വേണ്ടി പറയാ, പൊടിയും തട്ടി ഇങ്ങനെ എഴുന്നേറ്റ് പോകാൻ വേണ്ടി പറയല്ല, ഇത് കേട്ടിട്ട് ആലോചിക്കാൻ വേണ്ടി പറയാണ്. നമ്മുടെ മക്കളെ അവസ്ഥ എന്താ? നിങ്ങൾ മരിക്കും എന്നുള്ള കാര്യം ഉറപ്പാണ്. അവിടെ ജീവിച്ചെന്നും ജീവിച്ച ഹാമിദ് യാസീൻ ഇരിക്കൂല. എന്റെ ശബ്ദം കേൾക്കുന്ന ഒരൊറ്റ മനുഷ്യനും ഇവിടെ എന്നെന്നും രാജാക്കന്മാരായും പ്രമാണിമാരായും പാവപ്പെട്ടവന്മാരായും പണക്കാരായിട്ട് ജീവിച്ചിരിക്കില്ല എന്നുള്ള കാര്യം ഉറപ്പാ. മരിക്കും. ഈ മരണാസന്നമായ സമയത്ത് നമ്മുടെ മക്കളെ അവസ്ഥ എന്താ? ഒരു വാപ്പ മരിക്കാൻ വേണ്ടി സക്കറാത്തിന്റെ ഹാലിൽ കിടക്കുകയാണെങ്കിൽ സ്വാലിഹായ മോൻ എന്തോ ചെയ്യണം? ആ വാപ്പാടെ അടുത്ത് മെല്ലെ ചെന്നിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹു, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയാൻ പറ്റിയ എത്ര മക്കളുണ്ട് നമുക്കിന്ന്? ഇന്ന് വാപ്പ ഐസൊലേഷൻ വാർഡിൽ വളരെ സീരിയസ് ആയി ക്രിട്ടിക്കൽ സ്റ്റേജിൽ അഡ്മിറ്റാണ്. സഹോദരങ്ങളെ, വാപ്പാന്റെ കൂടെ ഒരു മോനെയാ കൂട്ടിരുത്തിയത്. മോനാണെങ്കിലോ വാപ്പാടെ ബെഡിന്റെ ചാരെ വാപ്പ അവിടെ കിടന്ന് സക്കറാത്തിന്റെ വലി വലിക്കുകയാണ്. ഈ മോൻ അതൊന്നും നോക്കുന്നില്ല. വേണമെങ്കിൽ മോൻ ഇങ്ങനെ ഒരു വീഡിയോ എടുത്തിട്ട് ജ്യേഷ്ഠൻ ഗൾഫിലുണ്ട്, അവന് മെസ്സേജ് ചെയ്യും വാട്സപ്പിലൂടെ, വാപ്പ ഇതാ ക്ലീൻ ബോൾഡ് ആകാൻ പോവുകയാണ്, വാപ്പ ഇവിടെ അവസാനത്തെ രംഗങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ജ്യേഷ്ഠ ഇത് ലൈവായിട്ട് കണ്ട് ലൈക്ക് ചെയ്യുകയോ ഇത് ഷെയർ ചെയ്യുകയോ ചെയ്യണം, ബന്ധുക്കൾക്ക് എല്ലാവർക്കും ഷെയർ ചെയ്യണം എന്ന് പറയുന്ന ഒരു മോനായിരിക്കും നമ്മുടെ മോൻ. അതല്ലെങ്കിലോ അവന്റെ മൊബൈൽ ഫോൺ എടുത്തു വെച്ച് കുത്തി ഗെയിം കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അവൻ ലഡു കളിക്കുകയാണ്. ലഡുവോ എന്തോ സാധനം ഉണ്ട്, അവരൊരു പേര് പറയും. വാപ്പായോ? വാപ്പ നേരത്തെ സക്കറാത്തിന്റെ ഹാലിൽ ശ്വാസോച്ഛ്വാസം കിട്ടാതെ കിടന്നു പ്രയാസപ്പെടുകയാണ്.
സഹോദരങ്ങളെ, ആ സമയത്ത് നിങ്ങളുടെ കയ്യില് നിങ്ങളിപ്പോ ദുനിയാവി ആഗ്രഹിക്കുന്ന എന്താ? ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ അവൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് കുറച്ച് പണം വേണം. സ്വർണം കിട്ടിയാ കളയോ, പണം കിട്ടിയാ കളയോ, രത്നം കിട്ടിയാ കളയോ, നിധി കിട്ടിയാ കളയോ, ഒന്നും കളയില്ല. നിങ്ങൾ ഈ മരണപ്പെടാൻ കിടക്കുന്ന ശ്വാസോച്ഛ്വാസത്തിന് വേണ്ടി ചക്രശ്വാസം വലിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങളുടെ കയ്യിലേക്ക് 50,000 രൂപ കൊണ്ടുവന്ന് തന്നാലും, 5 ലക്ഷം രൂപ കൊണ്ടുവന്ന് തന്നാലും, 1 കോടി രൂപ കൊണ്ടുവന്ന് തന്നാലും, 100 പവന്റെ സ്വർണ്ണ കട്ടി കൊണ്ടുവന്ന് നിങ്ങളുടെ കയ്യിൽ ഏൽപ്പിച്ചാലും നിങ്ങൾക്കതൊന്നും വേണ്ട. എനിക്കൊന്ന് ശ്വാസോച്ഛ്വാസത്തിന് സൗകര്യം വേണം, എനിക്കൊരു ശ്വാസം എടുക്കണം, ആ ശ്വാസം പുറത്തേക്ക് വിടണം, അത് സ്വൈരമായി സ്വസ്ഥമായി എനിക്ക് ശ്വാസോച്ഛ്വാസത്തിന് സാധിക്കണം. എനിക്ക് സ്വർണ്ണക്കട്ടികൾ വേണ്ട, എനിക്ക് കറൻസിയുടെ ശേഖരങ്ങൾ വേണ്ട, എനിക്ക് പണക്കെട്ടുകൾ വേണ്ട, സ്വർണ്ണ കൂമ്പാരങ്ങൾ വേണ്ട, എനിക്ക് എത്രയോ എസ്റ്റേറ്റുകളുടെ പ്രമാണങ്ങൾ എനിക്ക് വേണ്ട. എനിക്ക് വേണ്ടത് സ്വൈരമായി സ്വസ്ഥമായെന്ന് ശ്വാസോച്ഛ്വാസം ചെയ്യാനുള്ള സ്വാഭാവികമായൊരവസ്ഥയാണ്. അത് തരാമോ? അന്ന് നിങ്ങളുടെ കയ്യിൽ കോടികൾ ഉണ്ടായിട്ട് ശരിയാവൂല. ആ കോടികൾ വാരിയിറങ്ങി. ഇവിടെ എന്തൊക്കെയാ നമ്മൾ ചെയ്യാ? പണമുള്ള ആളുകള് എന്തൊക്കെ തോന്നിവാസം ചെയ്താലും പോലീസുകാരെ അറസ്റ്റ് ചെയ്യാൻ വന്നാൽ അവൻ 1 ലക്ഷം രൂപ കൊടുക്കും, അവൻ അവന്റെ കാര്യം നോക്കി പോകും, പിന്നെ അറസ്റ്റ് ചെയ്യാൻ പറ്റില്ല. വേണമെങ്കിൽ അയാൾ കാണിക്കുന്ന അക്രമങ്ങളെ ആരെങ്കിലുമൊക്കെ എതിർക്കാൻ വന്നാൽ തേർഡ് റേറ്റ് ഗുണ്ടകളെ ഇറക്കി അവന്മാർക്കും പൈസ എറിഞ്ഞിട്ട് ചോദ്യം ചെയ്യാൻ വരുന്ന ആളുകളെ അടിച്ചമർത്തി മുറുക്കുമുട്ടി ഉപയോഗിച്ച് അങ്ങനെ എന്തൊക്കെ തോന്നിവാസങ്ങളാ ചെയ്തത്. എന്നാൽ മരണമാസന്നമായ സമയത്ത് നിങ്ങളുടെ കയ്യിലുള്ള കോടികൾ, ആ കറൻസികളുടെ കെട്ടുകൾ വലിച്ചെറിഞ്ഞിട്ട് അസറായിലിനോട്, അസറായിലേ 1 കോടി രൂപ തന്നേക്കാ, 1 മാസത്തേക്ക് എന്നെ പിടിക്കണ്ട എന്ന് പറഞ്ഞ് സ്വാധീനിക്കാൻ ഏത് മുതലാളിക്കാണ് കഴിയുക? ഏത് മനുഷ്യനാണ് സാധിക്കുക? സാധ്യമല്ല. സഹോദരങ്ങളെ, അങ്ങനെ ഭീകരമായൊരവസ്ഥയാണ് മരണാസന്നമായ അവസ്ഥ. അന്നേരത്ത് നിങ്ങൾക്കുള്ള ഒരു സ്വാലിഹായ മോനുണ്ടോ? വാപ്പമാരെ, ഉമ്മമാരെ, നിങ്ങൾക്കൊരു സ്വാലിഹായ മോനുണ്ടോ? 5 നേരം നിസ്കരിക്കുന്ന, അള്ളാഹുവിനെ പേടിച്ച് ജീവിക്കുന്ന, ആലിമീങ്ങളെ സ്നേഹിക്കുന്ന, അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൽ അടിയുറച്ച് ജീവിക്കുന്ന നല്ലൊരു സ്വാലിഹത്തായ മോളുണ്ടോ നിങ്ങൾക്ക്? അള്ളാഹയെ പേടിച്ച് ജീവിക്കുന്ന ഒരു മോനുണ്ടോ നിങ്ങൾക്ക്? ആ സമയത്ത് വാപ്പാന്റെ ചാരത്ത് ചേർന്നിരുന്ന് വാപ്പാടെ കാതുകളിലും മന്ത്രിച്ചു തരും, വാപ്പാ ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഇങ്ങനെ നമുക്കൊരു മോൻ വേണം. ഇല്ലെങ്കിൽ വാപ്പമാരെ നമ്മൾ എന്തുണ്ടാക്കി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അള്ളാഹു നമുക്കതിനൊക്കെ തൗഫീഖ് തരുമാറാകട്ടെ. നമ്മളെ മക്കളെയൊക്കെ അള്ളാഹു സാലിഹീങ്ങളിൽ പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, മഹാനായ അഹ്മദ് ബിൻ ഹംബൽ സൈബാനി തങ്ങളുടെ ചാരത്ത് അവിടുത്തെ ശിഷ്യന്മാര് പോയിട്ട് ഇങ്ങനെ മെല്ലെ പറഞ്ഞു കൊടുത്തപ്പോൾ അതാ അഹ്മദ് ബിൻ ഹംബൽ സൈബാനി തങ്ങൾ പറയുകയാണ്, ലാ അഖൂലു ഹക്കദാ, ഞാനതങ്ങനെ പറയൂല. വീണ്ടും ശിഷ്യന്മാര് വലതുഭാഗത്ത് നിന്ന് ശൈഖിന്റെ ഇടതുഭാഗത്തേക്ക് വരികയാണ്. ഇടതുഭാഗത്ത് വന്ന പ്രധാനപ്പെട്ട ശിഷ്യൻ പറഞ്ഞു കൊടുത്തു, ലാ ഇലാഹ ഇല്ലല്ലാഹ്. സക്കറാത്തിന്റെ ഹാലിൽ കിടക്കുന്ന ശൈഖ് പറയുകയാണ്, ലാ അഖൂലു ഹക്കദാ, ഞാനതങ്ങനെ പറയൂല. പിന്നെയും ശിഷ്യന്മാര് വലതുഭാഗത്ത് വന്ന് ശൈഖിന്റെ കാതിൽ മന്ത്രിച്ചു കൊടുത്തു, ലാ ഇലാഹ ഇല്ലല്ലാഹ്. സഹോദരങ്ങളെ, അപ്പോഴും മുഹമ്മദ് ബിൻ ഹംബൽ നിങ്ങൾ പറയുകയാണ്, ഞാനത് പറയൂല, ഞാനത് പറയൂല. സഹോദരന്മാരെ, അവിടെ നിന്ന് മരണപ്പെട്ടു പോകുകയാണ്. ബഗ്ദാദ് മുഴുവനും കരയുകയാണ്. ലക്ഷക്കണക്കിന് പണ്ഡിതന്മാരുടെ ഉസ്താദാണ് അഹ്മദ് ബിൻ ഹംബൽ സൈബാനി. ഹംബലി മദ്ഹബിന്റെ ഇമാമാണ് അഹ്മദ് ബിൻ ഹംബൽ സൈബാനി. ലക്ഷക്കണക്കിന് ഹദീസ് മനപ്പാഠമുള്ള പണ്ഡിതനാണ്.
അഹ്മദ് ഇബ്നു ഹംബൽ ശൈബാനി ഒരു കറാഹത്ത് പോലും ചെയ്യാതെ അല്ലാഹുവിനെ പേടിച്ച് ജീവിച്ച മഹാനാണ് അഹ്മദ് ഇബ്നു ഹംബൽ ശൈബാനി. അവിടുന്ന് മരണാസന്നനായ സമയത്ത് ഷഹാദത്ത് ചൊല്ലാൻ കഴിയാതെ മരണപ്പെട്ട വിവരം അവിടുത്തെ ശിഷ്യന്മാരിലൂടെ ബാഗ്ദാദ് മുഴുക്കയും അറിയുകയാണ്. സഹോദരങ്ങളെ, ബാഗ്ദാദിൽ എത്രയോ മുഅ്മിനീങ്ങളായ ആളുകൾ ഈ വാർത്ത കേട്ടിട്ട് ബാഗ്ദാദിൽ അവരുടെ വീട്ടിന്റെ അകത്തളത്തിൽ നിന്ന് തെരുവിലേക്ക് ഇറങ്ങുകയാ, അവർ നിലവിളിക്കുകയാ. കാരണം അല്ലാഹുവിനെ പേടിച്ച് ജീവിച്ച, അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി അവിടുത്തെ ആയുസ്സും അവിടുത്തെ എല്ലാം സമർപ്പിച്ചു പോയ മഹാനായ അഹ്മദ് ഇബ്നു ഹംബൽ ശൈബാനി തങ്ങൾ അവിടുന്ന് അവസാന സമയത്ത് കലിമയല്ലാതെയാണ് മരിച്ചതെന്ന വാർത്ത ബാഗ്ദാദിൽ മുഴുവനും സ്പ്രെഡായ സമയത്ത് പല ആളുകളും ഹൃദയം പൊട്ടി മരിക്കുകയാണ്, ഹൃദയം പൊട്ടി പല ആളുകളും മരണപ്പെടുകയാണ്. ആ വാർത്ത താങ്ങാൻ അവർക്ക് കഴിഞ്ഞില്ല. പല ആളുകളും ഹൃദയാഘാതം മൂലം മരണപ്പെട്ടു പോയി. കാരണം ഇതാരാണ്? ചെറിയ ആളല്ല, ഹംബലി മദ്ഹബിന്റെ ഇമാമാണ്. സഹോദരങ്ങളെ, മൂന്നാമത്തെ ദിവസമായപ്പോൾ പ്രധാനപ്പെട്ട മുഴുവൻ ശിഷ്യന്മാരും ശൈഖിനെ സ്വപ്നം കാണുകയാണ്. അന്നേരത്തെ ശൈഖ് ഇങ്ങനെ വലിയ സ്വർണ്ണ കൊട്ടാരത്തിൽ സുവർണ സിംഹാസനത്തിൽ ഇങ്ങനെ പുഞ്ചിരി തൂകിക്കൊണ്ട് ഒരു സ്വർണ്ണ കിരീടം ധരിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. സർവവിധ പ്രൗഢിയോടും കൂടി സന്തോഷത്തോടെ ഇങ്ങനെ ഇരിക്കുകയാണ്. അന്നേരത്തെ ശിഷ്യന്മാരെ കാണുമ്പോൾ എല്ലാ ശിഷ്യന്മാരും കരയുകയാണ്. കാരണം ഞങ്ങൾക്ക് മാർഗദർശനം തന്ന, ഞങ്ങൾക്ക് ദീൻ പഠിപ്പിച്ചു തന്ന, ഞങ്ങൾക്ക് ഹബീബിന്റെ ഹദീസ് പഠിപ്പിച്ച, ഞങ്ങൾക്ക് മദ്ഹബിലേക്ക് വഴി കാണിച്ചു തന്ന ഞങ്ങളുടെ ശൈഖ് മരണപ്പെട്ട സമയത്ത് കലിമത്തു ഷഹാദ പറഞ്ഞു കൊടുത്തിട്ട് പറഞ്ഞു, ലാ അഖൂലു ഹഖദാ, ഞാൻ ആ കലിമത്തു ഷഹാദ പറയൂല എന്ന് പറഞ്ഞ് മരണപ്പെട്ടു പോയ ആളാണ്. സഹോദരങ്ങളെ, ഞാൻ ചുരുക്കി പറയട്ടെ, മഹാനവറുകൾ ശിഷ്യന്മാരോട് ചോദിക്കുകയാണ്, മക്കളെ നിങ്ങൾക്ക് ഇതെന്തു പറ്റിയടാ? നിങ്ങൾ വല്ലാത്ത വിഷമത്തിലാണല്ലോ, നിങ്ങൾ എന്തിനാണ് കരയുന്നത്? പ്രധാനപ്പെട്ട മുഴുവൻ ശിഷ്യന്മാരും ഒരേ സമയത്ത് ശൈഖിനെ സ്വപ്നം കാണുകയാണ്. എല്ലാവരും ദുഃഖിതരാണ്. ശൈഖ് അവരോട് ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് ദുഃഖിക്കുന്നത്? നിങ്ങൾ എന്തിനാണ് പ്രയാസപ്പെടുന്നത്? അന്നേരത്തെ തങ്ങളോട് അവരെല്ലാവരും ഒരേ സങ്കടം പറയുന്നു. ഞങ്ങൾ അവിടുത്തെ മരണാസന്നമായ സമയത്ത് ഞങ്ങൾ അവിടുത്തേക്ക് കലിമത്തു ഷഹാദ പറഞ്ഞു വന്നിട്ട് തങ്ങളത് ചൊല്ലാതെ മരണപ്പെട്ടല്ലോ തങ്ങളെ. അന്നേരത്തെ ഇമാം മുഹമ്മദ് ഇബ്നു ഹംബൽ ശൈബാനി അവിടുന്ന് പറയുകയാണ്, മക്കളെ നിങ്ങൾ എന്റെ വലതുഭാഗത്ത് വന്നിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞു തന്ന അതേ സമയത്ത് ഇബ്ലീസുൽ ലഈൻ കടന്നു വരികയാണ്. അവൻ എന്നോട് പറയുകയാണ്, പറയടോ, നീ പറയടോ, ആമന്തു ബിറബ്ബി മൂസാ, മൂസായുടെ റബ്ബിനെ കൊണ്ട് നീ വിശ്വസിക്ക്, മൂസായുടെ റബ്ബിനെ കൊണ്ട് നീ വിശ്വസിക്ക്, ഈസായുടെ റബ്ബിനെ കൊണ്ട് നീ വിശ്വസിക്ക്. ആമന്തു ബിറബ്ബി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറഞ്ഞു തരേണ്ടതിന് പകരം സുബ്ഹാനല്ലാഹ് അവരെന്നോട് പറഞ്ഞു തരികയാണ്, മൂസാ റബ്ബാണെന്ന് വിശ്വസിക്കണോ, ഈസാ റബ്ബാണെന്ന് വിശ്വസിക്കണോ, മുഹമ്മദ് നബി റബ്ബാണെന്ന് വിശ്വസിക്കണോ? ഞാൻ അവനോട് പറഞ്ഞു, ലാ അഖൂലു ഹഖദാ, ഞാനത് പറയില്ല. മൂസാ നബി റബ്ബാണെന്ന് വിശ്വസിക്ക്, ഈസാ നബി റബ്ബാണെന്ന് വിശ്വസിക്ക്, മുഹമ്മദ് നബി റബ്ബാണെന്ന് വിശ്വസിക്കണോ എന്ന് പറഞ്ഞു ശൈത്താൻ. ശപിക്കപ്പെട്ട ഇബ്ലീസുൽ ലഈനിന്റെ ഭാഗത്ത് വന്നു. നിങ്ങൾ വലതുഭാഗത്ത് വന്നപ്പോൾ അവനും വന്നു, നിങ്ങൾ ഇടതുഭാഗത്ത് വന്നപ്പോൾ അവൻ അവിടെയും വന്നു. അവൻ പറഞ്ഞു, ഞാൻ അന്നേരത്ത് അവനോടാണ് പറഞ്ഞത്, ലാ അഖൂലു ഹഖദാ, ഞാനത് പറയില്ല. മൂസായുടെ റബ്ബിനെ കൊണ്ടാണ് ഞാൻ വിശ്വസിച്ചത്. മൂസാ
റബ്ബാണെന്നല്ല, മൂസായുടെ റബ്ബിനെയാണ് ഞാൻ വിശ്വസിച്ചത്. ഈസാ റബ്ബാണെന്നല്ല, ഈസായുടെ റബ്ബിനെയാണ് ഞാൻ വിശ്വസിച്ചത്. മുഹമ്മദ് നബി റബ്ബാണെന്നല്ല, മുഹമ്മദ് നബിയുടെ റബ്ബിലാണ് ഞാൻ വിശ്വസിച്ചത്. അതുകൊണ്ടാണ് ഞാൻ അവനോട് പറഞ്ഞത് നീ പറഞ്ഞതുപോലെ പറയില്ല എന്ന്. ഞാൻ ഷഹാദത്ത് കലിമ ചൊല്ലി മരണപ്പെട്ടയാൾ തന്നെയാണ്. നിങ്ങൾ വിഷമിക്കാതെ മക്കളെ, പിശാച് അവൻ നമ്മുടെ അവസാന സമയത്തെ പിഴപ്പിക്കാൻ പരമാവധി പരിശ്രമിക്കുമെന്നുള്ള വലിയ മെസ്സേജാണ്. ഓ മുഅ്മിനീങ്ങളെ, നിസ്കാരം ഖളാക്കിയവരാണ് നമ്മൾ, സുബ്ഹ് ഖളാക്കിയവരാണ് നമ്മൾ. കള്ളു കുടിച്ചു പോയവരുണ്ടാകും, പെണ്ണ് പിടിച്ചു പോയവരുണ്ടാകും, പലിശയുടെ പാട് നടത്തിപ്പോയവരുണ്ടാകും, അല്ലാഹുവിനെ ധിക്കരിച്ച് ജീവിതം നയിച്ചു പോയ ആളുകളുണ്ടാകും. നമ്മളും ആഗ്രഹിക്കുന്നത് ആഖിബത്ത് നന്നായിട്ടൊന്ന് മരിക്കാനാണ്. മരിക്കുമ്പോ നല്ല ദിവസത്തിൽ മരിക്കാനാണ്. കണ്ടില്ലേ, ഒരാള് വെള്ളിയാഴ്ച എങ്ങാനും മരണപ്പെട്ടാൽ ഖാല നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം മാ മിൻ മുസ്ലിമിൻ യമൂതു യൗമൽ ജുമുഅത്തി ഔ ലൈലത്തൽ ജുമുഅത്തി ഇല്ലാ വഖാഹു അല്ലാഹു ഫിത്നത്തുൽ ഖബർ. അതാ ഒരാൾ വെള്ളിയാഴ്ചയോ വ്യാഴാഴ്ച രാത്രിയോ മരണപ്പെട്ടു പോയാൽ അവനെ അദാബുൽ ഖബറിൽ നിന്ന് അല്ലാഹു മോചിപ്പിക്കുന്നതാണ്. അവന് ഖബർ ശിക്ഷയുണ്ടാകുകയില്ലെന്ന് പറഞ്ഞു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. പോരാ, വെള്ളിയാഴ്ച ദിവസം ഒരാൾ മരണപ്പെട്ടാൽ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൻ മാത യൗമൽ ജുമുഅത്തി ഔ ലൈലത്തൽ ജുമുഅ കതബല്ലാഹു ലഹു അജ്റ ശഹീദിൻ വഖിയ ഫിത്നത്തുൽ ഖബർ. വെള്ളിയാഴ്ച പകലിലോ വെള്ളിയാഴ്ച വ്യാഴാഴ്ച രാത്രിയിലോ ആരെങ്കിലും മരണപ്പെട്ടു പോയാൽ അവനെ അല്ലാഹു ശുഹദാക്കളുടെ ലിസ്റ്റിലേക്ക് എഴുതുന്നതാണ്. അവന്റെ ഖബറിൽ അല്ലാഹു അവനെ ശിക്ഷിക്കുകയില്ല, അവനെ ശുഹദാക്കളുടെ ലിസ്റ്റിലേക്ക് അല്ലാഹു എഴുതുന്നതാണെന്ന് പറഞ്ഞു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. സഹോദരങ്ങളെ, അതുകൊണ്ട് നമ്മൾ സഹോദരങ്ങളെ, അതുകൊണ്ട് നമ്മൾ നല്ല മരണത്തിന് ആഗ്രഹിക്കണം. നല്ല മരണം കിട്ടാൻ നമ്മൾ ആഗ്രഹിക്കണം. നല്ല മരണമായാൽ അൽ ഖബറു അവ്വലു മൻസിലിൻ മിൻ മനാസിലിൽ ആഖിറ, അതാ പരലോകത്തേക്കുള്ള യാത്ര വഴികളിലെ ആദ്യത്തെ വഴിയാണ് ഖബർ. ആ ഖബറിൽ നമുക്ക് നന്നാകാം. ഖബറിൽ നന്നായാലോ നമുക്ക് പരലോകം മുഴുവനും നന്നായതാണ്. സഹോദരങ്ങളെ, നിങ്ങൾ കേട്ടിട്ടുണ്ടോ മഹാനായ സഈദ് ബിൻ ജുബൈർ റളിയല്ലാഹു അൻഹു ആരാണ്? വലിയ രക്തസാക്ഷിയാണ്. സഈദ് ബിൻ ജുബൈർ റളിയല്ലാഹു അൻഹുവിനെ ക്രൂരനായ ഹജ്ജാജ് ബിൻ യൂസുഫ് എന്ന് പറയുന്ന ധിക്കാരിയായ രാജാവ് സഈദ് ബിൻ ജുബൈർ റളിയല്ലാഹു അൻഹുവിനെ ഹാജരാക്കാൻ പറഞ്ഞു. ആരാണ് സഈദ് ബിൻ ജുബൈർ റളിയല്ലാഹു അൻഹു? അവിടുന്ന് വലിയ മഹാനാണ്. പകല് മുഴുവനും നോമ്പനുഷ്ഠിക്കുകയും രാത്രി മുഴുവനും നിന്ന് നിസ്കരിക്കുകയും ചെയ്യുന്ന മഹാനാണ് സഈദ് ബിൻ ജുബൈർ. സഈദ് ബിൻ ജുബൈർ റളിയല്ലാഹു അൻഹുവിനോട് ദൂതൻ വന്നിട്ട് പറഞ്ഞു, നിങ്ങളെ രാജാവ് വിളിക്കുകയാണ്, നിങ്ങൾ വരുമോ? രാജാവ് വിളിച്ചതല്ലേ, രാജാവിന്റെ കൽപ്പന അനുസരിക്കേണ്ടത് പ്രജയുടെ ധർമ്മമാണ്. അതാ സഈദ് ബിൻ ജുബൈർ നിങ്ങൾ ആ ദൂതനോടൊപ്പം യാത്ര ചെയ്യുകയാണ്. 2-3-4 ദിവസത്തെ വഴിദൂരമുണ്ട് യാത്രയ്ക്ക്. ഈ 2-3 ദിവസത്തെ യാത്രാമധ്യേ ദൂതനായ മനുഷ്യന് തോന്നി സഈദ് ബിൻ ജുബൈർ അദ്ദേഹത്തിന്റെ പകല് മുഴുവനും നോമ്പാണ്, രാത്രി മുഴുവനും നിസ്കാരമാണ്. യാത്രാമധ്യേ ഈ ദൂതനായ മനുഷ്യൻ സഈദ് ബിൻ ജുബൈർ തങ്ങളോട് വല്ലാത്ത ബഹുമാനം തോന്നിപ്പോയി, വല്ലാത്ത ആദരവ് തോന്നിപ്പോയി, വല്ലാത്ത മഹബത്ത് തോന്നിപ്പോയി. ആ ദൂതൻ പറഞ്ഞു, തങ്ങളെ, രാജാവ് നിങ്ങളെ എന്തിനാണ് വിളിക്കുന്നതെന്നറിയുമോ? നിങ്ങളെ കൊന്നുകളയാനാണ്. അതുകൊണ്ട് നിങ്ങൾ ഓടി എങ്ങോട്ടെങ്കിലും രക്ഷപ്പെട്ടുകൊള്ളുക. രാജാവിന്റെ സമക്ഷത്തിലേക്ക് നിങ്ങളെ കൊണ്ടുപോകാൻ എനിക്ക് സാധിക്കുന്നില്ല.
സഈദ് ബിൻ ജുബൈർ റളിയല്ലാഹു അൻഹു ആ ദൂതനോട് പറയുകയാണ്, എടാ മോനെ, നിന്റെ കയ്യിൽ നിന്ന് ഞാൻ രക്ഷപ്പെട്ടാൽ, നിന്റെ കയ്യിൽ നിന്ന് ഞാൻ രക്ഷപ്പെട്ടാൽ രാജാവ് നിന്നെ രക്ഷപ്പെടുത്തുമെന്ന് വിചാരിക്കുന്നുണ്ടോ? നിന്നെ രാജാവ് കൊന്നുകളയുമടോ, നിന്നെ രാജാവ് കൊന്നുകളയുമടോ. സഹോദരങ്ങളെ, സഈദ് ബിൻ ജുബൈർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അതുകൊണ്ട് ഞാൻ രക്ഷപ്പെടുന്നില്ല. നീ രക്ഷപ്പെടണമെങ്കിൽ ഞാൻ നിന്നോടൊപ്പം രാജാവിന്റെ കൊട്ടാരത്തിൽ വരണമെന്ന് പറഞ്ഞു. അങ്ങനെ അതാ ഹജ്ജാജ് ബിൻ മുൻദിർ എന്ന് പറയുന്ന രാജാവിന്റെ സവിധത്തിലേക്ക് എത്തിപ്പെടുകയാണ്. അതാ ഏറ്റവും വലിയ ധിക്കാരിയായ ഹജ്ജാജ് ബിൻ യൂസുഫ് എന്ന് പറയുന്ന രാജാവിന്റെ മുന്നിലേക്ക് സഈദ് ബിൻ ജുബൈർ റളിയല്ലാഹു അൻഹു എത്തിപ്പെട്ടപ്പോൾ രാജാവ് ചോദിക്കുകയാണ്, അല്ല, നിന്റെ പേരെന്താണ്? മഹാനായ സഈദ് ബിൻ ജുബൈർ തങ്ങൾ പേര് പറഞ്ഞു. രാജാവ് പിന്നീട് ചോദിച്ചു, അല്ല, നിന്റെ പേര് ശഖീബ് ബിൻ കസീർ എന്നാണ്. പരാജയപ്പെട്ടവൻ, നഷ്ടപ്പെട്ടവന്റെ മകൻ എന്നാണ്, പരാജിതൻ എന്നാണ് നിന്റെ പേര്. നിന്റെ പേര് സഈദ്, വിജയ് എന്നല്ല. നിന്റെ പേര് ശഖീബ് ബിൻ കസീർ, പരാജയപ്പെട്ടവൻ എന്നാണ്. നിന്റെ പേര് നഷ്ടപ്പെട്ടവന്റെ മകൻ എന്നാണ്. ഇത് പറഞ്ഞപ്പോൾ സഈദ് ബിൻ ജുബൈർ തങ്ങൾ രാജാവിനോട് ഹജ്ജാജ് ബിൻ യൂസുഫ് എന്ന ധിക്കാരിയായ ക്രൂരനായ ഭരണാധികാരിയോട് മുഖത്തു നോക്കി വർത്തമാനം പറയുകയാണ്, എന്റെ പേര് സഈദ് ബിൻ ജുബൈർ എന്ന് എനിക്ക് നൽകിയത് എന്റെ പ്രിയപ്പെട്ട മാതാവാണ്. ഇത് കേട്ടപ്പോൾ രാജാവ് പറയുകയാണ്, നീ പരാജയപ്പെട്ടിരിക്കുന്നു സഈദേ, നീ വിജയല്ല, നീ പരാജയപ്പെട്ടിരിക്കുകയാണ്. ഇതെന്ന് പറഞ്ഞപ്പോൾ മഹാനായ സഈദ് തങ്ങൾ പറഞ്ഞു, മറഞ്ഞ കാര്യങ്ങൾ പറയുന്നത് രാജാവല്ല, നിന്റെയും മേലെയുള്ള മാലിക്കുൽ മുലൂക്കായ രാജാവ് അല്ലാഹു റബ്ബുൽ ആലമീൻ മാത്രമേ ഞാൻ പരാജയപ്പെട്ടവനാണോ ഞാൻ ജയിച്ചവനാണോ എന്ന് മറഞ്ഞ കാര്യം പറയാൻ പറ്റൂ. രാജാവായ ഹജ്ജാജ് ബിൻ യൂസുഫിനത് പറയാൻ പറ്റൂല. അന്നേരത്തെ ഹജ്ജാജ് ബിൻ യൂസുഫ് പറഞ്ഞു, നിന്നെ ഞാൻ ഐഹികമായ ഈ ലോകത്ത് നിന്ന് നരകത്തിലേക്ക് ഇടാൻ പോവുകയാണ്. എന്നെ നരകത്തിലേക്ക് ഇടാനോ? സഹോദരാ, ഹജ്ജാജ് എന്ന് പറയുന്ന ധിക്കാരിയായ മോശക്കാരനായ രാജാവിന്റെ മുഖത്ത് നോക്കിയിട്ട് മഹാനായ സഈദ് തങ്ങൾ പറയുകയാണ്, എടോ, എന്നെ നരകത്തിലേക്ക് എറിയാനുള്ള അധികാരമെങ്ങാനും നിനക്കുണ്ടായിരുന്നെങ്കിൽ ഞാൻ നിനക്ക് വേണ്ടി നിസ്കരിച്ചേനെ, ഞാൻ നിന്നെ ആരാധിച്ചേനെ. എന്റെ റബ്ബിനെ ഞാൻ ആരാധിക്കുന്നത് എന്നെ നരകത്തിലിടാനും എന്നെ സ്വർഗത്തിലിടാനുമുള്ള അധികാരം എന്റെ റബ്ബിനുള്ള അധികാരമാണ്, അത് നിനക്കില്ല രാജാവേ എന്ന് പറഞ്ഞപ്പോൾ ഹജ്ജാജ് എന്ന രാജാവ് പറയുകയാണ്, എന്നാൽ ഞാൻ നിന്നെ ആക്രമിച്ച് ശരിപ്പെടുത്തുമെടാ, നിന്നെ ഞാൻ ഉപദ്രവിക്കുമെടാ. ഇത് കേട്ടപ്പോൾ മഹാനായ തങ്ങള് പറയുകയാണ്, നീ ഒരുപാട് ഔലിയാക്കന്മാരെ കൊന്നയാളാണ്, നീ അല്ലാഹുവിനെ വെല്ലുവിളിച്ച് ജീവിക്കുന്നയാളാണ്, നീ അത് തന്നെയാണ് ചെയ്യുക. നീ ഒരുപാട് മഹാന്മാരെ കൊന്നുകളഞ്ഞയാളാണ്. ഹജ്ജാജ് ബിൻ യൂസുഫ് എന്ന് പറയുന്ന ധിക്കാരിയായ ഭരണാധികാരി. അതുകൊണ്ടാണ് സഈദ് ബിൻ ജുബൈർ തങ്ങൾ പറയുന്നത്, നീ ഒരുപാട് അല്ലാഹുവിന്റെ ഇട്ടദാസന്മാരെ കൊന്നയാളാ, അതുകൊണ്ട് നിനക്കത് ചെയ്യാൻ പറ്റുമടോ. ഇത് പറഞ്ഞപ്പോൾ ഹജ്ജാജ് പറഞ്ഞു, നിന്നെ ഞാൻ തുണ്ടം തുണ്ടമായി മുറിച്ചു മാറ്റുമെന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ നീ തുണ്ടം തുണ്ടമായി എന്നെ മുറിച്ചു മാറ്റിയാൽ നിനക്ക് അത് കാരണമായി അല്ലാഹു നാളെ നരകം വരും ഹജ്ജാജേ, അത് കാരണമായി അല്ലാഹു എനിക്ക് സ്വർഗം നൽകും ഹജ്ജാജേ. സഹോദരങ്ങളെ, ഞാൻ ആ സംഭവം അങ്ങ് ചുരുക്കി പറയുകയാണ്. ആരാച്ചാരെവിടെ ഹജ്ജാജ് വിളിച്ചു. അതാ ദീർഘമുള്ളൊരു വലിയ കടാരയുമായിട്ട് ഹജ്ജാജിന്റെ ആരാച്ചാരി കടന്നു വരികയാണ്. സഈദ് റളിയല്ലാഹു അൻഹുവിനെ വധിക്കാൻ വേണ്ടി കൊണ്ടുപോകുകയാണ്. അന്നേരത്തെ സഈദ് റളിയല്ലാഹു
റളിയല്ലാഹു അൻഹു പുഞ്ചിരിക്കുകയാണ്. ആരാചാരി ചോദിച്ചു, അല്ല എന്തിനാണ് സഈദേ നിങ്ങൾ മരിക്കാൻ പോകുന്ന നേരത്തെ ചിരിക്കുന്നത്? അന്നേരത്തെ സഈദ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, അല്ലാഹുവിനെതിരെ നിന്റെ ധൈര്യം കണ്ടിട്ട് ഞാൻ അങ്ങ് ചിരിച്ചു പോയതാണ്. നിന്റെ ധൈര്യം അപാരമായിരിക്കുന്നു. നിന്റെ രാജാവ് പറഞ്ഞു കേട്ടിട്ട് നീ എന്നെ കൊല്ലുന്നല്ലോ, അള്ളാഹുവിനെതിരെയുള്ള നിന്റെ ധൈര്യം അത് അപാരമാണോ? അതിങ്ങനെ ആലോചിച്ച് ചിരിച്ചതാണ്. അതാ ഹജ്ജാജ് എന്ന ധിക്കാരിയായ രാജാവ് തന്റെ ആരാച്ചാരോട് പറഞ്ഞു, അവനെ മലർത്തി കിടത്തണോ, എന്നിട്ട് അവന്റെ കഴുത്തിൽ കഠാര വെച്ചങ്ങ് അറുത്തു കളയണോ. സഹോദരങ്ങളെ, അങ്ങ് മലർത്തി കിടത്തി കഴുത്തിലങ്ങ് കഠാര വെച്ചപ്പോൾ മഹാനായ സഈദ് ബിൻ ജുബൈർ റളിയല്ലാഹു അൻഹു വിശുദ്ധ ഖുർആൻ ഇങ്ങനെ പാരായണം ചെയ്യുകയാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നി വജ്ജഹ്തു വജ്ഹിയ ലില്ലദീ ഫതറസ് സമാവാതി വൽ അർള ഹനീഫാ വമാ അന മിനൽ മുശ്രികീൻ. എന്റെ പടച്ചവനെ, ഞാനിതാ എന്റെ മുഖം ആകാശഭൂമികളെ പടച്ച തമ്പുരാനെ, നിന്നിലേക്ക് ഞാനിതാ എന്റെ മുഖം തിരിച്ചു വച്ചിരിക്കുകയാണ്. ഞാൻ നിന്നെയാണ് ആരാധിക്കുന്നത്. ഞാൻ ബഹുദൈവ വിശ്വാസികളിൽ പെട്ടവനല്ല. ഞാനിതാ നിന്നിലേക്ക് എന്റെ മുഖം തിരിച്ചു വച്ചിരിക്കുകയാണ്. മലർത്തിക്കിടത്തി അറുക്കാൻ പറഞ്ഞപ്പോൾ മഹാനവറുകൾ ഈ ആശയമുള്ള ആദർശമുള്ള വിഷയമുള്ള ഖുർആനിന്റെ ആയത്ത് ഇങ്ങനെ പാരായണം ചെയ്തു. ഇത് കേട്ടപ്പോൾ ഹജ്ജാജ് ഇബ്നു യൂസുഫിന് വല്ലാത്ത ദേഷ്യമായി. ഹജ്ജാജ് പറഞ്ഞു, ചരിച്ചു കിടത്തണോ, സഈദിനെ ചരിച്ചു കിടത്താൻ പറഞ്ഞു. സഈദ് ഇബ്നു ജുബൈർ റളിയല്ലാഹു അൻഹുവിനെ ചരിച്ചു കിടത്തിയപ്പോൾ സഈദ് ഇബ്നു ജുബൈർ റളിയല്ലാഹു അൻഹു അടുത്ത ഖുർആൻ ആയത്ത് പാരായണം ചെയ്യുകയാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വലില്ലാഹിൽ മശ്രിഖു വൽ മഗ്രിബ് ഫഅയ്നമാ തുവല്ലൂ ഫതമ്മ വജ്ഹുല്ലാഹ് ഇന്നല്ലാഹ വാസിഉൻ അലീം. കിഴക്കോട്ട് തിരിഞ്ഞാലും പടിഞ്ഞാറോട്ട് തിരിഞ്ഞാലും അള്ളാഹുവിൻ്റെത് മാത്രമാണ്. എങ്ങോട്ട് തിരിഞ്ഞാലും അള്ളാഹുവാണ് എന്ന അർത്ഥം പറഞ്ഞ എന്ന ആശയമുള്ള വിശുദ്ധ ഖുർആനങ്ങ് പാരായണം ചെയ്തപ്പോൾ സഹോദരങ്ങളെ, അതാ രാജാവ് ആരാച്ചാരോട് പറയുകയാണ്, മുഖം കുത്തിക്കിടത്തണോ, സൈഡിൽ കിടത്തണ്ട, മലർത്തി കിടത്തണ്ട, മുഖം കുത്തിക്കിടത്ത്. അവൻ ഏതായത്തോന്നുമെന്ന് ഞാൻ കേൾക്കട്ടെ. അന്നേരത്തെ സഹോദരങ്ങളെ, മുഖം കുത്തി അങ്ങ് കിടത്തിയപ്പോൾ സഈദ് ഇബ്നു ജുബൈർ തങ്ങൾ പറഞ്ഞു, മിൻഹാ ഖലഖനാകും വഫീഹാ നുഈദുകും വമിൻഹാ നുഖ്രിജുകും താറത്തൻ ഉഖ്റാ. മണ്ണിൽ നിന്നാണ് നിന്നെ പടക്കപ്പെട്ടത്, മണ്ണിലേക്കാണ് നിന്നെ മടക്കപ്പെടുന്നത്, ആ മണ്ണിൽ നിന്നാണ് നാളെ നിന്നെ പുനരുദ്ധാരണം ചെയ്യപ്പെടുന്നത് എന്നർത്ഥം വരുന്ന അതാ ഹദീസിന്റെ സകലങ്ങളങ്ങ് പാരായണം ചെയ്തപ്പോൾ സഈദ് ഇബ്നു ജുബൈർ തങ്ങളോട് അടങ്ങാത്ത കലിയും ദേഷ്യവും കൊണ്ട് ഹജ്ജാജ് ഇബ്നു യൂസുഫ് എന്ന ധിക്കാരിയായ ഭരണാധികാരി മഹാനവറുകളെ അങ്ങ് കശാപ്പ് ചെയ്യുകയാണ്. മഹാനായ സഈദ് ഇബ്നു ജുബൈർ തങ്ങളുടെ ദാരുണമായ അന്ത്യത്തെ പറ്റിയുള്ള വാർത്ത ഇമാം ഹസനുൽ ബസരി തങ്ങൾ കേൾക്കാനിടയായി. ഹസനുൽ ബസരി തങ്ങൾ ആരാണ്? താബിഈങ്ങളിൽപ്പെട്ട മഹാനാണ്. 600-ലേറെ സഹാബിമാരെ കണ്ടുമുട്ടിയ ആളാണ്. സഹോദരങ്ങളെ, ഹസനുൽ ബസരി തങ്ങൾ അവിടുത്തെ കരങ്ങൾ ആകാശലോകത്തേക്ക് ഉയർത്തി ഒരൊറ്റ പ്രാർത്ഥനയാണ്, അല്ലാഹുമ്മ യാ ഖാസിമുൽ ജബ്ബാബിറത ഇഖ്സിമുൽ ഹജ്ജാജ്. പടച്ചവനേ, അക്രമികളായ ഭരണാധികാരികളെ നിലക്ക് നിർത്തുന്ന റബ്ബേ, ഹജ്ജാജിന്റെ അധികാരം നീ തെറിപ്പിക്കണേ അല്ലാഹ്. ഒരൊറ്റ ദുആ നടന്നപ്പോൾ സഹോദരങ്ങളെ, 1,00,000-ഓളം മഹാന്മാരെ കൊന്നൊടുക്കിയ ഹജ്ജാജ് ഇബ്നു യൂസുഫ് എന്ന് പറയുന്ന ധിക്കാരിയായ മോശക്കാരനായ തമ്മാടിയായ ആ ഭരണാധികാരിയതാ
അവന്റെ ഉദരത്തിൽ നിറച്ചും പുഴുക്കളായി, അവന്റെ വയറ് നിറച്ചു പുഴുക്കളാണ് പുഴുക്കൾ. ആ വലിയ മാരകമായ രോഗം പിടിപെട്ട് അവന്റെ അധികാരം തകർന്നു തരിപ്പണമായി, അവന്റെ സിംഹാസനം നഷ്ടമായി, അവന്റെ അധികാരത്തിന്റെ ചെങ്കോല് നഷ്ടപ്പെട്ടു പോയി. ഹജ്ജാജ് ഇബ്നു യൂസുഫ് എന്നേക്കുമായി നശിച്ച നാമാവശേഷമായി. സഹോദരങ്ങളെ, ഇങ്ങനെ മോശമായി മരിക്കാനല്ല. നിങ്ങളെല്ലാവരും ഒന്ന് എഴുന്നേറ്റിന്റെ അടുത്തേക്ക് വരുമോ സഹോദരങ്ങളെ? നമുക്കിന്ന് ഈ മജ്‌ലിസ് ഇവിടെ പിരിയാം. അല്ലാഹു നമുക്ക് പറഞ്ഞതും കേട്ടതുമെല്ലാം അവനെടുക്കൽ പൊരുത്തമുള്ള നല്ല സുഹൃതമായി സാധുക്കളായ നമ്മിൽ നിന്ന് കബൂലാക്കി തരുമാറാകട്ടെ. നിങ്ങളെല്ലാവരും അകലെ നിൽക്കുന്ന ചെറുപ്പക്കാരും എല്ലാവരും ഒന്ന് അടുത്തേക്ക് വരണം. അല്ലാഹു നമുക്ക് ഈ മജ്‌ലിസ് കൊണ്ട് നമ്മൾ ഇവിടെ പറഞ്ഞത് മുഴുവൻ അല്ലാഹുവുമായി ബന്ധപ്പെട്ട കാര്യമാണ്, ദീനുമായി ബന്ധപ്പെട്ട കാര്യമാണ്. വളരെ ആഫിയത്ത് കുറവാണ്, എന്നിട്ടും അൽഹംദുലില്ലാ ഇവിടെ വന്ന് ഇത്രയും നേരം സംസാരിക്കാനെങ്കിലും കഴിഞ്ഞു. അല്ലാഹുവിനെ സ്തുതിക്കുകയാണ്. നിങ്ങളെല്ലാവരും പ്രായമുള്ള ഉപ്പമാർ എഴുന്നേൽക്കണമെന്നില്ല, അകലെ നിൽക്കുന്ന ചെറുപ്പക്കാരും കുട്ടികളും എല്ലാവരും ഒന്ന് അടുത്തേക്ക് വരണം. അല്ലാഹു നമ്മുടെ ഈ മജ്‌ലിസിനൊടുക്കൽ പൊരുത്തമുള്ള നല്ല മജ്‌ലിസായി സാധുക്കളായ മോശക്കാരായ തെറ്റുകാരായ നമ്മുടെ ഈ മജ്‌ലിസ് അവൻ സ്വീകരിച്ചു തരുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി ദുആരക്കുകയാണ്. നമ്മളെല്ലാവരും ഒരു ദിവസം ആ സംഘാടകരറിയുമ്പോൾ ആ കസേര ഒന്ന് അടിക്കുക, ചെറുപ്പക്കാരടിക്കാലും മതി. ആ ഫ്രണ്ടിൽ കിടക്കുന്ന കുറച്ച് കസേര അടിക്കാൻ അകലെ നിൽക്കുന്ന ആളുകളൊക്കെ ഒന്ന് അടുത്ത് നിൽക്കാൻ സൗകര്യപ്പെടും. നിങ്ങളെല്ലാവരും അടുത്ത് നിൽക്കുക. അല്ലാഹു നമ്മുടെ മജ്‌ലിസ് കബൂലാക്കുമാറാകട്ടെ, നമ്മുടെ മജ്‌ലിസ് അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, നമ്മൾ അല്ലാഹുവിന്റെ ദീനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രമാണ് ഇത്രയും നേരം പറഞ്ഞത്. അല്ലാഹു അത് സ്വീകരിച്ച് നമ്മുടെ ഈ മജ്‌ലിസ് ഒന്ന് സ്വീകരിച്ചു തരുമാറാകട്ടെ. നിങ്ങളെല്ലാവരും നല്ല ഇഖ്ലാസോടെ നല്ല തഖ്വയോടെ ഈ മജ്‌ലിസിൽ നിൽക്കണം. അല്ലാഹു അതുകൊണ്ട് നമുക്ക് വിജയം തരും. സഹോദരങ്ങളെ, നമ്മൾ അല്ലാഹുവിന്റെ ദീനാണ് ഇവിടെ പറഞ്ഞത്. നമ്മൾ ഒരുമിച്ച് കൂടിയത് അല്ലാഹുവിന്റെ ദീനിന്റെ മജ്‌ലിസിലാണ്. അതുകൊണ്ട് ആ മജ്‌ലിസ് കൊണ്ട് തന്നെ അല്ലാഹു നമുക്ക് വിജയം തരും. അതുകൊണ്ട് എല്ലാവരും വളരെ ഇഖ്ലാസോടെ നിങ്ങളെല്ലാവരും കുറച്ച് സ്വലാത്തിയില്ല നമുക്ക് ഇൻഷാ അല്ലാഹ് ഞാൻ വളരെ പെട്ടെന്ന് അവസാനിപ്പിക്കുകയാണ്. എല്ലാവരും ഖബറിൽ പോകേണ്ടി വരും. അന്നേരത്ത് മഹാനായ ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സഹാബിമാരിൽ പ്രമുഖനാണ് മഹാനായ സഅദ് സലമി റളിയല്ലാഹു അൻഹു. നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാകും ആരാണ് സഅദ് സലമി റളിയല്ലാഹു അൻഹു. തൻ്റെ ഒരു കറുത്ത വർഗ്ഗക്കാരനായിരുന്നു. സൗന്ദര്യമില്ല, സമ്പത്തില്ല, ഒരു ശേഷിയില്ല. ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒരു ഹദീസ് ഉണ്ട്, മൻ തസവ്വജ ബിംറഅത്തിൻ ഫഖദ അഹറസ തുലതൈ ദീനി ഫല്ലസ്തഖില്ലാഹ ബിത്തുലുത്തിൽ ബാഖി എന്ന് പറഞ്ഞാൽ ആരെങ്കിലും ഒരാൾ കല്യാണം കഴിച്ചാൽ അയാൾ ദീനിന്റെ 2/3 അയാൾ കരഗതമാക്കി കഴിഞ്ഞു, ബാക്കിയുള്ളത് ഇബാദത്തിലൂടെ അയാൾ കരഗതമാക്കട്ടെ എന്ന അർത്ഥമുള്ള ഹദീസ് വന്നപ്പോൾ ഈ സഹാബി മൂലയിരുന്ന് പൊട്ടി അങ്ങ് കരയുകയാണ്. നബിയെ, ഞാൻ സൗന്ദര്യമില്ലാത്തവനാണ്, ഞാൻ കറുത്തവനാണ്, ഞാനൊരു നീഗ്രോ അടിമയാണ് നബിയേ, എനിക്ക് കല്യാണം കഴിക്കാൻ പണമില്ല, ആരാണ് എനിക്ക് കല്യാണം കഴിച്ചു തരുന്നത് നബിയേ എന്ന് പറഞ്ഞു പൊട്ടിക്കരഞ്ഞു. സഹോദരങ്ങളെ, ഞാൻ ചുരുക്കി പറയാം ആ സംഭവം. ഹബീബായ തങ്ങൾ പറഞ്ഞു, വാമോനെ, ഈ നാട്ടിലെ ഏറ്റവും പ്രമാണിയായ വഹബിന്റെ അടുത്ത് നീ പോണം. വഹബിന്റെ മോള ആതിഖ ബീവി സൗന്ദര്യ റാണിയാണ്. സമ്പന്ന തറവാട്ടിൽ ജനിച്ച സൗന്ദര്യ റാണിയായ പെണ്ണിനെ നിനക്ക് കല്യാണം കഴിച്ചു തരാൻ മുഹമ്മദ് നബി പറഞ്ഞു എന്ന് വഹബിനോട് പറയണം. നേരെ ചെന്ന് വാതിൽ മുട്ടി വിഷയം അവതരിപ്പിച്ചപ്പോൾ സഹോദരങ്ങളെ, വഹബ് റളിയല്ലാഹു അൻഹു സഅദിനെന്തോ ഭ്രാന്ത് പിടിച്ചു എന്ന് പറഞ്ഞ് ആട്ടിവിട്ടു. അവസാനം ആതിഖ ബീവി അകത്തളത്തിൽ നിന്ന് ചോദിച്ചു, ഉപ്പ, എന്താണ് ആ ശബ്ദം കേട്ടത്? എന്റെ പേര് പറഞ്ഞ കേട്ടല്ലോ, റസൂലുള്ളാഹിയുടെ പേര് പറഞ്ഞ കേട്ടല്ലോ, ആരാ വന്നിട്ട് പോയത്? ഈ പിതാവ് വിഷയം അവതരിപ്പിച്ചു, മോളെ, ആ സഅദിനെന്തോ ഭ്രാന്ത് പിടിച്ചു വന്നതാണ്, നിന്നെ കെട്ടിച്ചു കൊടുക്കാൻ പറഞ്ഞു, റസൂലുള്ളാഹി പറഞ്ഞു എന്നാ പറയണത്. ഈ സമയത്ത് ആ പെങ്ങള് പറയുകയാണ്, വാപ്പാ, എനിക്ക് പടച്ചവന്റെ പ്രപഞ്ചത്തിൽ ഹബീബ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളൊരു പുതുമാപ്പിളയെ കണ്ടെത്തിയത് അത് സഅദാണെങ്കിൽ ആ പുതുമാപ്പിള നീഗ്രോ അടിമയായാലും ഏതു ഫഖീറായാലും മിസ്കീനായാലും അയാളെ അല്ലാതെ മറ്റൊരാളെ ഞാൻ ഈ പ്രപഞ്ചത്തിൽ കല്യാണം കഴിക്കൂല വാപ്പാ. സഹോദരങ്ങളെ, ഈ വാർത്ത കേട്ടപ്പോഴാണ് മഹാനായ വഹബ് റളിയല്ലാഹു അൻഹുവിന്റെ ഖൽബിലേക്ക് മാനസാന്തര വിചാരമുണ്ടായത്. ഇടനെ ഇറങ്ങി നേരെ ഒരൊറ്റ ഓട്ടമാണ്. നോക്കുമ്പോൾ കരഞ്ഞുകൊണ്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് മഹാനായ സഅദ് സലമി തങ്ങൾ ഓടുകയാണ്. പിന്നാലെ വിളിച്ചു, സഅദേ, ഒന്ന് നിൽക്കാമോ?
പക്ഷേ സഅദ് തങ്ങൾ വിചാരിച്ചു എന്നെ ഇറക്കി വിട്ടത് പോരാഞ്ഞിട്ട് തല്ലാൻ വേണ്ടി പിറകെ വരികയാണെന്ന് മനസ്സിലാക്കി ഓടടാ ഓട്ടം ഓടി. ഇത് മനസ്സിലാക്കിയ മഹാനായ വഹബ് തങ്ങൾ ഒരു ഷോർട്ട് കട്ട് വേയിലൂടെ റസൂലുള്ളാഹിന്റെ സവിധത്തിൽ ചെന്നു. ഡേറ്റ് ഫിക്സ് ആക്കി. നബിയെ സമ്മതമാണ്, അവിടുത്തെ നിശ്ചയിച്ച പുതുമണവാളനെ എൻ്റെ മോൾക്ക് എനിക്ക് 100 വട്ടം സമ്മതമാണ്, പക്ഷേ എനിക്കൊരു അബദ്ധം പറ്റിപ്പോയി, ഇന്ന പോലെ കാര്യങ്ങളൊക്കെ ഉണ്ടായിപ്പോയി എന്ന് പറഞ്ഞ് യാത്രയായി. സഅദ് റളിയല്ലാഹു അൻഹു വന്നപ്പോഴത്തേക്കും റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, നീയും പ്രമാണിയായ വഹബിന്റെ മകൾ സൗന്ദര്യറാണിയായ ആതിഖയും തമ്മിലുള്ള കല്യാണം ഇന്നാലിന്ന ഡേറ്റിൽ നിശ്ചയിച്ചു കഴിഞ്ഞു എന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ മഹാനായ സഅദ് സലമി റളിയല്ലാഹു അൻഹു വല്ലാത്ത കരച്ചിലാണ്. നബിയേ, ഒരു നീഗ്രോ അടിമയായ കറുകറുത്ത കാണാൻ കൊള്ളാത്ത ചുരുണ്ട മുടിയുള്ള സമ്പത്തില്ലാത്ത എന്നെ നിങ്ങൾ അവിടുന്ന് പരിഹസിക്കുകയാണോ? അന്നേരത്ത് ഹബീബായ തങ്ങൾ ചോദിച്ചു, ഞാൻ അള്ളാഹിന്റെ റസൂലാണ്, അള്ളാഹുവിന്റെ റസൂല് പാവപ്പെട്ട നീഗ്രോ അടിമയായ നിന്നെ പരിഹസിക്കുകയോ? മോനെ സഅദേ, ഞാൻ സത്യമല്ലാതെ പറഞ്ഞിട്ടുണ്ടോ? സഹാബിമാര് കാര്യങ്ങൾ ധരിപ്പിച്ചു കൊടുത്തപ്പോൾ സഅദ് റളിയല്ലാഹു അൻഹുവിനെല്ലാം മനസ്സിലായി. സഹോദരങ്ങളെ, മറ്റന്നാൾ കല്യാണമാണ്, എന്നാൽ ഇന്ന് വൈകുന്നേരം അള്ളാഹുവിന്റെ ദീനിനെതിരെ ശത്രുക്കളതാ പടക്കളത്തിലേക്ക് വരികയാണ്. മഹാന്മാരായ സഹാബിമാര് മുഴുവനും യുദ്ധത്തിനു വേണ്ടി ഒരുങ്ങുകയാണ്. സഅദ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിന്റെ അടുത്ത് പോയിട്ട് പറഞ്ഞു, നബിയെ, എൻ്റെ കയ്യിൽ മഹർ കൊടുക്കാൻ പണമില്ല, പൈസ ഇല്ല. അതാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ വലിയ കോടീശ്വരനാണ്. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങളുടെ ചാരത്ത് പോയിട്ട് ഞാൻ പറഞ്ഞു എന്ന് പറഞ്ഞ് നിനക്ക് 100 പൊന്ന് കടം തരാൻ. അങ്ങനെ 100 പൊന്ന് കടം മേടിച്ചു കൊണ്ടുവന്ന് അതാ വീട്ടിലേക്ക് അങ്ങാടിയിലേക്ക് നടക്കുകയാണ്. അങ്ങാടിയിൽ പോയിട്ട് പെണ്ണിന് വസ്ത്രം വാങ്ങാനാണ്, ആഭരണം വാങ്ങാനാണ്, മണവാട്ടിയെ ഒരുക്കാൻ വേണ്ടതൊക്കെ ഒരുക്കാനുള്ള സാധന സാമഗ്രികൾ വാങ്ങാൻ വേണ്ടി അങ്ങാടിയിലേക്ക് എത്തുമ്പോഴാണ് ഹബീബിന്റെ വിളിയാളം, ജിഹാദിന്റെ വിളിയാളം കേൾക്കുന്നത്. ഈ സഹാബി വര്യൻ നേരെ തിരിഞ്ഞങ്ങ് റസൂലുള്ളാഹിന്റെ അടുത്ത് പോയിട്ട് ചോദിച്ചു, നബിയേ, ഞാനും പടക്കളത്തിൽ പടയോട്ടത്തിന് വരട്ടെയോ? സഹോദരങ്ങളെ, അന്നേരത്ത് ഹബീബ് പറഞ്ഞു, മോനെ സഅദേ, നീ നാളത്തെ പുതുമണവാളനാണ്, നീ പടയോട്ടത്തിന് വരണ്ട. സൗന്ദര്യ റാണിയായ ആതിഖ ബീവി എന്ന രാജകുമാരി നീ വരുന്നതും കാത്തുകാത്ത് മണവറയിൽ മണവാളൻ വരുന്നതും കാത്തുകാത്തിരിക്കുകയാണ്, അതുകൊണ്ട് നീ വരണ്ട മോനെ. സഹോദരങ്ങളെ, മഹാന്മാരായ സ്വഹാബിമാരി എന്നെ പോലെയല്ല, നമ്മളെ പോലെയല്ല. അവർ അള്ളാഹുവിനെയും അള്ളാഹുവിന്റെ ദീനിനെയും അങ്ങേയറ്റം സ്നേഹിച്ച ആളുകളാണ്. ഞാൻ അത്ര സ്നേഹിക്കുന്നുണ്ടെന്ന് എനിക്കറിയില്ല. ഞാൻ നിങ്ങളോട് വാചാലമായി സംസാരിക്കുന്നുണ്ട്, നിങ്ങളെല്ലാവരും സശ്രദ്ധമായി കേട്ടു നിൽക്കുന്നുണ്ട്. അള്ളാഹുവിന്റെ ദീനിനോട് എന്റെ കൽബിൽ എത്ര മഹബത്തുണ്ടെന്ന് എനിക്കറിയില്ല, നിങ്ങളുടെ കൽബിൽ എത്ര മഹബത്തുണ്ടെന്ന് എനിക്ക് പറയാനറിയില്ല. എന്നാൽ സഅദ് സലമി റളിയല്ലാഹു അൻഹു എന്ത് ചെയ്തെന്നറിയുമോ? പടച്ചവനെ, ഇതെന്തൊരു വലിയ മാർഗതടസ്സമാണ്. അള്ളാഹുവിന്റെ ദീനിന്റെ നിലനിൽപ്പിന് വേണ്ടി അള്ളാഹുവിന്റെ റസൂലും അവിടുത്തെ സഹാബത്തും പടയോട്ടത്തിന് വേണ്ടി പടക്കളത്തിലേക്ക് പോകുമ്പോൾ ഈ സഅദ്, ഞാൻ എൻ്റെ മണവാട്ടിയുടെ മണവറയിലേക്ക് സുഖം തേടി പോകുകയോ? അതൊരിക്കലുമില്ല എന്ന് ചിന്തിച്ച് മഹാനായ സഅദ് സലമി റളിയല്ലാഹു അൻഹു പിറ്റേന്ന് പടക്കളത്തിൽ യുദ്ധം അവസാനിച്ചു. സഹാബിമാർ ആരൊക്കെ മരണപ്പെട്ടെന്നറിയാൻ പുന്നാര നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പടക്കളത്തിലൂടെ ഇങ്ങനെ നടക്കുകയാണ്. അന്നേരത്തൊരു മുഖം മൂടി അണിഞ്ഞൊരു പടച്ചട്ട, ഒരു പടയാളി ഷഹീദായി കിടക്കുകയാണ്. മെല്ലെ ആ പടയാളിയുടെ പടച്ചട്ട മുഖപടം ഇങ്ങനെ മാറ്റി നോക്കുമ്പോൾ അത് നാളത്തെ പുതുമണവാളനായ സഅദ് സലമിയുടെ ജനാസയാണ്. സഅദ് സലമിയുടെ ജനാസയുടെ ചാരത്തിരുന്ന റസൂലുള്ള കരയുകയാണ്. സഹോദരങ്ങളെ, ഹബീബിന്റെ ചാരത്ത് സ്വഹാബിമാര് വന്നിട്ട് ചോദിച്ചു, യാ റസൂലല്ലാഹ്, പടയാളികൾ ഷഹീദായാൽ അവർക്ക് വലിയ കൂലിയാണല്ലോ നബിയെ, എന്തിനാണ് അവിടുന്ന് ഈ ഷഹീദിന്റെ ചാരത്തിരുന്ന് കരയുന്നത്? അന്നേരത്ത് അവിടുന്ന് പറഞ്ഞു, നോക്കുവീൻ സഹാബിമാരെ, ഇതാരുടെ ജനാസയാണ്? ആതിഖ ബീവി തന്റെ മണവാളൻ വരുന്നതും കാത്തു മണവറയിൽ അണിഞ്ഞൊരുങ്ങി സൗന്ദര്യ റാണിയായിട്ട്, രാജാവായ വഹബിന്റെ പൊന്നുമോളാണ് സൗന്ദര്യ റാണിയായ ആതിഖ ബീവി റളിയല്ലാഹു അൻഹാ. ആ മണവറയിൽ തന്റെ മണവാളൻ വരുന്നതും കാത്തുകാത്തിരിക്കുന്ന നേരത്ത് എനിക്ക് മണവാട്ടിയെ വേണ്ട,
എനിക്ക് മണാര വേണ്ട, എനിക്ക് സമ്പത്ത് വേണ്ട. അള്ളാഹുവിന്റെ റസൂലിന്റെ സഹാബത്തും റസൂലും അള്ളാഹുവിന്റെ ദീനിനു വേണ്ടി പടക്കളത്തിന് പടയോട്ടത്തിന് പോകുമ്പോൾ ഞാൻ എന്റെ മണവാട്ടിയോടൊത്ത് മണവറയിൽ സല്ലപിക്കാൻ പോകുകയോ എന്ന് ചിന്തിച്ച് പടക്കളത്തിലേക്ക് പടയോട്ടത്തിന് വന്ന് ഷഹീദായ സഅദ് സലമിയുടെ ജനാസയാണ്. എനിക്കിത് കണ്ടിട്ട് സഹിക്കാൻ കഴിയുന്നില്ല. കാരണം നമ്മുടെ ചാരത്ത് വന്നിട്ട് നബിയെ ഞാൻ കറുത്തവനാണ്, എനിക്ക് പണമില്ല നബിയെ, ചുരുണ്ട മുടിയാണ്, ആരും എനിക്ക് പെണ്ണ് തരുന്നില്ല, എങ്ങനെയാണ് ഞാൻ കല്യാണം കഴിക്കുക എന്ന് ചോദിച്ചു പൊട്ടിക്കരഞ്ഞ സഅദാണ്. ഇപ്പൊ പടക്കളത്തിലാണ്. ഞാൻ വരണ്ടെന്ന് പറഞ്ഞതാണ്. കാരണം നാളത്തെ മണവാട്ടിയായ ആറ്റിക്ക മണവറയിൽ കാത്തിരിക്കുകയാണ്. പുതുമണവാടനല്ലേ എന്ന് പറഞ്ഞാണ് വരണ്ടെന്ന് പറഞ്ഞത്. പക്ഷേ സഅദ് വന്നല്ലോ. സഅദ് പുതുമണവാട്ടിയേക്കാൾ, ദുനിയാവിനേക്കാൾ, മണവറയേക്കാൾ സഅദ് പഠിച്ചവന്റെ ദീനിനെ സ്നേഹിച്ചുപോയി. അല്ലാഹുവിനെ സഅദ് സ്നേഹിച്ചുപോയി. അല്ലാഹുവിന്റെ റസൂലിനെ സഅദ് സ്നേഹിച്ചുപോയി. ഈ രംഗം എന്റെ ഖൽബിലേക്ക് ഇങ്ങനെ ചിന്തിച്ചപ്പോൾ എനിക്ക് സഅദിന്റെ ജനാസ കണ്ടിട്ട് കരച്ചിൽ വരികയാണ്. സഹോദരങ്ങളെ, ഇതൊക്കെ പറയുമ്പോൾ എന്റെ ഖൽബിലെന്തോ മാറ്റമാണ്, നമ്മുടെ കൽബിലെന്തോ മാറ്റമാണ്. നമ്മൾ എത്രയോ വഴങ്ങിന് പോകുന്നു, വഴങ്ങ കേൾക്കുന്നു, എഴുന്നേറ്റ് പോകുന്നു എന്നല്ലാതെ ഒരൽപ്പം ദീനിയായ ചലനങ്ങളോ അല്ലാഹുവേ ഈ രാത്രി മുതലെങ്കിലും ഞാൻ നിസ്കരിച്ചോളാം, കൃത്യമായിട്ട് 5 നേരമെങ്കിലും നിസ്കരിക്കാം എന്നീ സദസ്സിൽ നിന്നിട്ട് ആരെങ്കിലും ഒന്ന് പ്രതിജ്ഞയെടുക്കുമോ? എത്ര തെറ്റ് ചെയ്താലും സഹോദരങ്ങളെ പടച്ചവൻ നമുക്ക് മാപ്പ് തരുമെന്ന് പഠിപ്പിച്ചു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. ആ സഅദ് സലമി റളിയല്ലാഹു അൻഹുവിന്റെ ജനാസ ഖബറിലേക്ക് ഇറക്കാൻ നേരത്ത് പുന്നാര നബി തങ്ങൾ ഒരൊറ്റ കരച്ചിലാണ്. സഹാബിമാര് വന്നിട്ട് ചോദിച്ചു, യാ റസൂലല്ലാഹ്, എന്തിനാണ് നബിയേ മണവാട്ടി മണവറയിൽ കാത്തിരിക്കുമ്പോൾ അല്ലാഹുവിനും അല്ലാഹുവിന്റെ റസൂലിനും വേണ്ടി പടക്കളത്തിൽ ഷഹീദായ സഅദ് സലമിയുടെ ജനാസ ഖബറിൽ ഇറക്കുമ്പോൾ അവിടുന്ന് കരയുന്നതെന്തിനാണ്? അന്നേരത്ത് ഹബീബ് പറയുന്നു, സഹാബത്തെ ഖബർ എന്നോട് പറയുകയാണ്, ഖബർ എന്നോട് വർത്തമാനം പറയുകയാണ്. ഇതാരുടെ ജനാസയാണ്? ഷഹീദിന്റെ ജനാസയാണ്. ഈ ജനാസ നിസ്കരിച്ചത് റസൂലുള്ളാഹിയാണ്. ആ ജനാസയുടെ സംസ്കരണത്തിൽ പങ്കെടുത്തത് ആരാണ്? നേതൃത്വം കൊടുത്തത് ഹബീബാണ്. ആ ജനാസയെ ഖബറിലേക്ക് താഴ്ത്തി വെച്ചത് റസൂലുള്ളാഹിയാണ്. സഹോദരങ്ങളെ, എന്നിട്ടും ആ ഖബർ ഹബീബിനോട് പറയുകയാണ്, സഅദ് സലമി നല്ലയാളല്ലെങ്കിൽ, സഅദ് സലമിക്ക് നല്ല അമലുകളില്ലെങ്കിൽ, സഅദ് സലമിക്ക് വേണ്ടി ദുആരക്കാൻ ആളില്ലെങ്കിൽ ഞാൻ സഅദിനെ ഞെരുക്കും നബിയേ, വാരിയല്ലുകൾ കോർക്കുമാർ വിധം ഖബറിൽ ഞാൻ സഅദിനെ ഞെരുക്കും നബിയേ. സഹോദരങ്ങളെ, ഇത്രമേൽ വലിയ മഹാത്മാവിനെ ഖബർ ഞെരുക്കുമെന്ന് റസൂലുള്ളാഹിനോട് പറഞ്ഞെങ്കിൽ തെമ്മാടിയായ എന്റെ അവസ്ഥ എന്താണ്? മോശക്കാരായ നമ്മുടെ അവസ്ഥ എന്താണ്? നിസ്കാരം കൃത്യമായി നിർവഹിക്കാതെ ഖദാക്കുന്ന നമ്മുടെ അവസ്ഥ എന്താണ്? പടച്ചവനെ പേടിക്കാതെ തോന്നിവാസങ്ങൾ കാണുന്ന നമ്മുടെ അവസ്ഥ എന്താണ്? അല്ലാഹുവിനെ പേടിയില്ലാതെ ജീവിക്കുന്ന നമ്മുടെ അവസ്ഥ എന്താണ്? അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. 5 നേരം ഞാനും നിങ്ങളും കൃത്യമായി നിസ്കരിക്കണം. ആരും കള്ളു കുടിക്കരുത്, പെണ്ണ് പിടിക്കരുത്, ചൂത് കളിക്കരുത്, പലിശ ഇടപാട് നടത്തരുത്. ഒരൊറ്റ മുഅ്മിനായ മനുഷ്യനോട് നമ്മൾ ഖൽബിൽ വിരോധം വെച്ചു പുലർത്തരുത്. അല്ലാഹുവിനെ പേടിച്ച് നമ്മൾ ജീവിക്കണം. ഇന്നല്ലെങ്കിൽ നാളെ മരിച്ചു പോകുമെന്ന് വിചാരം വേണം. എന്റെ പൊന്നു പെങ്ങളെ, നിങ്ങളെ ഉറത്തു മറച്ച് ജീവിക്കണേ പെങ്ങളെ. നിങ്ങളുടെ സൗന്ദര്യം അല്ലാഹു പ്രദർശനത്തിന് തന്നതല്ല, അന്യ ആണുങ്ങളെ ആകർഷിപ്പിച്ച് വ്യഭിചാരത്തിന് ക്ഷണിക്കാൻ വേണ്ടി തന്നതല്ല. അതുകൊണ്ട് എന്റെ പ്രിയമുള്ള സഹോദരന്മാരെ, നമുക്ക് നന്നായിട്ടൊന്ന് മരിക്കണ്ടയോ?
ആഖിബത്ത് നന്നായി ഭരിക്കണമെങ്കിൽ അല്ലാഹനെ പേടിച്ച് സുന്നത്ത് ജമാഅത്തിൽ അടിയുറച്ചു നിൽക്കണം. ഇന്ന് ബിദ്അത്തുകാര് നാടിന്റെ നാനാ ഭാഗങ്ങളിൽ ജമാഅത്തെ ഇസ്ലാമി എന്ന പേര് പറഞ്ഞ്, മുജാഹിദ് എന്ന പേര് പറഞ്ഞ്, തബ്ലീഗ് എന്ന പേര് പറഞ്ഞ് പല പേരുകളിലും രംഗത്ത് വരുന്ന കാലമാണ്. ഹൃദയമുള്ള സഹോദരങ്ങളെ, തഴവ ഉസ്താദ് പഠിപ്പിച്ചു തന്നൊരു ദീൻ നമുക്കുണ്ട്. മഹാനായ റഈസുൽ ഉലമാ ശിഹാബുദ്ദീൻ ഉസ്താദ് പഠിപ്പിച്ചു തന്നൊരു ദീൻ നമുക്കുണ്ട്. മഹാനായ അലവിക്കുഞ്ഞ് മൗലവി ഉസ്താദ് പഠിപ്പിച്ചു തന്നൊരു ദീൻ നമുക്കുണ്ട്. ആ ദീനിൽ അടിയുറച്ച് ഞാനും നിങ്ങളും നിൽക്കണം. അത് ഹഖായ അഹ്ലുസുന്നത്തി വൽ ജമാഅത്താകുന്ന ദീനാണ്. അല്ലാഹുവിന്റെ ഹബീബിന് അങ്ങേയറ്റം മഹബ്ബത്ത് വെച്ച് അവിടുത്തെ അനുധാവനങ്ങളെ ജീവിതത്തിൽ പകർത്തി ബിദ്അത്തുകാരനോട് ഒരു നിലയ്ക്കും അത് രാഷ്ട്രീയത്തിന്റെ പേരിലായിരുന്നാലും ശരി, അതാ ചില ആളുകളൊക്കെ എന്ത് മുജാഹിദ്, എന്ത് ജമാഅത്തെ ഇസ്ലാമി എന്ന ലാഘവത്തോടെ ബിദ്അത്തിനെ ലാഘവമാക്കുന്നത് കാണാം. ബിദ്അത്തുകാരോട് ചങ്ങാത്തമുള്ളവന്റെ അന്ത്യം മോശമാണ്. നിങ്ങൾ അറിയുമോ, ഇമാം സൈനി ദഹ്ലാൻ തങ്ങൾ പറയുകയാണ്, ബിദ്അത്തുകാരനോട് ഒരാൾ ചിരിച്ചാൽ അവന്റെ ഖൽബിൽ നിന്ന് അല്ലാഹു ഈമാനൂര മൗലി മാറ്റുമെന്ന് സൈനി ദഹ്ലാൻ തങ്ങൾ തന്റെ അർക്കാനിൽ ഈമാൻ എന്ന ഗ്രന്ഥത്തിലൂടെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് നമ്മൾ ഹഖായ സുന്നത്ത് ജമാഅത്തിന്റെ ആളുകളാകണം. അഹ്ലുസുന്നത്ത് വൽ ജമാഅത്ത് നമ്മുടെ ജീവവായുവാകണം. സ്വഹാബിമാര് പരിശ്രമിച്ചത് അതിനു വേണ്ടിയാണ്. ബദരീങ്ങളെ പോരാട്ടം നടത്തിയത്, ഉഹദീങ്ങളും ഖന്ദഖീങ്ങളും ഖൈബരീങ്ങളും ഒക്കെ പോരാട്ടം നടത്തിയത് ആ പവിത്രമായ സുന്നത്ത് ജമാഅത്തായ ഹഖായ ദീനിന് വേണ്ടിയാണ്. അത് നമുക്ക് പഠിപ്പിച്ചത് സഹാബത്താണ്, മഹാന്മാരായ ഇമ്മത്താണ്, ഔലിയാക്കളാണ്, സ്വാലിഹീങ്ങളാണ്. അതുകൊണ്ട് സഹോദരന്മാരെ, ആ മാർഗത്തിലായി നമ്മൾ അടിയുറച്ചു നിൽക്കണം. അല്ലാഹു നമുക്കതിന് തൗഫീഖ് തരുമാറാകട്ടെ. ഇവിടെ SSF-കാരനും SYS-കാരനെയും പതാക ഉയർത്തിയത് എന്തിനാണ്? വോട്ട് മേടിക്കാനല്ല, MP സ്ഥാനത്തിന് വേണ്ടിയല്ല, MLA പദവിക്ക് വേണ്ടിയല്ല, മന്ത്രിയാകാനല്ല. പിന്നെ ഇവിടെ ദീൻ നിലനിൽക്കണം സഹോദരങ്ങളെ. കലർപ്പില്ലാത്ത ദീൻ, ഹഖായ ദീൻ ഇവിടെ നിലനിൽക്കണം. റസൂലുള്ളാഹിനെ ആദരിക്കുന്ന, ബഹുമാനിക്കുന്ന ഒരു സമൂഹം ഇവിടെ ഉണ്ടാകണം. ബിദ്അത്തുകാരോട് ഒരു നിലക്കും യോജിക്കാത്തൊരു സംഘം ഇവിടെ ഉണ്ടാകണം. നമുക്ക് വലുത് ആഖിബത്താണ്, നമുക്ക് വലുത് അല്ലാഹുവിന്റെ ദീനാണ്. നമ്മൾ മരിച്ചാൽ നമുക്ക് വേണ്ടി ദുആരക്കാൻ ഖലീലുൽ ബുഖാരി തങ്ങളുണ്ടാകും, സയ്യിദ് ഹാമിദ് കോയമ്മ തങ്ങളെന്ന വലിയ ഖുറാ സാദാത്തുക്കൾ ഉണ്ടാകും, ബായാർ തങ്ങളെന്ന വലിയ മഹാനുണ്ടാകും, ശൈഖുനാ ഹൈദറൂസ് ഉസ്താദ് എന്ന എത്രയോ കൊല്ലമായി ദഅവത്തിന്റെ മേഖലയിൽ ദർസ് നടത്തുന്ന വലിയ ആലിമ് നമുക്ക് വേണ്ടി ദുആരക്കും. ആ പ്രതീക്ഷ വെച്ചിട്ടാണ് നമ്മൾ ഈ പ്രസ്ഥാനത്തിന് വേണ്ടി കഠിനാധ്വാനം ചെയ്യുന്നത്. നിങ്ങൾ അറിയുമോ, പല ആളുകളും ഇന്ന് AP ഉസ്താദിനെ വിമർശിക്കുകയാണ്. പഠിക്കണം സഹോദരങ്ങളെ. ഇന്ത്യ രാജ്യത്ത് 2500-ലേറെ പള്ളികൾ നിർമ്മിച്ചയാളാണ് ഖമറുൽ ഉലമാ കാന്തപുരം ഉസ്താദ്. നമ്മൾ ആലോചിച്ചു നോക്ക്, ഒരു പള്ളിയുടെ പേരിൽ ഒരു തൂണെങ്കിലും ഉണ്ടാക്കാൻ നമുക്ക് പറ്റിയിട്ടുണ്ടോ? നിങ്ങൾ പഠിക്കണം. ലോക ചരിത്രം നിങ്ങൾ പഠിച്ചു നോക്ക്, ലോക ഇസ്ലാമിക ചരിത്രം നിങ്ങൾ പഠിച്ചു നോക്ക്. ഇന്ന് വരെ ഏതെങ്കിലും ഒരു പണ്ഡിതൻ 2500-ലേറെ പള്ളികൾ നിർമ്മിച്ചതായി നിങ്ങൾക്കറിയുമോ? എന്നാൽ ചില ആളുകളൊക്കെ തെരുവിന്റെ കവലയിൽ നിന്ന് വിമർശിക്കുന്ന, കാര്യം മനസ്സിലാക്കാതെ കമന്റുകൾ പാസാക്കി ആലിമീങ്ങളെ തേജോവധം ചെയ്യുന്ന ആളുകളിൽ ചിലരെങ്കിലും ഉണ്ടെങ്കിൽ കേൾക്കാൻ വേണ്ടി പറയുകയാണ്. 2500 പള്ളികൾ ഇന്ത്യ രാജ്യത്ത് മഹാനായ ഖമറുൽ ഉലമാ AP ഉസ്താദ് നിർമ്മിച്ചിട്ടുണ്ട്. ഒരു പള്ളിയിൽ നിസ്കരിക്കുന്ന മുഅ്മിനീങ്ങളുടെ പ്രതിഫലം ഉസ്താദിന് ഒരു ദിവസം കിട്ടിയാലും 2500 പള്ളികളിൽ നിസ്കരിക്കുന്ന മുഅ്മിനീങ്ങളുടെ പ്രതിഫലം കിട്ടിയാൽ അതെത്ര വലിയ പ്രതിഫലമാണ്. 3000-ലേറെ യതീം മക്കളെ പോറ്റുന്നയാളാണ് AP ഉസ്താദ്. അനവ കാഫിലുൽ യതീം ഫിൽ ജന്നത്തി ഹകദാ. സ്വർഗ്ഗത്തിൽ യതീമിനെ സംരക്ഷിക്കുന്നവനും ഞാനും ഇപ്രകാരമാണെന്ന് അല്ലാഹുവിന്റെ റസൂല് അവിടുത്തെ നടുവിരലും അവിടുത്തെ ചൂണ്ടുവിരലും ഉയർത്തിപ്പിടിച്ച് അത് ചേർത്ത് പിടിച്ചിട്ട് പറഞ്ഞു, യതീമിനെ സംരക്ഷിക്കുന്നവനും ഞാനും സ്വർഗ്ഗത്തിൽ
ഇങ്ങനെയാണെന്ന്. സഹോദരങ്ങളെ, 3000-ലേറെ യതീം മക്കളെ പോറ്റുന്നയാളാണ് കാന്തപുരം ഉസ്താദ്. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു യതീമിനെ പോറ്റാൻ നിങ്ങൾക്കോ എനിക്കോ കഴിഞ്ഞിട്ടുണ്ടോ? അതുകൊണ്ട് ആലിമീങ്ങളെ വിമർശിക്കുമ്പോൾ സൂക്ഷിക്കണം, തങ്ങന്മാരെ വിമർശിക്കുമ്പോൾ സൂക്ഷിക്കണം. ചില ആളുകൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകും, അത് അവരവരും തമ്മിൽ തീർത്തോട്ടെ. നമ്മൾ അതിനകത്ത് ഇടപെട്ട് നമ്മുടെ ആഖിബത്ത് മോശമാക്കണ്ട. അല്ലാഹുവേ, ഞങ്ങൾ ഈ ഒരുമിച്ച് കൂടിയതും പറഞ്ഞതുമെല്ലാം നിന്റെ ദീനാണ്. നീ ഞങ്ങളിൽ നിന്ന് ഖബൂലാക്കി തരണേ തമ്പുരാനേ. എല്ലാ സഹോദരങ്ങളും ഒരല്പം സ്വലാത്തിൽ നമുക്ക് ദുആരൊന്ന് പിരിയാം. അല്ലാഹു നമ്മളെ മജ്ലിസ് ഖബൂലാക്കുമാറാകട്ടെ. അസ്സലാത്തു അലൻ നബി വസ്സലാമു അലർ റസൂൽ അസ്സഫീഉൽ അബ്തഹി വൽ ഹബീബിൽ അറബി. അസ്സലാത്തു എല്ലാരും സ്വലാത്ത് ചെല്ലുമ്പോൾ നഷ്ടം ഉണ്ടാവില്ല. സ്വലാത്ത് നമുക്ക് അനുകൂലമാണ്. ഖബറിലും ആഖിറത്തിലും ദുനിയാവിലും ഒക്കെ സ്വലാത്ത് നമുക്ക് അനുകൂലമാണ്. അതുകൊണ്ട് ഒരു മടിയും വിചാരിക്കണ്ട. അതിമി സ്വലാത്ത് അല നബി മുഹമ്മദി ഫഖബൂലുഹാ ഹത്മൻ ബിദൂനി തറദ്ദുദി അഅമാലുനാ ബൈനൽ ഖബൂലി വറദ്ദിഹാ ഇല്ല സ്വലാത്ത് അല നബി മുഹമ്മദി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരുള്ള സ്വലാത്ത് അത് ഒരാൾ റിയായിന് വേണ്ടി, ലോകമാന്യതയ്ക്ക് വേണ്ടി നാലാൾ കേൾക്കട്ടെ എന്ന് കരുതി ചൊല്ലിയാലും അത് സ്വീകരിക്കപ്പെടുന്ന ഇബാദത്താണ്. ഹബീബ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേലുള്ള സ്വലാത്ത് ഒരൊറ്റ ഇബാദത്തിനും ആ പ്രത്യേകതയില്ല. അതുകൊണ്ട് എല്ലാവരും ചൊല്ല് അസ്സലാത്തു അലൻ നബി على الرسول الشفيع الأبطحي والحبيب العربي أنت تطلع بيننا في الكواكب كالبدور بل وأشرف منه يا سيدي خير النبي. الصلاة على النبي والسلام على الرسول الشفيع الأبطحي والحبيب العربي. ارتكبت على الخطا غير حسر بعداد. ارتكبت على الخطا عداد لك أشكو فيه يا سيدي خير النبي. يا سيدي خير النبي. الصلاة على النبي والسلام على الرسول الشفيع الأبطحي والحبيب العربي. അല്ലാഹു നമ്മുടെ മജ്ലിസ് ഖബൂലാക്കുമാറാകട്ടെ. പ്രിയമുള്ള സഹോദരങ്ങളെ, ധാരാളം ചെലവ് നമ്മുടെ സംഘാടകർക്കുണ്ട്. ഈ സദസ്സിൽ ആരെങ്കിലും ഒരാൾ ഒരു 313 റുപ്യ ഞാൻ തരാമെന്ന് പറയാൻ കഴിയുന്നവർ ആരെങ്കിലും ഉണ്ടോ? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഒന്ന് കൈവക്കാമോ? നാളെയാണ് അവസാന ദിവസം. അല്ലാഹു അദ്ദേഹത്തിന് ബറക്കത്ത് നൽകുമാറാകട്ടെ. എന്താണ് പേര്? അബ്ദുറഹീം എന്ന സഹോദരന് ബറക്കത്ത് നൽകണേ അല്ലാ. ഭാര്യയിൽ, മക്കളിൽ, ഇടപാടിൽ, ജോലിയിൽ, വാഹനത്തിൽ ഇറങ്ങി പുറപ്പെടൽ, കൈവെക്കുന്ന നല്ല കാര്യങ്ങളിൽ ബറക്കത്ത് നൽകണേ അല്ലാ. ഇനി ആരാ സഹോദരങ്ങളെ? ഒരു 313. എന്താ പേര്? നിസാമിക്കാക്ക് ബറക്കത്ത് നൽകണം റഹ്മാനെ. നിസാമിക്കാടെ ഭാര്യയിൽ, മക്കളിൽ, ഇടപാടിൽ, ജോലിയിൽ, വാഹനത്തിൽ ഇറങ്ങി പുറപ്പെടൽ, കൈവെക്കുന്ന നല്ല കാര്യങ്ങളിൽ ബറക്കത്ത് നൽകണേ അല്ലാ. എന്താ പേര്? അബ്ദുൽ ലത്തീഫ്ക്കാക്ക് ബറക്കത്ത് നൽകണം റഹ്മാനെ. അബ്ദുൽ ലത്തീഫ്ക്കാടെ ഭാര്യയിൽ, മക്കളിൽ, ഇടപാടിൽ, ജോലിയിൽ, വാഹനത്തിൽ ഇറങ്ങി പുറപ്പെടൽ, കൈവെക്കുന്ന നല്ല കാര്യങ്ങളിൽ ബറക്കത്ത് നൽകണേ റഹ്മാനെ. ഇനി ആരാ സഹോദരങ്ങളെ? എന്താ പേര്? സൈഫുദ്ദീൻ. അല്ലാഹുവേ, സൈഫുദ്ദീൻ എന്ന സഹോദരന് ബറക്കത്ത് നൽകണം റഹ്മാനെ. ഭാര്യയിൽ, മക്കളിൽ, ഇടപാടിൽ, ജോലിയിൽ, വാഹനത്തിൽ ഇറങ്ങി പുറപ്പെടൽ, കൈവെക്കുന്ന നല്ല കാര്യങ്ങളിൽ ബറക്കത്ത് നൽകണേ റഹ്മാനെ. ഇനി ആരാ? എന്താ പേര്? സലീം. നമ്മുടെ നിസാർക്കാട് അനുജനും സലീമും. അല്ലാഹുവേ, അവർക്ക് ജ്യേഷ്ഠനും നീ അവർക്ക് ബറക്കത്ത് നൽകണം റഹ്മാനെ. അവരുടെ ഭാര്യമാരിൽ, മക്കളിൽ, ഇടപാടിൽ, ജോലിയിൽ, വാഹനത്തിൽ ഇറങ്ങി പുറപ്പെടലിൽ, കൈവെക്കുന്ന നല്ല കാര്യങ്ങളിൽ ബറക്കത്ത് നൽകണം റഹ്മാനെ ബിഹഖ്ഖി നബി മുഹമ്മദിൻ. ഇനി ആരാ? ചെറുപ്പക്കാരൊക്കെ ഒരുപാട് ആളുകളുണ്ട്. ഒരു 313 റുപ്യ നമ്മൾ റീചാർജ് ചെയ്യുന്ന പൈസയെ ഞാൻ ചോദിച്ചുള്ളൂ. വലിയ സംഖ്യ ഒന്നും ചോദിച്ചിട്ടില്ല. ഞാൻ നിങ്ങളോട് പറയുന്നത് ദുആരക്കാമെന്ന് മാത്രമാണ്. നമ്മൾ അല്ലാഹുവിന്റെ ദീൻ മാത്രം പറഞ്ഞ മജ്ലിസാണ്. ഇനി ആരാ കൊടുക്കുക? ഒരു 313 റുപ്യ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞ് ചെറുപ്പക്കാരാകിലും നിസാർക്ക. അല്ലാഹു നീ ബറക്കത്ത് നൽകണം റഹ്മാനെ. ഭാര്യയുടെ രോഗം നീ ശിഫയാക്കണേ റഹ്മാനെ. ആ കുഞ്ഞിനെ നല്ല ഹാഫിളാക്കണേ അല്ലാ. അല്ലാഹുവേ, ആലിമാക്കണേ അല്ലാ. ഓർമ്മശക്തിയും പൂർണ്ണ ബുദ്ധിയുമുള്ള കുട്ടിയാക്കണേ അല്ലാ. മരണപ്പെട്ടു പോയ വാപ്പാടെ ഖബർ സ്വർഗ്ഗമാക്കണേ അല്ലാ. ആ ഉമ്മാടെ വിഷമം നീ മാറ്റി കൊടുക്കണേ അല്ലാ ബിഹഖ്ഖി നബി മുഹമ്മദിൻ. അല്ലാഹുവേ, നിസാമക്കാക്ക് പുറത്തു കൊടുക്കണം റഹ്മാനെ. ആഫിയത്തും ദീർഘായുസ്സും നൽകണേ അല്ലാ. നിസാമക്കാടെ ഭാര്യയിൽ, മക്കളിൽ, ഇടപാടിൽ, ജോലിയിൽ, വാഹനത്തിൽ ഇറങ്ങി പുറപ്പെടൽ, കൈവെക്കുന്ന നല്ല കാര്യങ്ങളിൽ ബറക്കത്ത് നൽകണം റഹ്മാനെ ബിഹഖ്ഖി നബി മുഹമ്മദിൻ.
ഇനി ആരാ തരിക? ചെറുപ്പക്കാരൊക്കെ ഇഷ്ടം പോലെ ഉണ്ടല്ലോ. ഒരു 313 റുപ്പികയല്ലേ ഉള്ളൂ. നാളെ കൊടുത്താൽ മതി, ഇന്ന് കൊടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. നാളെ കൊടുത്താൽ മതി. ആരാ കൊടുക്ക? ഒരുപാട് ആളുകളുണ്ട്. ആരാ? നുജൂം പതാരം. അല്ലാഹുവേ നുജൂമുക്കാർക്ക് പുറത്തു കൊടുക്കണം റഹ്മാനെ. ആഫിയത്തും ദീർഘായുസ്സും നൽകണം റഹ്മാനെ. നുജൂമുക്കാരുടെ ഭാര്യയിൽ, മക്കളിൽ, ഇടപാടിൽ, ജോലിയിൽ, വാഹനത്തിൽ ഇറങ്ങി പുറപ്പെടൽ, കൈവക്കുന്ന നല്ല കാര്യങ്ങളിൽ ബറക്കത്ത് നൽകണേ റഹ്മാനെ. ബിഹഖ്ഖി നബി മുഹമ്മദിൻ. ആരാ പേരെന്താ? റഷീദ് ക. അല്ലാഹുവേ റഷീദ് കാക്ക് പുറത്ത്, എടപ്പുറയിൽ റഷീദ് കാക്ക് ബറക്കത്ത് നൽകണം റഹ്മാനെ. സന്തോഷം നൽകണം റഹ്മാനെ. ഭാര്യയിൽ, മക്കളിൽ, ഇടപാടിൽ, ജോലിയിൽ, വാഹനത്തിൽ ഇറങ്ങി പുറപ്പെടൽ, കൈവക്കുന്ന നല്ല കാര്യങ്ങളിൽ ബറക്കത്ത് നൽകണം റഹ്മാനെ. വേറൊരാൾ കൈവക്കിയല്ലോ, ജമാലിക്ക അല്ലേ? അവരുടെ പേരെന്താണ്? നേരത്തെ ഒരാൾ ഇവിടെ കൈവക്കി. എന്താ? ജമാൽ എന്ന സഹോദരന് പുറത്തു കൊടുക്കണം റഹ്മാനെ. ജമാൽ എന്ന സഹോദരന്റെ ഭാര്യയിൽ, മക്കളിൽ, ഇടപാടിൽ, ജോലിയിൽ, വാഹനത്തിൽ ഇറങ്ങി പുറപ്പെടൽ, കൈവക്കുന്ന നല്ല കാര്യങ്ങളിൽ ബറക്കത്ത് നൽകണം റഹ്മാനെ. സഹോദരങ്ങളെ, ഞങ്ങൾ എല്ലാവരും ഒന്ന് ചൊല്ലിയേ, ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. എല്ലാ ബലാലും ആഫത്തും എടങ്ങേറുകൾ മുസീബത്തും ബദരീങ്ങളെ ബറക്കത്തിനാൽ നമ്മെ കാക്കണം യാ റബ്ബനാ. ലാ ഇലാഹ എല്ലാരും ദാഹം മൗത്തത് കൂട്ടിടും, ഇബ്ലീസ് കൂസിനെ കാട്ടിടും, നേരം ലഈനവനാട്ടുവാൻ ബദരീങ്ങളാൽ തുണ റബ്ബനാ. ലാ ഇലാഹ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. ലത്തീഫ് എന്ന സഹോദരന് ബറക്കത്ത് നൽകണം റഹ്മാനെ. സന്തോഷം നൽകണം റഹ്മാനെ. ഭാര്യയിൽ, മക്കളിൽ, ഇടപാടിൽ, ജോലിയിൽ, വാഹനത്തിൽ ഇറങ്ങി പുറപ്പെടൽ, കൈവക്കുന്ന നല്ല കാര്യങ്ങൾ ബറക്കത്ത് നൽകണേ അല്ലാഹ്. എല്ലാവരും ഒന്ന് ചൊല്ലും, മൗലായ സ്വല്ലി വസല്ലിം ദായിമൻ അബദാ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിം. മൗലായ സ്വല്ലി വസല്ലിം للخلق كلهم يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. مولاي صل وسلم على حبيبك خير الخلق كلهم. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد كلما ذكره الذاكرون وغفل عن ذكره الغافلون. അദീമായ റബ്ബേ, ഞങ്ങൾ പറഞ്ഞതും കേട്ടതുമെല്ലാം നീ കബൂലാക്കണേ റഹ്മാനേ. ഞങ്ങളുടെ മജ്ലിസ് ഒന്ന് സ്വീകരിച്ചു തരണേ റഹ്മാനേ. അല്ലാഹുവേ, ഈ മജ്ലിസിന്റെ ബറക്കത്തോണ്ട് ഞങ്ങളുടെ ഉമ്മവാപ്പമാര്, ഉസ്താദുമാര്, ഭാര്യ, മക്കൾ, ബന്ധുമിത്രാദികൾ, സ്നേഹജനങ്ങൾ, സഹപാഠി സുഹൃത്തുക്കൾ, സഹകാരികൾ, ഭക്ഷണം തന്നവർ, ദുആ വസിയത്ത് ചെയ്തവർ, ഞങ്ങളുടെ സ്ഥാപനങ്ങളെയും സംരംഭങ്ങളെയും സംഗമങ്ങളെയും സഹായിക്കുന്നവർ, ഞങ്ങളുടെ മജ്ലിസുകളിൽ ഒരുമിച്ച് കൂടുന്നവർ, ഞങ്ങൾ മജ്ലിസുകളിൽ ചോദിക്കുമ്പോൾ നൽകുന്നവർ, നൽകിയവർ, അല്ലാഹുവേ, ഇന്നുവരെ ഞങ്ങൾ ഏതെല്ലാം സദസ്സിൽ പോയി ആരോടെല്ലാം ചോദിച്ചപ്പോൾ ആരെല്ലാം തന്നോ അവരെല്ലാവരും ഇന്ന് ഞങ്ങൾ സദസ്സിൽ ചോദിച്ചപ്പോൾ തന്ന മുഅ്മിനീങ്ങൾ, മുഅ്മിനാത്തുകൾ, അല്ലാഹുവേ, ഈ ഒരുമിച്ച് കൂടിയ മുഅ്മിനുകൾ, മുഅ്മിനാത്തുകൾ എല്ലാവർക്കും നീ പൊറുക്കണേ റഹ്മാനേ. കാരുണ്യം നൽകണേ റഹ്മാനേ. രോഗങ്ങൾ ശിഫയാക്കണം റഹ്മാനേ. അല്ലാഹുവേ, ഒരു മാരകമായ രോഗവും ഞങ്ങളുടെ ജീവിതത്തിൽ നീ തരല്ലേ അല്ലാ. പടച്ചവനെ, ഞങ്ങളുടെ ഉമ്മ വാപ്പമാരെ രോഗികളാക്കല്ലേ അല്ലാ. ഞങ്ങളുടെ ഭാര്യ മക്കളെ രോഗികളാക്കല്ലേ അല്ലാ. ഞങ്ങളുടെ ഉസ്താദുമാരെ രോഗികളാക്കല്ലേ അല്ലാ. എത്രയോ ആളുകൾക്ക് ക്യാൻസർ രോഗമാണ്, നീ രക്ഷപ്പെടുത്തണേ അല്ലാ. ഞങ്ങളുടെ ശരീരങ്ങളിൽ എവിടെയെങ്കിലും വല്ല ക്യാൻസറിന്റെ അണുക്കളുമുണ്ടെങ്കിൽ ഈ നിമിഷം മുതൽ ഞങ്ങളിൽ നിന്ന് ബാത്തിലാക്കണം അല്ലാ.
പടച്ചവനെ ഞങ്ങളുടെ ശരീരങ്ങളിൽ ക്യാൻസർ ഉണ്ടെങ്കിൽ നീ ബാത്തിലാക്കണം റഹ്മാനെ. ഞങ്ങൾക്ക് ആർക്കും നീ ക്യാൻസർ തരല്ലേ അല്ലാ. എത്രയോ ചെറിയ കുഞ്ഞുമക്കൾക്ക് ക്യാൻസറാണ്, നീ ശിഫയാക്കണം റഹ്മാനെ. ഒരു സഹോദരന്റെ പിതാവിന്റെ ഗുഹ്യഭാഗത്ത് ക്യാൻസർ ആണെന്ന് പറഞ്ഞു, നീ ശിഫയാക്കണേ അല്ലാ. ഒരു സഹോദരൻ ക്യാൻസർ രോഗം ബാധിച്ചു കുടല് മുഴുവനും നശിച്ചു മരണം കാത്തു കിടക്കുകയാണ്, നീ തീരുമാനമെടുക്കണേ അല്ലാ. ഒരു കുഞ്ഞിന്റെ കണ്ണില് ക്യാൻസർ ആണെന്ന് പറഞ്ഞു, നീ ശിഫയാക്കണേ അല്ലാ. ഒരു ചോര പൈതലിന് ബ്ലഡ് ക്യാൻസർ ആണെന്ന് പറഞ്ഞു, നീ ശിഫയാക്കണേ അല്ലാ. പ്ലസ് ടുവിന് പഠിക്കുന്ന ഒരു പൊന്നുമോൾക്ക് ബ്രെയിൻ ട്യൂമർ ആണെന്ന് പറഞ്ഞു, നീ ശിഫയാക്കണേ അല്ലാ. അങ്ങനെ എത്ര ആളുകൾ എവിടെയെല്ലാം ഒരു പിതാവ് പറഞ്ഞു, എത്രയും പെട്ടെന്ന് ഞാനൊന്ന് മരിക്കാൻ വേണ്ടി ദുആരക്കാൻ പറഞ്ഞു. എന്താണ് എനിക്ക് ഉറക്കമില്ല, 2 ഗുളിക കഴിച്ചിട്ട് ഞാൻ ഉറങ്ങുന്നില്ല, കിടക്കാൻ വയ്യ, ഇരിക്കാൻ വയ്യ, നിൽക്കാൻ വയ്യ, നടക്കാൻ വയ്യ, എപ്പോഴും വേദനയാണ്, വിഷമമാണെന്ന്, ഞാനൊന്ന് പെട്ടെന്ന് മരിക്കാൻ വേണ്ടി ദുആരക്കുമോ എന്ന് പറഞ്ഞ് എല്ലാ വ്യാഴാഴ്ചയും സ്വലാത്ത് ചൊല്ലി പാതിരാത്രിയോളം പടച്ചോനോട് ദുആരക്കണം, മരിക്കണേ അല്ലാ, നാളെ മരിക്കണേ അല്ലാ എന്ന്. ഞാനതാ പോയി നോക്കുമ്പോൾ ടേബിളിൻ്റെ പുറത്ത് കുറേ ഡീറ്റെയിലും സർട്ടിഫിക്കറ്റും എടുത്ത് വെച്ചിരിക്കുകയാണ്. എൻ്റെ മക്കൾ മരിച്ചാൽ ബുദ്ധിമുട്ടാൻ പാടില്ല, ഇത് ഞാനുമായി ബന്ധപ്പെട്ട മുഴുവൻ വിവരങ്ങളാണ് എടുത്ത് വെച്ചിരിക്കുന്നത്, മേശപ്പുറത്ത് വെച്ചിരിക്കുന്നു. അല്ലാഹുവേ, അദ്ദേഹത്തിന് ജീവിതം ഖൈറാണെങ്കിൽ ജീവിതവും, മരണമാണ് ഖൈറെങ്കിൽ മരണവും നൽകണം റഹ്മാനെ. ഞങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലും അങ്ങനെ ദുആരക്കേണ്ടുന്ന ഒരു അവസ്ഥ നീ വരുത്തല്ലേ റഹ്മാനെ. ഞങ്ങളെ രോഗികളാക്കി നീ കിടത്തല്ലേ അല്ലാ. ഞങ്ങൾ പാപികളാണ് റബ്ബേ, ഞങ്ങൾ മോശക്കാരാണ് റബ്ബേ, ഞങ്ങൾ തെറ്റുകാരാണ് റബ്ബേ. ഒരു സുഹൃതവും ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ ചെയ്തിട്ടില്ല അല്ലാ. ഞങ്ങളുടെ രഹസ്യ ജീവിതങ്ങൾ അറിയുന്ന അല്ലാ, ഞങ്ങളുടെ പരസ്യ ജീവിതങ്ങൾ അറിയുന്ന അല്ലാ, നീ ഞങ്ങൾക്ക് വിട്ടുപുറത്തു മാപ്പാക്കി തരണം റഹ്മാനെ. അല്ലാഹുവേ, തെറ്റില്ലാത്തൊരു ജീവിതം ഞങ്ങൾക്ക് തന്നിട്ടല്ലാതെ ഞങ്ങളെ മരിപ്പിക്കല്ലേ അല്ലാ. പടച്ചവനെ, ഞങ്ങളെ ഈ തെറ്റു ചെയ്ത ജീവിതത്തിൽ ഞങ്ങൾ ഒരുപാട് തെറ്റുകൾ അറിഞ്ഞും അറിയാതെയും പരസ്യമായി രഹസ്യമായി ഇരുട്ടിൽ പ്രകാശത്തിൽ അങ്ങനെ ധാരാളം ചെയ്തു പോയി. എല്ലാം നിനക്കറിയാം. നീ ഈ മജ്ലിസിന്റെ ബറക്കത്തുകൊണ്ട് ഞങ്ങൾക്ക് പുറത്തു മാപ്പാക്കി തരണം റഹ്മാനെ. അല്ലാഹുവേ, രോഗികളായ ആളുകൾ ഈ സദസ്സുകളുണ്ട്, അവരുടെ എന്ത് രോഗം, ഏത് രോഗം, ഏത് വേദന നീ ശിഫയാക്കണം റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങൾക്ക് ആർക്കും നീ കിടന്ന് കളയുന്നൊരു രോഗം തരല്ലേ അല്ലാ. എന്നാണ് ഞങ്ങൾ മരിക്കുന്നത് ആ ദിവസം ഞങ്ങൾക്ക് നിന്നിട്ട് നിസ്കരിക്കണം, ആരുടെയും സഹായം ഇല്ലാതെ ഞങ്ങൾക്ക് ഒളു കൊടുക്കണം, ഞങ്ങൾ ആരെയും ആസ്വദിക്കാതെ ഞങ്ങൾക്ക് നടന്നു പോയി നിന്ന് നിസ്കരിച്ച് ജമാഅത്തിൽ പങ്കെടുക്കണം, എന്നിട്ട് ഞങ്ങൾക്ക് റാഹത്തായി മരിക്കണം. അവസാന സമയം വരെ ഞങ്ങൾക്ക് ആ ആഫിയത്ത് നീ നിത്യമാക്കി തരണം റഹ്മാനെ. ഞങ്ങളെ മാരക രോഗം പിടിപെട്ട് രോഗികളായി കിടക്കകളിൽ കിടന്നിട്ട് അവസാനം ഞങ്ങളെ ഭാര്യമാര് ദ്വാരക്കുകയാണ്, ഓഹ് ഈ ഭർത്താവ് ഒന്ന് മരിച്ചു കിട്ടിയെങ്കിൽ, മക്കള് ദ്വാരക്കുന്ന വാപ്പാ മരിച്ചു കിട്ടിയെങ്കിൽ, അയൽക്കാർ ദ്വാരക്കുന്ന സഹോദരൻ ഒന്ന് മരിച്ചെങ്കിൽ, എല്ലാവർക്കും ബുദ്ധിമുട്ടാകുന്നൊരു തരത്തിൽ ഞങ്ങൾ രോഗിയായി കിടക്കയിൽ കണ്ണീരൊലിപ്പിച്ച് അവശതയിൽ കിടക്കുന്നൊരവസ്ഥ ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ ചെയ്തു പോയ മോശത്തിനെ കൊണ്ട് നീ ഞങ്ങളെ അങ്ങനെ കിടക്കകളിൽ ഉപേക്ഷിക്കല്ലേ തമ്പുരാനെ. അല്ലാഹുവേ, ഞങ്ങൾക്ക് മരിക്കുന്ന സമയം വരെ ഞങ്ങൾക്ക് ആഫിയത്ത് നിത്യമാക്കണേ അല്ലാ, സിഹത്ത് നിത്യമാക്കണേ അല്ലാ. ഒരു മാരക രോഗവും തന്ന് ഞങ്ങളുടെ ശരീരങ്ങളെ പരീക്ഷിക്കല്ലേ റഹ്മാനെ. ഞങ്ങളുടെ ഈമാൻ നീ പരീക്ഷിക്കല്ലേ റഹ്മാനെ. നിന്റെ ഔലിയാക്കൾക്കും ആരിഫീങ്ങൾക്കും ഒക്കെ രോഗം വളരെ റാഹത്താണ്. ഈമാൻ കുറഞ്ഞ ഞങ്ങൾക്ക് രോഗം കൊണ്ട് ഞങ്ങളെ ഈമാൻ നഷ്ടപ്പെട്ടു പോകും റബ്ബേ. ഞങ്ങൾക്ക് ഈമാൻ നീ പരീക്ഷണത്തിന് വിധേയപ്പെടുത്തല്ലേ അല്ലാ. ഞങ്ങൾക്ക് നീ ആഫിയത്ത് നിത്യമാക്കണേ റഹ്മാനെ. ഞങ്ങളുടെ കണ്ണുകൾക്ക് കാഴ്ചശക്തി നൽകണേ അല്ലാ, കാലുകൾക്ക് കേൾവി ശക്തി നൽകണേ അല്ലാ, കൈകാലുകൾക്ക് നീ ശ്രേഷ്ഠതയും ശക്തിയും നൽകണേ അല്ലാ. ഞങ്ങളുടെ ശരീരങ്ങൾക്ക് നീ ആർജവും ഊർജ്ജസ്വലതയും നൽകണേ അല്ലാ. പടച്ചവനെ, ഞങ്ങളുടെ സമ്പത്തിൽ ബറക്കത്ത് നൽകണേ അല്ലാ, ഞങ്ങളുടെ കച്ചവടങ്ങളിൽ ബറക്കത്ത് നൽകണേ അല്ലാ. ഞങ്ങൾ ഇടപാടുന്ന മാർഗങ്ങൾ, ജീവിതം ആയിഷത്തിന്റെ മാർഗങ്ങൾ എന്തൊക്കെ ഉണ്ട് അതൊക്കെ നീ ബറക്കത്തിലാക്കണം അല്ലാ. ഞങ്ങൾക്ക് നീ ഓശാരമായി തന്ന, ഔദാര്യമായി തന്ന ഭാര്യമാര്, മക്കള്, വീട്, വാഹനം എല്ലാത്തിലും ബറക്കത്ത് നൽകണം റഹ്മാനെ. ഞങ്ങൾക്ക് ഔദാര്യമായി തന്ന പൊന്നുമക്കളെ ഓർമ്മശക്തിയുള്ള മക്കളാക്കണേ അല്ലാ, കൂർമ്മ ബുദ്ധിയുള്ള മക്കളാക്കണേ അല്ലാ. പടച്ചവനെ, വഴിപിഴപ്പിച്ച് കളയല്ലേ അല്ലാ, പുത്തനാശയക്കാരിൽ പെടുത്തല്ലേ റഹ്മാനെ. ഞങ്ങളെ മക്കളെ നീ ആശിഖീങ്ങളാക്കണം റഹ്മാനെ. ഞങ്ങളെ മക്കളെ മാദിഹീങ്ങളാക്കി തരണം റഹ്മാനെ. ഞങ്ങളെ മക്കളെ പുന്നാര നബിയുടെ മദ്ഹ് ചൊല്ലുന്ന മക്കളാക്കി തരണം. ഞങ്ങളെ മക്കളെ നിന്റെ സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകരാക്കി തരണം റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളെ മക്കളെ നീ വഴിപിഴപ്പിച്ച് കളയല്ലേ അല്ലാ. ഞങ്ങളെ മക്കൾ ദീനിനു വേണ്ടി കഷ്ടപ്പെടുന്ന, നിസ്വാർത്ഥവും നിഷ്കളങ്കവുമായ ദീനിനു വേണ്ടി കഠിനാധ്വാനം ചെയ്യുന്ന രംഗം കണ്ട് ഖബറിൽ കിടന്ന് സന്തോഷിക്കാൻ ഞങ്ങൾക്ക് അവസരം നൽകണം റഹ്മാൻ.
ഞങ്ങളെ മക്കൾ വഴിപിഴച്ച പ്രവർത്തനത്തിൽ ഏർപ്പെടുന്നത് കണ്ട് ഞങ്ങൾക്ക് ദുഃഖിക്കേണ്ട ഒരു അവസ്ഥ നീ വരുത്തല്ലേ റഹ്മാൻ. അള്ളാഹുവേ, എത്രയോ കുട്ടികൾ, മന്ദബുദ്ധികളായ കുട്ടികളുണ്ട്. വെമ്പായത്തിനടുത്തൊരു സഹോദരിയുടെ മകൻ 29-30 വയസ്സ് പ്രായമായി ഇപ്പോഴും തൊട്ടിലാണ് കിടക്കുന്നത്. കിടന്നിടത്ത് കാഷ്ടിക്കുന്നു, മൂത്രമൊഴിക്കുന്നു. ആ ഉമ്മായ ഭർത്താവ് ഒഴിവാക്കിപ്പോയി. മോനെ കിടത്താൻ വയ്യ, തറയിൽ കിടത്തിയാൽ മോൻ സ്വയം തല തറയിലിട്ടിങ്ങനെ അടിച്ചു പൊട്ടിക്കുകയാണ്. കൈ ഇങ്ങനെ കടിച്ചു സ്വമേധയാ പറിക്കുകയാണ്. വല്ലാത്ത വേദനയും വിഷമവും. ആ മാതാവ് മാത്രമാണ് ആ കുഞ്ഞിനുള്ളത്. അള്ളാഹുവേ, നീ ശിഫാ നൽകണം റഹ്മാനെ. നീ അവർക്ക് സംരക്ഷണം കൊടുക്കണം റഹ്മാൻ. ഒരു പിതാവ് സ്വന്തം മകൻ കണ്ടാലൊരു കുഴപ്പവുമില്ല. ആരുടെയെങ്കിലും വാഹനം കണ്ടാൽ ആ വാഹനം എറിഞ്ഞു പൊട്ടിക്കും. ചെറിയ കുഞ്ഞുങ്ങളെ കണ്ടാൽ ഉപദ്രവിക്കും, അക്രമ പ്രവർത്തനങ്ങൾ ചെയ്യും. നാട്ടുകാരൊക്കെ പരാതി പറഞ്ഞ് ആ പിതാവ് ആകെ മടുത്തു. ആ മകനെ ചികിത്സിക്കാൻ ഈ ഒരു ഡോക്ടറും ബാക്കിയില്ല. ആ പിതാവ് ദുആരക്കാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. നീ ആ പൊന്നുമോന് ശിഫാ നൽകണം റഹ്മാനെ. അള്ളാഹുവേ, ഒരു പൊന്നുമോന് മന്ദബുദ്ധിയാണ്. അവൻ ഇരിക്കുന്നിടത്ത് തന്നെ കാഷ്ടിക്കുന്നു, മൂത്രമൊഴിക്കുന്നു. മാത്രമല്ല ആ കാഷ്ടവും മൂത്രവും ഒക്കെ അവിടെ ആകെ ആക്കുന്നു. അത് എവിടെ പോയാലും അങ്ങനെ തന്നെ, എങ്ങും പോകാൻ വയ്യാത്തൊരവസ്ഥ. ഒരു ചെറിയ കുഞ്ഞുമോള് 7 വയസ്സ് വരെ ഒരു കുഴപ്പമില്ല. 7ാമത്തെ വയസ്സിൽ മുറ്റത്ത് നിന്ന് കളിക്കുമ്പോൾ കാല് സ്ലിപ്പായി വീണ് തലയിലടിച്ച് വീണിട്ട് തലയുടെ ഏതോ നരമ്പുകളിൽ കേട് വന്നിട്ട് ഇപ്പോൾ കിടന്നിടത്ത് തന്നെ കാഷ്ടിക്കുന്നു, മൂത്രമൊഴിക്കുന്നു, എഴുന്നേക്കുന്നില്ല. ആ മാതാവ് മറയ്ക്ക് പിന്നിൽ നിന്ന് പറഞ്ഞത്, ഉമ്മ എന്നൊന്ന് വിളിച്ചാൽ മതി എൻ്റെ മോള്. 7ാം ക്ലാസ് 7 വയസ്സ് വരെ അവൾ ജീവിച്ചപ്പോൾ ഖുർആൻ ഓതി, ഫാത്തിഹ ഓതി ഫസ്റ്റ് മേടിച്ച മോള്, മദ്രസയിൽ പാട്ട് പഠിക്കാൻ മിടുക്കിയായ മോള്. അള്ളാഹുവേ, ആ മോൾക്ക് നീ ശിഫാ നൽകണം റഹ്മാനെ. ഞങ്ങളെ മക്കളൊക്കെ ഓടിച്ചാടി കളിക്കുന്നവരാണ്. നീ അവരെ കാല് തെറ്റി വീഴുമ്പോൾ ഇങ്ങനെ ഒരു അവസ്ഥയിൽ കിടത്തല്ലേ അല്ലാ. ഞങ്ങളെ പരീക്ഷിക്കല്ലേ റഹ്മാനെ. അള്ളാഹുവേ, ഞങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലും എത്രയോ ആളുകൾ അപകടങ്ങളിൽ മരിക്കുകയാണ്. ഞങ്ങൾ അപകടത്തിൽ കൊന്നുകളയല്ലേ റഹ്മാനെ. പോസ്റ്റ്മോർട്ടത്തിന് ഞങ്ങളുടെ ശരീരങ്ങൾ വിധേയപ്പെട്ടല്ലേ അല്ലാ. ഫ്രീസറിൽ വെക്കപ്പെടുന്ന ശരീരങ്ങളാക്കല്ലേ അല്ലാ. മോർച്ചറികളിൽ വെപ്പിക്കുന്ന ശരീരങ്ങളാക്കല്ലേ അല്ലാ. വെള്ളത്തിൽ മുങ്ങി മരിപ്പിക്കല്ലേ അല്ലാ. കത്തി മരിപ്പിക്കല്ലേ അല്ലാ. അജ്ഞാത മൃതദേഹങ്ങളായി ഏതൊക്കെയോ വഴിയരികിൽ കിടക്കുന്ന ജനാസകളാക്കല്ലേ അല്ലാ. പടച്ചവനെ, ഞങ്ങൾ മോശക്കാരിൽ മോശക്കാരാണ്, ഞങ്ങൾ തെറ്റുകാരാണ്. എല്ലാം നിന്റെ ഔദാര്യം കൊണ്ട് ഞങ്ങൾക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരണം റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങൾക്ക് തന്നതിലെല്ലാം നീ ബറക്കത്ത് വെക്കണം റഹ്മാനെ. ഞങ്ങൾ തെറ്റു ചെയ്ത ഈ കൈകളിൽ ബറക്കത്ത് വെച്ച് തരണേ അല്ലാ. ഈ കണ്ണുകൾക്ക് ബസീറത്തിന്റെ കാഴ്ചശക്തി നൽകണേ അല്ലാ. ഈ നാവ് കൊണ്ട് എന്ത് നന്മ പറഞ്ഞാലും അതിൽ അഥർ വെക്കണേ അല്ലാ. ഈ കരങ്ങൾ ഉയർത്തി എന്ത് നന്മ ദുആരെന്നാലും നീ ഇജാബത്ത് തരണേ അല്ലാ. പടച്ചവനെ, ഈ ശരീരം, ഈ ജീവിതം, ഈ ആയുസ് ഫുഖറാക്കൾക്ക്, മിസ്കീന്മാർക്ക്, ആലിമീങ്ങൾക്ക്, മുതഅല്ലിമീങ്ങൾക്ക്, സാദാത്തുക്കൾക്ക്, നിന്റെ ദീനിന്റെ സ്ഥാപനങ്ങൾക്ക്, സംഘടനകൾക്ക്, പ്രസ്ഥാനങ്ങൾക്ക് ഖിദ്മത്തെടുക്കാനുള്ളതാക്കണേ അല്ലാ. അതിനു വേണ്ട സഹനം ഞങ്ങൾക്ക് താ അല്ലാ. അതിനു വേണ്ട സന്മനസ് ഞങ്ങൾക്ക് താ അല്ലാ. പടച്ചവനെ, ഞങ്ങളെ കാപട്യക്കാരാക്കല്ലേ റഹ്മാനെ. ഞങ്ങൾക്ക് നിഫാഖ് തന്ന് ഞങ്ങളെ ഈ വഅളും ഞങ്ങളെ ഈ ഉപദേശങ്ങളും എല്ലാം നീ ബലാക്കല്ലേ അല്ലാ. പടച്ചവനെ, ഇത് ഞങ്ങൾക്ക് നാളെ ഖബറിൽ പ്രതികൂലമാക്കല്ലേ അല്ലാ. ആഖിറത്തിൽ ഇത് പ്രതികൂലമാക്കല്ലേ അല്ലാ. ഈ സദസ്സ് കൊണ്ട് ഞങ്ങൾക്ക് ദുനിയാവിൽ ഗുണം തരണേ അല്ലാ. ഈ സദസ്സ് കൊണ്ട് ഞങ്ങൾക്ക് ഖബറിൽ ഗുണം തരണേ അല്ലാ. ഞങ്ങളുടെ ആഖിറത്തിൽ ഈ സദസ്സ് കൊണ്ട് ഞങ്ങൾക്ക് ഗുണം തരണേ അല്ലാ. പടച്ചവനെ, ഈ സദസ്സിന് വേണ്ടി കഠിനാധ്വാനം ചെയ്ത ഞങ്ങളുടെ പ്രവർത്തകരുണ്ട്, SSFന്റെ കുട്ടികളുണ്ട്, SYSന്റെ പ്രവർത്തകരുണ്ട്. അല്ലാഹുവേ, അവർക്കെല്ലാം നീ ബറക്കത്ത് നൽകണം റഹ്മാനെ. ഞങ്ങൾ ദുആരക്കുമെന്ന് പ്രതീക്ഷിച്ചിട്ടാണ് അവരിതൊക്കെ ചെയ്യുന്നത്. ഞങ്ങൾക്ക് വേറൊരു ലക്ഷ്യമില്ല. ഇവിടെ സുന്നത്ത് ജമാഅത്ത് നടക്കണം, അത് മാത്രമേ ഞങ്ങളുടെ ലക്ഷ്യമുള്ളൂ. ഞങ്ങൾ ചോദിച്ചപ്പോൾ സഹായിച്ച ആളുകളുണ്ട്. എവിടെയൊക്കെ ഒരു നാമീം പറയുന്ന ഉമ്മ പെങ്ങന്മാരുണ്ട്, പ്രായമുള്ള ഉപ്പമാരുണ്ട്. അല്ലാഹുവേ, അവർക്കെല്ലാം നീ ബറക്കത്ത് നൽകണം റഹ്മാനെ. ഈ സദസ്സിൽ വന്ന ഒരൊറ്റ ചെറുപ്പക്കാരനെ, ഒരൊറ്റയാളിനെ നീ നിരാശപ്പെടുത്തല്ലേ അല്ലാ. പ്രായമുള്ള ഉപ്പമാര്, കുഞ്ഞു മക്കളുണ്ട്, എല്ലാവരെയും നീ ഏറ്റെടുക്കണേ അല്ലാ. എൻ്റെ പ്രിയപ്പെട്ട ഉമ്മ പെങ്ങന്മാരുണ്ട്, അവരെ ഏറ്റെടുക്കണേ അല്ലാ. ആദരണീയരായ അബ്ദുൽ വഹാബ് നഈമി ഉസ്താദ് ഞങ്ങളുടെ മജ്ലിസിലുണ്ട്, അദ്ദേഹത്തിന്റെ ദറജകളെ ഏറ്റിക്കൊടുക്കണേ അല്ലാ. ദീർഘകാലം സുന്നത്ത് ജമാഅത്തിന്റെ ഖാദിമാക്കണേ അല്ലാ. പടച്ചവനെ, ഞങ്ങളെ ഈ മാർഗത്തിലായി ജീവിപ്പിച്ച് ഈ മാർഗത്തിലായി തന്നെ മരിപ്പിക്കണേ അല്ലാ. പടച്ചവനെ, ഞങ്ങളുടെ ഖൽബുകൾ എല്ലാ അർത്ഥത്തിലും നിനക്ക് വിധേയപ്പെടുത്തി തരണേ അല്ലാ. പടച്ചവനെ, ഞങ്ങൾക്ക് വേണ്ടത് എന്തൊക്കെയാണ്, ഞങ്ങളുടെ ആവലാദികൾ, ആവശ്യങ്ങൾ നിനക്കറിയും. ഈ ഒരുമിച്ച് കൂടിയ മുഅ്മിനീങ്ങളുടെ ഖൽബ് മുഴുവൻ നിനക്കറിയും. നീ അവരുടെ ആവശ്യങ്ങളും ആവലാദികളും വീട്ടിൽ കൊടുക്കണേ റഹ്മാനെ. ഞങ്ങൾ ഇന്ന് മരണപ്പെട്ടു പോയ പ്രിയപ്പെട്ടവരുടെ ഖബറുകൾ നീ സ്വർഗമാക്കണേ അല്ലാ. നീ സ്വർഗമാക്കണേ അല്ലാ. നീ സ്വർഗമാക്കണേ അല്ലാ. ആരും കൂട്ടിനില്ലാത്ത
ആരും കൂട്ടിനില്ലാത്ത അവരുടെ ഖബറുകളിൽ ഞങ്ങളുടെ മജ്‌ലിസ് നീ ഒന്ന് എത്തിക്കണേ റഹ്മാനെ. അല്ലാഹുവേ, എത്ര ആളുകളാണ് അകാരണമായി ജയിലിലടയ്ക്കപ്പെട്ട ആളുകൾ. അബ്ദുൽ നാസർ മഅദനി ഉസ്താദിനെ പോലെ അല്ലാഹുവേ, ദീനിന്റെ പേരിൽ ശബ്ദിച്ചതിന്റെ പേരിൽ നാടിന്റെ നാനാഭാഗങ്ങളിൽ ജയിലിൽ കിടക്കുന്ന പാവപ്പെട്ട നിരപരാധികളുണ്ട് റബ്ബേ. റോഹിംഗ്യൻ മുസ്ലിങ്ങളുണ്ട് അല്ലാഹ്, ലിബിയയിൽ, ഫലസ്തീനിൽ, അഫ്ഗാനിൽ, അങ്ങനെ ഒരുപാട്, ഇറാഖിൽ, ബഗ്ദാദിൽ, ഒരുപാട് സ്ഥലങ്ങളിൽ ഒരുപാട് പീഡനങ്ങൾക്കും താടനങ്ങൾക്കും വിധേയപ്പെട്ട് ഈ ഉമ്മത്തികളിൽപ്പെട്ട കാരണം കൊണ്ട് ഒരുപാട് പ്രയാസം അനുഭവിക്കുന്ന ഞങ്ങളുടെ സമുദായത്തിലെ പാവപ്പെട്ട സഹോദരങ്ങൾ, അവർക്ക് നീയല്ലാതെ ആരുമില്ല റബ്ബേ. നിന്റെ പട്ടാളത്തെ അയച്ചവരെ സഹായിക്കണേ അല്ലാ. എല്ലാ ശത്രു സഞ്ചയങ്ങളെയും ഛന്ന ഭിന്നമാക്കണേ അല്ലാ. നീ ഞങ്ങൾക്ക് വിജയം തരണേ അല്ലാ. ഈ നാട് അനുഗ്രഹമുള്ള നാടാക്കണേ അല്ലാ. ബറക്കത്തുള്ള നാടാക്കണേ അല്ലാ. നിഅമത്തുള്ള നാടാക്കണേ അല്ലാ. സന്തോഷമുള്ള നാടാക്കണേ അല്ലാ. ആപത്ത്, ബലാ, മുസീബത്ത്, രോഗം, വിഷമം, ബുദ്ധിമുട്ട്, പ്രയാസങ്ങളിൽ നിന്ന് കാത്തുരക്ഷിക്കണേ അല്ലാ. ഞങ്ങളെ എല്ലാവരെയും നീ നല്ലവരാക്കണേ അല്ലാ. എന്റെ പ്രിയങ്കരനായ ഉസ്താദ് ഡോക്ടർ മുഹമ്മദ് കുഞ്ഞ് സഖാഫി, ശൈഖുന ഹൈദ്രൂസ് ഉസ്താദ്, ആദരണീയരായ ഡോക്ടർ ഫാറൂഖ് നഈമി അൽ ബുഖാരി അവர்கள், സയ്യിദ് സൈനുദ്ദീൻ ബാഴവി തങ്ങൾ, സയ്യിദ് സാദിഖ് സിദ്ദീഖ് മിസ്ബാഹി അൽ കാബി, അങ്ങനെ ഞങ്ങളെ ഉസ്താദുമാര്, ആദരണീയരായ താജുൽ ഉലമ തങ്ങൾ പാപ്പ, ആദരണീയരായ താഴക്കോട് അബ്ദുള്ള മുസ്ലിയാർ, അങ്ങനെ ഞങ്ങളാക്കിയ ഞങ്ങളെ ഉസ്താദുമാരുടെ ദറജകളെല്ലാം നീ ഏറ്റി കൊടുക്കണേ അല്ലാ. റബ്ബനാ തഖബ്ബൽ മിന്നാ ലാ തുഖയ്യിബ് റജാഅനാ ലാ തറുദ്ദനാ ഖായിബീൻ ബിസബബി കഥറത്തി ദുനൂബിനാ യാ അർഹമർ റഹീമീൻ ബിഹഖ്ഖി നബിയ്യി മുഹമ്മദിൻ أصحاب النبي محمد عطرة النبي محمد مداح النبي محمد وببركة تربة مدينة النبي محمد وببركة أولياء من أمة محمد وببركة قدمي النبي محمد وببركة علي النبي محمد وببركة صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم.